ഹായ് ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് പുതിയൊരു ഡ്രാമ കണ്ടാലോ? നമ്മുടെ സ്റ്റോറിയുടെ വൺ ലൈൻ എന്തെന്ന് വെച്ചാൽ, ഹീറോ ആവട്ടെ അവൻ്റെ പണക്കാരനാണെന്നുള്ള ഐഡന്റിറ്റി മറച്ചു വെച്ച് ഒരു പെൺകുട്ടി വിവാഹം കഴിക്കുന്നു. അത് വേറെ ആരുമായിരുന്നില്ല, നമ്മുടെ ഹീറോയിനെ ആയിരുന്നു. പതിയെ പതിയെ ഹീറോയിനെ അവൻ പ്രണയിക്കാനും തുടങ്ങുന്നുണ്ട്. പക്ഷേ താനൊരു പണക്കാരനാണെന്നുള്ള സത്യം അവളിൽ നിന്ന് മറച്ചു വെച്ചത് കൊണ്ട് തന്നെ അവൾ തന്നെ ഉപേക്ഷിച്ച് പോകുമോ എന്നുള്ളൊരു ഭയം അവൻ്റെ ഉള്ളിലുണ്ടായിരുന്നു. ഹീറോയിൻ അവൻ്റെ ഐഡന്റിറ്റി മനസ്സിലാക്കിയോ, പിന്നീട് അവരെങ്ങനെ ജീവിച്ചു എന്നൊക്കെയുള്ളതാണ് നമ്മുടെ സ്റ്റോറി. ഡ്രാമ ഇഷ്ടപ്പെട്ടാൽ മറക്കാതെ തന്നെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഹൈപ്പ് ഓപ്ഷൻ കൊടുക്കാനും മറക്കണ്ട. അപ്പോൾ ടൈം വേസ്റ്റ് ചെയ്യാതെ നമുക്ക് ഡ്രാമയിലേക്ക് കിടക്കാം. സ്റ്റാർട്ടിംഗ് സീനിൽ തന്നെ ഹീറോയിനും വിവാഹം രജിസ്റ്റർ ചെയ്യുന്നതാണ് കാണിക്കുന്നത്. പിന്നീട് അവളൊരു അപ്പാർട്ട്മെന്റിലേക്ക് വരുന്നുണ്ട്. വളരെ റോയൽ ആയിട്ടുള്ള ഒരു അപ്പാർട്ട്മെന്റ് ആയിരുന്നു അത്. അവളവിടെ ചെന്ന് നിന്നപ്പോൾ തന്നെ മെയ്ഡ്സ് ആവട്ടെ അവളുടെ ചുറ്റിനും കൂടിയിട്ട് എന്താ ചെയ്തു തരേണ്ടതെന്ന് ചോദിച്ച് വളരെയധികം കെയർഫുള്ളോടെ തന്നെ അവളുടെ എല്ലാ കാര്യങ്ങളും ഗവനിക്കുന്നുണ്ട്. പിന്നീട് ഹീറോയിന്റെ വോയിസ് ഓവറാണ് കേൾക്കുന്നത്. ഇവനെ കാണാൻ ഹാൻസം അല്ലേ? ഹാൻസം മാത്രമല്ല നല്ല റിച്ചുമാണ്. ഇങ്ങനെ ഒരു ജീവിതം ഒരിക്കലും തനിക്ക് ലഭിക്കുമെന്ന് കരുതിയിരുന്നേയല്ല. പക്ഷേ തന്റെ ലൈഫ് ഒരുപാട് ചേഞ്ച് ആയിരിക്കുന്നു. തനിക്ക് ലഭിച്ച ഈ ജീവിതത്തെക്കുറിച്ച് ഓർക്കുമ്പോൾ തന്നെ ഒരു സ്വപ്നം പോലെയാണ് തോന്നുന്നത്. നിങ്ങൾക്കും എൻ്റെ ജീവിതത്തിൽ എന്താണ് സംഭവിച്ചതെന്നറിയണോ? അപ്പോൾ നിങ്ങൾ സ്റ്റാർട്ടിങ് മുതൽ തന്നെ കേൾക്കണം എന്നും പറഞ്ഞ് തന്നെ ഹീറോയിന്റെ വോയിസ് ഓവർ ഇവിടെ സ്റ്റോപ്പ് ആവുന്നുണ്ട്. പിന്നീട് 3 മാസങ്ങൾക്ക് മുമ്പ് ഒരു ദിവസം അവളുടെ ജീവിതത്തിൽ എന്ത് സംഭവിച്ചു എന്നുള്ളതാണ് കാണിക്കുന്നത്. കുടുംബത്തില് ശല്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട് ഓരോരോ ബന്ധുക്കൾ കാണുമല്ലോ. ഹീറോയിനെ അവളുടെ അമ്മയും അവരുടെ കുടുംബാംഗങ്ങൾ ഒരു പാർട്ടിക്ക് ക്ഷണിച്ചിരിക്കുകയാണ്. ഹീറോയിനെ അവിടെ അച്ഛനില്ല, അമ്മ മാത്രമേ ഉള്ളൂ. അവർ 3 സഹോദരിമാരാണ്. മൂത്ത സഹോദരി വിവാഹമൊക്കെ കഴിഞ്ഞ് ഭർത്താവിനൊപ്പമാണ്. അവർക്കൊരു മകനുമുണ്ട്. ഇളയ സഹോദരി അവിടെ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഹീറോയിനാണ് കഷ്ടപ്പെട്ട് കുടുംബം നോക്കുന്നത്. ഇപ്പോൾ പാർട്ടി എന്തെന്ന് വെച്ചാൽ ഹീറോയിന്റെ അമ്മയാവട്ടെ അവൾക്ക് വേണ്ടിയിട്ട് ഒരു പയ്യനെ നോക്കിയിരുന്നു. ആ പയ്യനാവട്ടെ ഹീറോയിനെ കാണാൻ പോയിട്ട് അവളുടെ കസിനുമായി ഫ്ലർട്ട് ചെയ്യുകയായിരുന്നു. ഇത് കണ്ട ഹീറോയിൻ ആവട്ടെ അവനുമായി അകലം പാലിച്ചു. ഈ പെൺകുട്ടിയാണ് ഷീനാൻ. അവളാവട്ടെ ഹീറോയിന്റെ അച്ഛന്റെ അനിയന്റെ മകളാണ്. അവൾ ഹീറോയിനോട് പറയുന്നത് എന്തെന്ന് വെച്ചാൽ, ചേച്ചി നിങ്ങൾ എന്നെ തെറ്റിദ്ധരിക്കരുത്. നിങ്ങളുടെ ഹസ്ബൻഡ് ആവാൻ പോകുന്ന ആ ചെറുക്കനെ ഞാൻ തട്ടിയെടുത്തെന്ന് പറയരുത്. സോറി, എന്നെക്കുറിച്ച് മോശമായൊന്നും കരുതരുത്. നിങ്ങൾക്കിപ്പോൾ 28 വയസ്സ് കഴിഞ്ഞല്ലോ. എനിക്കാണെങ്കിൽ 23 വയസ്സേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ കണ്ട മാത്രയിൽ തന്നെ അവൻ എന്നെ ഇഷ്ടമായിരിക്കുകയാണ്. ഞാൻ നിങ്ങളെക്കാട്ടിലും ഒരുപാട് സുന്ദരിയല്ലേ? അതുമാത്രമല്ല ഞാൻ നിങ്ങളെക്കാട്ടിലും റിച്ചുമാണ്. അതുകൊണ്ട് നിങ്ങളെക്കാട്ടിലും ബെറ്റർ ഞാൻ തന്നെയാണെന്ന് അവന് തോന്നി. അത്രേ ഉള്ളൂ എന്ന് പറയുമ്പോൾ ഹീറോയിൻ ആവട്ടെ ചിരിച്ചുകൊണ്ട് തന്നെ മനസ്സിൽ വിചാരിക്കുന്നുണ്ട്, എപ്പോഴും നിങ്ങൾക്ക് എന്നെ ഇൻസൾട്ട് ചെയ്യുന്നതാണല്ലോ ശീലം. സ്ഥിരമായ കാര്യമായതുകൊണ്ട് തന്നെ എനിക്കും അത് ശീലമായി പോയി എന്ന് തന്നെ അവൾ വിചാരിക്കുന്നു. തുടർന്ന് അവളുടെ ബന്ധുക്കൾ ഓരോന്ന് പറഞ്ഞു തുടങ്ങുന്നുണ്ട്. ഇപ്പോൾ തന്നെ അവൾക്ക് 28 വയസ്സ് കഴിഞ്ഞിരിക്കുന്നു. ഒരു ബോയ് ഫ്രണ്ട് പോലും ഇല്ല. ബ്ലൈൻഡ് ഡേറ്റ് പോലും ഇതുവരെ ഫിക്സ് ആയിട്ടില്ല. ഇനി എപ്പോഴാണ് വിവാഹം കഴിക്കാൻ പോകുന്നത്? മുഖത്തൊക്കെ ചുളിവുകൾ വരെ വന്നിട്ടുണ്ടെന്നവർ പറയുന്നു. നിങ്ങളുടെ പക്കൽ പണവും ഇല്ലല്ലോ. ഇത്രയും പെട്ടെന്ന് തന്നെ അവളുടെ വിവാഹം ഏത് വിധേനയെങ്കിലും നടത്തി അയക്കാൻ നോക്ക്. എനിക്കറിയാവുന്ന ഒരു പയ്യനുണ്ട്. 2 മക്കളുടെ അച്ഛനാണ്. അവൻ്റെ വൈഫ് മരിച്ചുപോയി. ഒരു കാര്യം ചെയ്യും, അവനുമായി ഇവളുടെ കല്യാണം അങ്ങ് നടത്തി കൊടുക്കുന്ന തന്നെ അവർ പറയുന്നുണ്ട്. അതിന് ഹീറോയിൻ്റെ അമ്മയാവട്ടെ അവൾക്ക് 28 വയസ്സല്ലേ ആയിട്ടുള്ളൂ. ഒരുപാട് കാര്യങ്ങൾ അവൾക്ക് ചെയ്തു തീർക്കാനുണ്ട്. വിവാഹം കഴിക്കുന്നതും കഴിക്കാതിരിക്കുന്നതൊക്കെ അവളുടെ ഇഷ്ടമാണ്. അവൾക്ക് എപ്പോൾ വിവാഹം കഴിക്കണമെന്ന് തോന്നുന്നു അപ്പോൾ ഞാൻ അവളുടെ വിവാഹം നടത്തി കൊടുക്കും. നിങ്ങൾ ഈ കാര്യത്തിൽ ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ല എന്ന് പറഞ്ഞ് ഹീറോയിൻ്റെ അമ്മ വല്ലാതെ ദേഷ്യപ്പെടുന്നുണ്ട്. ഉടനടി തന്നെ ഹീറോയിൻ്റെ അച്ഛൻ്റെ സഹോദരിയാവട്ടെ, നീ ഇങ്ങനെ ആയതുകൊണ്ടാണ് എൻ്റെ സഹോദരൻ മരിച്ചുപോയെന്നും നീ നന്നായി അവനെ നോക്കിയിരുന്നെങ്കിൽ ഇപ്പോഴും അവനെ ജീവനോടെ കാണാമായിരുന്നു. നിനക്കൊരു കുടുംബം എങ്ങനെ നടത്തിക്കൊണ്ട് പോകണമെന്ന് അറിയില്ല എന്നും യാതൊരു കരുതലുമില്ലാതെ നീ ജീവിക്കുന്നതെന്നൊക്കെ പറഞ്ഞ് അവരാവശ്യമില്ലാത്ത ഓരോന്നും ഹീറോയിൻ്റെ അമ്മയെക്കുറിച്ച് പറയുന്നുണ്ട്. ഹീറോയിനും അവളുടെ അമ്മയ്ക്കും ഇതൊക്കെ കേട്ടിട്ട് നല്ല ദേഷ്യം തോന്നുന്നുണ്ടായിരുന്നു. അതേസമയം കസിനാവട്ടെ കിട്ടിയ അവസരം മുതലെടുത്തതുപോലെ തന്നെ, അയ്യോ നിങ്ങൾ ഈ കാര്യം അങ്ങ് വിട്ടേക്ക്, അവൾക്ക് സമയമാകുമ്പോൾ വിവാഹം അങ്ങ് നടന്നോളും. വയസ്സൊരുപാടായില്ലേ, എന്നെപ്പോലെ 22 23 വയസ്സായിട്ടുള്ള ഒരു പെൺകുട്ടിയായിരുന്നെങ്കിൽ എപ്പോഴേ നടന്നേനെയെന്നും അവൾ പറയുന്നുണ്ട്. ഇതൊക്കെ കേട്ട് ദേഷ്യം വന്ന ഹീറോയിനാവട്ടെ, നിങ്ങൾ എന്നെ പാർട്ടിക്ക് വിളിച്ചു, അതുകൊണ്ട് ഞാൻ വന്നു എന്ന് പറഞ്ഞ് നിങ്ങൾ പറയുന്നതൊന്നും കേൾക്കേണ്ട കാര്യം തനിക്കില്ല. വായടച്ച് മിണ്ടായിരുന്നാൽ നിങ്ങൾക്കൊക്കെ കൊള്ളാം, അല്ലെങ്കിൽ ഞാൻ ഇനി എങ്ങനെ പെരുമാറുമെന്ന് എനിക്ക് തന്നെ അറിയില്ല എന്ന് പറഞ്ഞ് അവൾ വളരെ ദേഷ്യത്തോടെ സംസാരിക്കുന്നത് കേട്ടിട്ട് അമ്മയാവട്ടെ, വേണ്ട മോളെ ഇനിയൊന്നും പറയണ്ട. നിന്റെ അച്ഛനെ കുറിച്ച് ഓർത്തിട്ടാണ് ഇവരെയൊക്കെ വന്ന് കാണുന്നത് പോലും. വാ നമുക്ക് ഇവിടുന്ന് പോവാന്ന് പറഞ്ഞുകൊണ്ട് തന്നെ ഹീറോയിൻ്റെ അമ്മ അവളെയും കൂട്ടിക്കൊണ്ട് അവിടെ നിന്ന് പോകുന്നുണ്ട്. അവരിപ്പോൾ താമസിച്ചുകൊണ്ടിരിക്കുന്നത് ഒരു വാടക വീട്ടിലാണ്. ഹീറോയിൻ്റെ അച്ഛൻ്റെ മരണശേഷം അവർക്ക് കിട്ടേണ്ട സ്വത്തുക്കളെല്ലാം അവളുടെ അച്ഛൻ്റെ ചേട്ടനും അനിയനും കൂടി കൈയടക്കി വെച്ചിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ആ പാവങ്ങൾ ഒരു വീട് പോലും ഇല്ലാതെ കഷ്ടപ്പെട്ട് ജീവിക്കുകയാണ്. നിന്റെ അച്ഛൻ ഉണ്ടായിരുന്നെങ്കിൽ ആരും നമ്മളോട് ഇങ്ങനെയൊന്നും സംസാരിക്കില്ലായിരുന്നു. നിങ്ങളുടെ ചെറുപ്രായത്തിൽ തന്നെ അദ്ദേഹം എന്നെ വിട്ടുപോയി. അതുകൊണ്ടാണ് നിങ്ങൾ ഇത്രത്തോളം കഷ്ടപ്പെടുന്നതെന്ന് പറഞ്ഞുകൊണ്ട് തന്നെ അവളുടെ അമ്മ വല്ലാതെ ഫീൽ ചെയ്യുന്നുണ്ട്. ഇല്ലമ്മ, ഞങ്ങൾ കഷ്ടപ്പെട്ടിട്ടൊന്നുമില്ല. നിങ്ങൾ ഞങ്ങളെ നല്ല രീതിയിൽ തന്നെയാണ് വളർത്തിയെന്ന് പറഞ്ഞ് ഹീറോയിൻ അവളുടെ അമ്മയെ സമാധാനപ്പെടുത്തുന്നു. പിന്നീട് ഹീറോയിനെ അവളുടെ ക്ലോസ് ഫ്രണ്ട് വിളിക്കുന്നുണ്ട്. നിനക്കാണെങ്കിൽ എപ്പോഴും പണം വേണം പണം വേണമെന്നല്ലേ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. നിനക്ക് ഒരു 5 ലക്ഷത്തിൻ്റെ ഡീലാണ് ഞാൻ കൊണ്ടുവന്നിരിക്കുന്നതെന്ന് പറയുമ്പോൾ ഹീറോയിൻ വല്ലാതെ അമ്പരപ്പോടെ തന്നെ, 5 ലക്ഷത്തിൻ്റെയോ? എന്തായാലും കുഴപ്പമില്ല, എന്ത് ജോലിയാണെങ്കിലും കുഴപ്പമില്ല, എന്താണെങ്കിലും പെട്ടെന്ന് തന്നെ പറയുമ്പോൾ ഹീറോയിൻ്റെ ഫ്രണ്ട് ആവട്ടെ ഒരു പയ്യനുണ്ടായിരുന്നു. അവനൊരു ഗേ ആണ്, മറ്റൊരു പയ്യനുമായിട്ട് റിലേഷൻഷിപ്പിലാണ്.
അവൻ്റെ അച്ഛനും അമ്മയും എബ്രോഡിലാണ്. കുറച്ച് നാളത്തേക്ക് ഈ വിവരം അവരറിയരുതെന്ന് അവൻ കരുതുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അവൻ സ്നേഹിക്കുന്ന പെൺകുട്ടിയാണെന്ന് പറഞ്ഞ് വിവാഹം കഴിക്കാൻ വേണ്ടി ഒരു പെൺകുട്ടിയെ അവർക്ക് മുമ്പിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യണം. കറക്റ്റായിട്ട് 2 വർഷം കഴിയുമ്പോൾ അയാൾ ഡിവോഴ്സ് ചെയ്യുകയും കൂടാതെ അതിന് പ്രതിഫലമായിട്ട് 5 ലക്ഷം രൂപ തരുമെന്ന് പറഞ്ഞിരിക്കുകയാണെന്ന് ഫ്രണ്ട് പറയുന്നുണ്ട്. ഇത് കേട്ട് കഴിഞ്ഞതും ഹീറോയിന് ഡബിൾ ഓക്കെ ആയിരുന്നു. വളരെയധികം സന്തോഷത്തോടെ തന്നെ നാളെ തന്നെ അവനെ കണ്ടുമുട്ടി വിവാഹം കഴിച്ച് 5 ലക്ഷം രൂപ വാങ്ങിക്കുമെന്ന് പറഞ്ഞ് തന്നെ അവൾ അവനെ കാണാനായി പുറപ്പെടുന്നു. ഇതേ സമയം തന്നെ നമ്മുടെ ഹീറോയെ ഇൻട്രൊഡ്യൂസ് ആക്കുന്നുണ്ട്. അവനാവട്ടെ വലിയ വലിയ കമ്പനികളുടെ ഒരേ ഒരു ഉടമയായിരുന്നു. അവരുടെ കുടുംബത്തിലെ ഒരേ ഒരു അനന്തരാവകാശിയും അവൻ തന്നെയാണ്. അതായത് അവൻ്റെ മുത്തശ്ശനും മുത്തശ്ശിക്കും മകനായിട്ട് അവൻ്റെ അച്ഛൻ മാത്രമേ ഉള്ളൂ. ഇപ്പോൾ അവൻ്റെ അച്ഛന് മകനായിട്ട് അവനൊരാൾ മാത്രമേ ഉള്ളൂ. ഹീറോയുടെ മൈൻഡ് സെറ്റിലുള്ളൊരു കാര്യം എന്തെന്ന് വെച്ചാൽ വിവാഹം കഴിഞ്ഞവരൊക്കെ കഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. പെണ്ണുങ്ങളാണെങ്കിൽ ഓരോ സമയം കലപിലേന്ന് ഓരോന്ന് ചോദിച്ചുകൊണ്ടിരിക്കുകയും എപ്പോഴും വഴക്കടിച്ചുകൊണ്ടേയിരിക്കും. അതുകൊണ്ട് തന്നെ അവനാവട്ടെ കല്യാണത്തിലൊന്നും യാതൊരു ഇൻട്രസ്റ്റും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ ഇവൻ വിചാരിക്കുന്ന കാര്യം എന്തെന്ന് വെച്ചാൽ എങ്ങനെയെങ്കിലും 2 വർഷത്തേക്ക് ഒരു ഫേക്ക് മാരേജ് ചെയ്യണമെന്നും എങ്കിൽ മാത്രമേ മുത്തശ്ശിനെ ശല്യം ചെയ്യാതിരിക്കൂ. ഇപ്പോഴാണെങ്കിൽ ഹോസ്പിറ്റലിൽ പോയി കിടക്കുകയാണെന്നാണ് അറിയാൻ സാധിച്ചത്. ഇന്ന് തന്നെ അവൻ്റെ കല്യാണം നടക്കണമെന്നായിരുന്നു അവരുടെ ആവശ്യം. എപ്പോഴും പോകുന്ന വഴിക്ക് 5 ലക്ഷത്തിൻ്റെ കാര്യം ഓർത്തുകൊണ്ട് പോയതുകൊണ്ടാവാം ഒരു ലക്ഷറി ആയിട്ടുള്ള കാറിൽ തന്നെ ഹീറോയിൻ ചെന്ന് അവളുടെ വാഹനം ഇടിപ്പിക്കുകയും അവളെ നിലത്തേക്ക് വീഴുകയും ചെയ്യുന്നുണ്ട്. ആ കാറിലൊന്ന് തൊട്ടതിന് ശേഷം ഭാഗ്യം അതിലൊരു പോറൽ പോലും സംഭവിച്ചിട്ടില്ല. എന്തെങ്കിലും പറ്റിയിരുന്നെങ്കിൽ തൻ്റെ ജീവിതമേ അവസാനിച്ച് പോയേനെന്ന് അവൾ മനസ്സിൽ വിചാരിക്കുന്നുണ്ട്. ഇതേ സമയം ഹീറോയുടെ അസിസ്റ്റന്റ് അവനോട് പറയുന്നതെന്ന് വെച്ചാൽ സാറാ പെൺകുട്ടിയോട് ഞാൻ വരാൻ പറഞ്ഞിട്ടുണ്ട്, ഡോക്യുമെന്റ്സ് എല്ലാം റെഡിയാണ്. ഡോക്യുമെന്റ്സ് സൈൻ ചെയ്തതിന് ശേഷം വിവാഹം രജിസ്റ്റർ ചെയ്യാന്ന് പറയുമ്പോൾ അവരെല്ലാവരും അവിടെ നിന്ന് പോകുന്നുണ്ട്. നേരെ സിവിൽ ബ്യൂറോയിലേക്കാണ് പോയത്. ഹീറോ അവിടെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്തായിരുന്നു ഹീറോയിനും അവിടേക്ക് കടന്നു വന്നത്. അവൾക്ക് അവിടെ വീഴ്ചയിൽ കാലിന് മുറിവ് സംഭവിച്ചിരുന്നു. മുടഞ്ഞൊക്കെയാണ് അവിടേക്ക് നടന്നു വന്നത്. ഹീറോയെ കണ്ടതും അവളുടെ മനസ്സിൽ ലഡ്ഡു പൊട്ടുന്നുണ്ട്. വേറെയൊന്നുമല്ല, 5 ലക്ഷം രൂപയും കിട്ടും. 2 വർഷത്തേക്ക് ഇത്ര ഹാൻസം ആയിട്ടുള്ള ഒരു യുവാവിന്റെ വൈഫായിട്ടിരിക്കണോ എന്നാലോചിച്ചിട്ട് അവൾക്ക് അതിയായ സന്തോഷം തോന്നി. സോറി, ഞാൻ ട്രാഫിക്കിൽ പെട്ടുപോയി, അതാണ് ഞാൻ ലേറ്റായി പോയി എന്ന് പറയുമ്പോൾ ഹീറോ ആവട്ടെ അവളുടെ കാലിൽ പറ്റിയിരിക്കുന്ന മുറിവ് നോട്ട് ചെയ്യുന്നുണ്ട്. എവിടെയോ വീണിട്ട് എഴുന്നേറ്റ് വന്നതാണെന്ന് അവന് മനസ്സിലാവുന്നുണ്ട്. ആദ്യം നീ ഇരുന്ന് സംസാരിക്കെന്ന് പറഞ്ഞ് ഹീറോ അവളോട് കസേരയിലേക്ക് ഇരിക്കാനായി ആവശ്യപ്പെടുന്നു. ഈ ഡോക്യുമെന്റ് നന്നായി ഒന്ന് വായിച്ചു നോക്കിയിട്ട് സൈൻ ചെയ്തതിനു ശേഷം നമുക്ക് സിവിൽ ബ്യൂറോയിലേക്ക് പോയി രജിസ്റ്റർ ചെയ്യാമെന്ന് ഹീറോ പറയുന്നുണ്ട്. അവൾ ആ ഡോക്യുമെന്റ്സ് എടുത്ത് വായിക്കാനായി പോകുന്നുണ്ട്. ആക്ച്വലി 5 ലക്ഷം രൂപയ്ക്ക് വേണ്ടിയിട്ടാണല്ലോ അവൾ ഈ വിവാഹത്തിന് തയ്യാറായത്. ഫ്രണ്ട് അങ്ങനെയാണല്ലോ അവളുടെ അടുത്ത് പറഞ്ഞത്. പക്ഷേ ആ ഡോക്യുമെന്റിലാവട്ടെ ഡിവോഴ്സിന് ശേഷം 1 കോടി രൂപ അവൾക്ക് ലഭിക്കുമെന്നാണ് കൊടുത്തിരിക്കുന്നത്. ഹീറോയിനാവട്ടെ ടെൻഷനിൽ ഇവര് നമ്പരൊക്കെ മാറ്റി മാറ്റി എഴുതിയിരിക്കുന്നതാണോ അതോ ഇനി ശരിക്കും ഇത്ര തുക തന്നെ നൽകുമോ, ഇതിനെ തുറന്നു ചോദിക്കണോ വേണ്ടയോ എന്നൊരു കുഴപ്പത്തിൽ തന്നെ അവൾ ചെന്നെത്തുന്നുണ്ട്. ആ ഡോക്യുമെന്റ് എടുത്തിട്ട് എന്ത് പറയണോ എന്ന് ആലോചിച്ചുകൊണ്ട് തന്നെ മുഖം മറച്ചവൾ ഇരിക്കുന്നുണ്ട്. ഇവൾ എന്തായി കാണിക്കുന്നതെന്ന് തന്നെ ഹീറോ മനസ്സിൽ വിചാരിച്ചുകൊണ്ട് തന്നെ മേഡം നിങ്ങൾക്ക് എന്തെങ്കിലും പ്രശ്നം തോന്നുന്നുണ്ടെങ്കിൽ അതെൻ്റെ കൂടെ ഡയറക്റ്റായി പറയുമെന്ന് പറഞ്ഞുകൊണ്ട് തന്നെ അവൻ ആ ഫയല് അവളുടെ മുഖത്തിനരികിൽ നിന്ന് പിടിച്ചു മാറ്റുന്നുണ്ട്. അവൻ്റെ മുഖം കണ്ടപ്പോൾ തന്നെ ഹീറോയിൻ ചിരിച്ചുകൊണ്ട് എനിക്ക് യാതൊരു ഡൗട്ടും ഇല്ല, എല്ലാത്തിനും ഓക്കെ ആണെന്ന് പറഞ്ഞ് വിവാഹത്തിന് സമ്മതമാണെന്ന് അവൾ അറിയിക്കുന്നു. വിവാഹം രജിസ്റ്ററും ചെയ്യുന്നുണ്ട്. വിവാഹ ഫോട്ടോയും അവരെടുക്കുന്നുണ്ട്. പക്ഷേ രണ്ടുപേരുടെ നിൽപ്പും ഭാവമൊന്നും ഒട്ടും സെറ്റല്ലായിരുന്നു. ഇങ്ങനെയുള്ള രണ്ടുപേർ എങ്ങനെ 2 വർഷക്കാലം ഒരുമിച്ച് ജീവിക്കുമെന്ന് തന്നെ ഇരുവരും മനസ്സിൽ ഒരുപോലെ വിചാരിക്കുന്നുണ്ട്. അങ്ങനെ അവരിരുവരും വിവാഹത്തിന്റെ എല്ലാ പ്രൊസീജിയറും കംപ്ലീറ്റ് ആക്കുന്നുണ്ട്. ഹീറോ ആവട്ടെ നിന്റെ കാലിന് മുറിവ് സംഭവിച്ചിട്ടുണ്ടല്ലോ, നമുക്ക് ഹോസ്പിറ്റലിലേക്ക് പോകാമെന്ന് പറയുന്നുണ്ട്. അതൊന്നും ഒരു പ്രശ്നമില്ല, വീട്ടിൽ ചെന്ന് ഓയിൻമെന്റ് ഇട്ടാൽ അപ്പോൾ തന്നെ മാറാവുന്നതേ ഉള്ളൂ. നിങ്ങൾക്ക് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ എന്നെ വിളിച്ചാൽ മതി, ഇപ്പോൾ ഞാൻ പോവുകയാണ്. വൈഫൈ എപ്പോൾ ആക്ട് ചെയ്യണമെന്നൊന്ന് വിളിച്ചു പറഞ്ഞാൽ മതി, അപ്പോൾ തന്നെ എത്തിക്കോളാമെന്ന് പറയുന്നുണ്ട്. തുടർന്ന് ഹീറോയും അവിടെ നിന്ന് പോകുന്നു. കാറിന്റെ അരികിൽ എത്തിയപ്പോഴാണ് അവനൊരു കോള് വരുന്നത്. ഞാൻ ട്രാഫിക്കിൽ പെട്ടുപോയി, കുറച്ചു നേരത്തിനകം തന്നെ അവിടെ എത്തിച്ചേരുന്നതായിരിക്കുമെന്ന് അറിയിക്കുന്നുണ്ട്. അത് വേറെ ആരുമായിരുന്നില്ല, അവൻ വിവാഹം കഴിക്കാനിരുന്ന ആ പെൺകുട്ടിയായിരുന്നു. ഉടനടി തന്നെ അസിസ്റ്റന്റിനോട് ഹീറോ ഫയർ ചെയ്യുന്നുണ്ട്. നിന്നെയൊക്കെ ജോലിക്കെടുത്ത് എന്നെ വേണം പറയാൻ, ഒരു ജോലി നീയൊന്നും കൃത്യമായി ചെയ്യില്ലേ? ഊരും പേരും അറിയാത്ത ഒരുത്തെ വിവാഹം കഴിച്ചിരിക്കുകയാണ്, അവൾ തന്നെ പറ്റിച്ചെന്ന് തോന്നുന്നു. അവളെക്കുറിച്ചുള്ള എല്ലാ ഡീറ്റെയിൽസും ഇപ്പോൾ തന്നെ തനിക്ക് അറിയണമെന്ന് പറഞ്ഞ് അസിസ്റ്റന്റ് കയ്യിൽ ഹീറോയുടെ മാരേജ് സർട്ടിഫിക്കറ്റ് ഏൽപ്പിക്കുന്നുണ്ട്. ഇതേ സമയം തന്നെ വീട്ടിലേക്ക് എത്തിയ ഹീറോയിനാവട്ടെ 2 വർഷം കഴിയുമ്പോൾ 1 കോടി രൂപ തനിക്ക് ലഭിക്കും. എത്ര കഷ്ടപ്പെട്ടാലും അത്രയൊന്നും തന്നെ കൊണ്ട് സമ്പാദിക്കാൻ സാധിക്കില്ല. ഈ പണത്തിന് ഈസിയായി തന്നെ അമ്മയ്ക്ക് ഒരു വീട് വാങ്ങി നൽകാമെന്ന് അവൾ സന്തോഷത്തോടെ മനസ്സിൽ വിചാരിക്കുമ്പോൾ തന്നെയായിരുന്നു അവളുടെ ഫ്രണ്ട് അവളെ വിളിക്കുന്നത്. എന്താടി ഇത്ര നേരമായി അവനവിടെ വെയിറ്റ് ചെയ്തിരിക്കുക, നീ ഇതുവരെ പോയില്ലേന്ന് ചോദിച്ച് ഹീറോയിന്റെ ഫ്രണ്ട് അവിടെ അവളോട് ദേഷ്യപ്പെടുന്നുണ്ട്. എന്തോന്ന് പോയില്ലെന്നോ, എന്റെ വിവാഹമേ കഴിഞ്ഞു എന്ന് ഹീറോയിൻ പറയുമ്പോൾ വിവാഹം കഴിഞ്ഞെന്നോ, ഇപ്പോഴാ പയ്യൻ വിളിച്ചിട്ട് നീ എന്താ വരാത്തതെന്ന് ചോദിച്ചു. ഇത് കേട്ടപ്പോൾ ഇരുവരും ഒരുപോലെ ഷോക്കാവുന്നുണ്ട്. അയ്യോ തീർന്ന്, ഏതോ ഒരു തന്നെ സ്കാം ചെയ്തെന്നാണ് തോന്നുന്നത്. പക്ഷെ ഞാൻ എഗ്രിമെന്റിലൊക്കെ സൈൻ ചെയ്ത് കൊടുത്തല്ലോ എന്ന് തന്നെ ഹീറോയിൻ പരിഭ്രാന്തിയോടെ ഫ്രണ്ടിന്റെ കൂടെ പറയുന്നുണ്ട്. അപ്പോഴേക്കും ഹീറോയിൽ നിന്ന് അവൾക്ക് മെസ്സേജ് ലഭിക്കുന്നുണ്ട്. ഇന്ന് നൈറ്റ് 7 o'clock ഒരു ഹോട്ടലിൽ മീറ്റ് ചെയ്യണമെന്ന് പറഞ്ഞുകൊണ്ട് തന്നെ അവിടുത്തെ ലൊക്കേഷൻ അവൾക്ക് അയച്ചു കൊടുക്കുന്നു. ഈ മഹാഭാവി എന്നെ പറ്റിച്ച് വിവാഹം കഴിച്ചതും പോരാ, ഹോട്ടലിലേക്ക് വിളിക്കുന്നു എന്ന് വിചാരിച്ചുകൊണ്ട് തന്നെ ഹീറോയിൻ അവനെ തെറ്റിദ്ധരിക്കുകയും ചെയ്യുന്നുണ്ട്. ഇതേ സമയം ഹീറോ ആവട്ടെ ഒരു മീറ്റിംഗ് അറ്റൻഡ് ചെയ്ത് അത് അവസാനിപ്പിക്കുന്ന സമയമായിരുന്നു. അപ്പോഴാണ് ഹീറോയിന്റെ വോയിസ് മെസ്സേജ് വരുന്നത്.
സോറി സാർ, നിങ്ങൾ പറഞ്ഞ ഈ ഹോട്ടൽ ഇവിടെ നിന്ന് ഒരുപാട് ദൂരെയാണ്. ഞാൻ പറയുന്ന സ്ഥലത്തേക്ക് നിങ്ങൾക്ക് വരാൻ പറ്റുമോ എന്നവൾ ചോദിച്ചുകൊണ്ടുള്ള ഒരു വോയിസ് നോട്ടായിരുന്നു അത്. സൗണ്ട് കുറയ്ക്കാത്തത് കൊണ്ട് തന്നെ എല്ലാവരും ഇത് കേൾക്കുന്നുണ്ട്. എല്ലാവരും ഷോക്കായി ഹീറോയെ നോക്കുന്നു. ഹീറോ ആണെങ്കിൽ മാനം നഷ്ടപ്പെട്ടു പോയൊരു അവസ്ഥയിൽ തന്നെ ഇരിക്കുകയായിരുന്നു. കുറച്ചു നേരങ്ങൾക്ക് ശേഷം ഈ സ്ഥലത്ത് വന്ന് എന്നെ മീറ്റ് ചെയ്യാമെന്ന് ചോദിച്ച് ഹീറോയിൻ മറ്റൊരു ലൊക്കേഷൻ അവനെ അയക്കുന്നുണ്ട്. ഹീറോയും അതിന് സമ്മതം അറിയിക്കുന്നുണ്ട്. ഇപ്പോഴാണ് ഹീറോയുടെ അസിസ്റ്റന്റ് ഹീറോയിനെ കുറിച്ചുള്ള എല്ലാ ഇൻഫോർമേഷനും കളക്ട് ചെയ്ത് അവന്റെ അരികിലേക്ക് കൊണ്ടുവന്ന് വെക്കുന്നത്. അസിസ്റ്റന്റ് അവിടെ ഹീറോ എടുത്ത് പറയുന്നുമുണ്ട്, നിങ്ങൾ കരുതുന്ന പോലെ അത്ര കുഴപ്പക്കാരിയൊന്നുമല്ല പെൺകുട്ടിയെന്ന്. അവൾ നല്ലവളാണോ മോശക്കാരിയാണോ, അവൾ എന്തിനു വേണ്ടിയിട്ടാണ് ഈ വിവാഹം കഴിച്ചതെന്നുള്ള കാര്യങ്ങൾ അറിയുന്നത് വരെ താനാണ് ബയോക്രബ്സിന്റെ ഓണറെന്ന് ആരും അറിയരുതെന്ന് തന്നെ ഹീറോ അസിസ്റ്റന്റിനെ താക്കീത് ചെയ്യുന്നുണ്ട്. ബയോക്രബ്സ് ഹീറോയുടെ കമ്പനിയാണ്. അസിസ്റ്റന്റും അതിന് സമ്മതം മൂളുന്നുണ്ട്. പിന്നീട് ഹീറോ ആവട്ടെ ഒരു സാധാരണക്കാരനെ പോലെ ഡ്രസ്സ് ധരിച്ച്, അതായത് ഒരു സാധാരണ എംപ്ലോയി, മാസ വരുമാനമുള്ള ഒരു വ്യക്തിയെ പോലെ വസ്ത്രങ്ങൾ ധരിക്കുകയും ഒരുപാട് ഉപയോഗിച്ച പഴകിയൊരു കാറ് കൊണ്ടുവരാനും അസിസ്റ്റന്റിനോട് ആവശ്യപ്പെടുന്നുണ്ട്. സാർ, നിങ്ങൾ പറഞ്ഞതനുസരിച്ച് ഒരുപാട് ഉപയോഗിച്ച ഒരു കാറ് കൊണ്ടുവന്നിട്ടുണ്ടെന്ന് അസിസ്റ്റന്റ് പറയുമ്പോൾ തന്നെ എന്നെ കണ്ടാൽ ഇപ്പോൾ ഒരു മിഡിൽ ക്ലാസ് പയ്യനെ പോലെ തോന്നുന്നുണ്ടോ? തീർച്ചയായും സാർ, നിങ്ങളെ കണ്ടാൽ ഇപ്പോൾ അങ്ങനെ പറയത്തുള്ളൂ. ധൈര്യമായി തന്നെ പൊക്കോളൂ എന്ന് അസിസ്റ്റന്റും പറയുന്നു. അങ്ങനെ അവനാവട്ടെ കാർ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. പക്ഷേ ഇടിച്ചിടിച്ചാണ് മുന്നോട്ട് നീങ്ങിക്കൊണ്ടിരുന്നത്. അവനാണെങ്കിൽ വല്ലാതെ ദേഷ്യവും വരുന്നുണ്ടായിരുന്നു. ഞാൻ നിന്നോട് കുറച്ച് ഉപയോഗിച്ച കാർ എടുത്തോണ്ട് വരണമെന്ന് പറഞ്ഞ് ഇങ്ങനെ മോശമായ ഓടാത്ത കാറാണോ എടുത്തോണ്ട് വരുന്നതെന്ന് ചോദിക്കുന്നുണ്ട്. എന്തു തന്നെയായാലും ഇതിൽ നിന്ന് ഇറങ്ങരുത് സാർ, എത്ര കഷ്ടപ്പെട്ടായാലും ഇത് തന്നെ ഡ്രൈവ് ചെയ്തുകൊണ്ട് പോകൂ. ഇപ്പോൾ തന്നെ ഒരുപാട് സമയം വൈകി, ഇനി മറ്റൊരു കാറ് കണ്ടുപിടിക്കുക അസാധ്യമാണെന്ന് തന്നെ അസിസ്റ്റന്റ് പറയുന്നു. ബാക്കിക്ക് നിനക്ക് ഞാൻ വന്നിട്ട് തരാം, ഇപ്രാവശ്യം നിനക്ക് ബോണസും ഇല്ല എക്സ്ട്രാ സാലറിയും ഇല്ല എന്ന് പറഞ്ഞിട്ട് തന്നെ ഹീറോ കാറും എടുത്തുകൊണ്ട് അവിടെ നിന്ന് പോകുന്നു. അവൻ പോയതിനു ശേഷം അസിസ്റ്റന്റ് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നുണ്ട്. ആക്സിഡന്റ് വരാൻ പറ്റിയാൽ ചെറിയ മുറിവുകൾ വല്ലതും സംഭവിച്ചാൽ മതിയായിരുന്നു, തട്ടിയെങ്ങാനും പോയാൽ തന്റെ ജോലി നഷ്ടപ്പെട്ടു പോകുമല്ലോ എന്ന്. പിന്നീട് നമ്മുടെ ഹീറോയിനെ കാണിക്കുന്നുണ്ട്. അവളാവട്ടെ ചെറിയൊരു ലേഡീസ് സലൂൺ നടത്തിക്കൊണ്ട് പോവുകയായിരുന്നു. അതേസമയം തന്നെ അവളെ കാണാനായിട്ട് ഹീറോയും അവിടെ എത്തുന്നുണ്ട്. അവൻ വളരെ ഹാൻസം ആയതുകൊണ്ട് തന്നെ കാണുമ്പോഴേക്കും അവളാവട്ടെ അവനെ സൈറ്റ് അടിച്ചുകൊണ്ടേയിരുന്നു. ഹീറോ ആവട്ടെ അവളെ കൂട്ടിക്കൊണ്ടുപോയി എല്ലാ സത്യങ്ങളും അവളോട് വെളിപ്പെടുത്തുന്നുണ്ട്. വലിയൊരു തെറ്റ് തന്നെയാണ് സംഭവിച്ചത്, നിങ്ങളുടെ ഭാഗത്ത് തെറ്റ് പറയാൻ സാധിക്കില്ല, ഞാനും മറ്റു കാര്യങ്ങളൊന്നും അന്വേഷിച്ചില്ലല്ലോ എന്ന് അവളും പറയുന്നുണ്ട്. അതിനുശേഷം അവൾ പറയുന്നത് എന്തെന്ന് വെച്ചാൽ, നിങ്ങളോട് കള്ളം പറയേണ്ട കാര്യമൊന്നുമില്ല, ഞാൻ പണത്തിന് വേണ്ടിയിട്ടാണ് വിവാഹം കഴിക്കാൻ തീരുമാനിച്ചത് തന്നെ. അതുമാത്രമല്ല, ഞാൻ വിവാഹം കഴിക്കാനിരുന്ന പയ്യൻ ഒരു ഗേ കൂടിയാണ്, അതുകൊണ്ട് എനിക്ക് സേഫ്റ്റിയും കൂടി ഉറപ്പാക്കുമല്ലോ. ആ ഒരു വിശ്വാസത്തിലാണ് ഞാൻ ഈ വിവാഹത്തിന് സമ്മതിച്ചത്. പക്ഷെ ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നു ഞാൻ ഒരിക്കലും കരുതിയിരുന്നില്ല. നാളെ തന്നെ നിങ്ങൾക്ക് ഡിവോഴ്സ് നൽകാമെന്നും അവൾ കൂട്ടിച്ചേർക്കുന്നുണ്ട്. എന്തായി നടക്കുന്നത്? ഇവളൊരു മോശക്കാരിയാണെന്നല്ലേ താൻ കരുതിയിരുന്നത്? തന്റെ കയ്യിൽ നിന്ന് പണം തട്ടിയെടുക്കാൻ വേണ്ടിയിട്ടാണ് അവൾ ഇങ്ങനെയൊക്കെ ചെയ്തതെന്നാണ് താൻ കരുതിയിരുന്നതും. എന്നിട്ട് അവസാനം വന്നപ്പോൾ അവൾ തന്നെ തന്നോട് സത്യങ്ങളെല്ലാം വെളിപ്പെടുത്തിയിരിക്കുകയാണല്ലോ എന്ന് ഹീറോ മനസ്സിൽ വിചാരിക്കുന്നുണ്ട്. അപ്പോഴേക്കും ഹീറോ അവന്റെ സിറ്റുവേഷനും പറയുന്നുണ്ട്. അവന്റെ മുത്തശ്ശിക്ക് വേണ്ടിയിട്ടാണ് അവൻ ഈ വിവാഹത്തിന് സമ്മതിച്ചതെന്നും അല്ലാതെ തനിക്ക് വിവാഹത്തിലൊന്നും യാതൊരു ഇൻട്രസ്റ്റ് ഇല്ലെന്നും. എന്തായാലും നമ്മുടെ വിവാഹം നടന്നല്ലോ, പിന്നെന്തിനാ ഡിവോഴ്സിനെ കുറിച്ചൊക്കെ ചിന്തിക്കുന്നത്? 2 വർഷം കഴിയുമ്പോൾ ഞാൻ തരാമെന്ന് പറഞ്ഞ പണം തന്നു കഴിഞ്ഞാൽ നമ്മൾ തമ്മിലുള്ള ഡീല് കഴിഞ്ഞു. ഇതിലിപ്പോൾ എന്താ ഉള്ളതെന്ന് അവൻ ചോദിക്കുമ്പോൾ തന്നെ ഹീറോയിനും സമ്മതമാണെന്നുള്ള രീതിയിൽ അവനോട് സംസാരിക്കുന്നു. കാരണം ആ യുവാവട്ടെ 5 ലക്ഷം രൂപയല്ല തരാമെന്ന് പറഞ്ഞത്, ഇവനാണെങ്കിൽ 1 കോടി രൂപയും. ഹീറോ ആവട്ടെ അവളുടെ ഫാമിലിയെ കുറിച്ചൊക്കെ അന്വേഷിക്കുന്നുണ്ട്. ഓൾറെഡി എല്ലാ കാര്യങ്ങളും അവൻ അറിയാവുന്നതാണല്ലോ. എന്നിരുന്നാലും ഹീറോയിൻ അവളുടെ ഫാമിലിയെ കുറിച്ച് പറയുന്നുണ്ട്. അവളെന്തായാലും കള്ളം പറയുന്നൊന്നും അറിയാൻ വേണ്ടിയിട്ടാണ് അവളുടെ ഫാമിലിയെ കുറിച്ച് അവൻ ചോദിച്ചത്. എന്തായാലും ഹീറോയിൻ സത്യസന്ധമായി തന്നെ അവളുടെ കാര്യങ്ങളെല്ലാം വെളിപ്പെടുത്തുന്നു. എൻ്റെ അമ്മയ്ക്ക് വേണ്ടി ഒരു വീട് വാങ്ങണം, ലൈഫിൽ ഞാൻ സെറ്റിൽ ആവുമ്പോഴത്തേക്കും എൻ്റെ സ്വന്തം വീട്ടിൽ വേണം അവരെ താമസിപ്പിക്കാൻ. ഈ ഒരു ആഗ്രഹം മാത്രമേ തനിക്കുള്ളൂ. താൻ ഇതിനു വേണ്ടിയിട്ടാണ് ഇത്രത്തോളം കഷ്ടപ്പെടുന്നതും. അതിനിടയിൽ എൻ്റെ കല്യാണത്തെ പറ്റിയോ ലവിനെ പറ്റിയോ ഒന്നും ആലോചിക്കാൻ പോലും എനിക്ക് ടൈമില്ല എന്ന് അവൾ പറയുമ്പോൾ തന്നെ ഹീറോ എന്തോ പറയാനായി വരുന്നുണ്ട്. അതേസമയം തന്നെ ഹീറോയിൻ്റെ കസിനും അവളുടെ ഫിയാൻസി ഉണ്ടല്ലോ, ഹീറോയിന് വേണ്ടി ആദ്യം ബ്ലൈൻഡ് ഡേറ്റിൽ ഫിക്സ് ചെയ്തിരുന്ന ആ യുവാവും കൂടി അവിടേക്ക് വരുന്നുണ്ട്. കസിൻ ആവട്ടെ ഹീറോയിൻ്റെ അടുത്ത് വന്ന് പറയുന്നുണ്ട്, ഞാനാവട്ടെ എൻ്റെ വെഡിങ് മേക്കപ്പിന് വേണ്ടി ഒരു വലിയ സലൂണിൽ പോയി ബുക്ക് ചെയ്തിട്ട് വന്നതാണ്, നിന്റെ അടുത്ത് വരണമെന്ന് കരുതിയതാണ്. പക്ഷേ നീ യൂസ് ചെയ്യുന്നതൊക്കെ ലോക്കൽ പ്രൊഡക്റ്റ് അല്ലേ, അപ്പോൾ ആ പ്രൊഡക്റ്റൊക്കെ എൻ്റെ ഫേസിൽ യൂസ് ചെയ്താൽ എൻ്റെ ഫേസിൻ്റെ അവസ്ഥ എന്താവും? അതെനിക്ക് സെറ്റ് ആവില്ല എന്ന് പറയുമ്പോൾ തന്നെ നിന്റെ കല്യാണ ദിവസം ഞാൻ എന്തായാലും ഫ്രീ ആയിരിക്കില്ല, എനിക്ക് ഒരുപാട് വർക്കുകളുണ്ട്, അതുകൊണ്ട് നീ വർക്കിനെ എന്നെ വിളിച്ചാൽ പോലും എനിക്ക് എന്തായാലും ചെയ്തു തരാൻ സാധിക്കില്ല എന്ന് ഹീറോയിൻ പറയുന്നുണ്ട്. ഇപ്പോഴും നിനക്ക് എന്നോട് ദേഷ്യമാണെന്നാണ് തോന്നുന്നത്. നീ കല്യാണം കഴിക്കാതിരുന്നവനല്ലേ ഞാൻ കല്യാണം കഴിക്കുന്നത്, ഇതൊന്നും എൻ്റെ തെറ്റുകൊണ്ട് സംഭവിച്ചതല്ല. ഞാനെന്ത് ചെയ്യാനാണ്? അവൻ എൻ്റെ സൗന്ദര്യം കണ്ട് മയങ്ങിപ്പോയി. ഞാനെന്ത് ചെയ്യാനാണ്? അത് ശരിയാണ്, നീ കാണാൻ വളരെ സുന്ദരി തന്നെയാണ്, നിന്റെ അഴക് കണ്ട് അവൻ മയങ്ങിപ്പോയാണെന്ന് പറഞ്ഞ് ഹീറോയിനും അവളെ കളിയാക്കിക്കൊണ്ട് സംസാരിക്കുന്നുണ്ട്. ആ പെൺകുട്ടിയുടെ സംസാരത്തിൽ നിന്ന് തന്നെ ഹീറോയിനെ ഇൻസൾട്ട് ചെയ്താണ് അവൾ സംസാരിക്കുന്നതെന്ന് ഹീറോയ്ക്ക് മനസ്സിലാവുന്നുണ്ട്. നീ എവിടെയാണ് വർക്ക് ചെയ്യുന്നതെന്ന് ഹീറോ യുവാവിനോട് തിരക്കുന്നുണ്ട്. പി ഗ്രൂപ്പിലെ ടെക്നോളജി ഡിസൈൻ ഡിപ്പാർട്ട്മെന്റിലാണ് താൻ വർക്ക് ചെയ്യുന്നതെന്ന് അവൻ പറയുന്നുണ്ട്. അങ്ങനെയാണോ? കമ്പനിയിൽ അങ്ങനെ ഒരു ഡിപ്പാർട്ട്മെന്റ് ഉള്ളതായി താൻ ഇതുവരെ കേട്ടിട്ടില്ലല്ലോ എന്ന് തന്നെ ഹീറോ പറയുന്നുണ്ട്. അതൊക്കെ നിനക്കെങ്ങനെ അറിയാം? നിന്നെ കണ്ടാൽ തന്നെ ഒരു പിച്ചക്കാരനെ പോലെ ഇരിക്കുകയാണ്, പിന്നെങ്ങനെയാണ് പി ഗ്രൂപ്പിന്റെ ഡിപ്പാർട്ട്മെന്റുകളെ കുറിച്ച് നീ അറിയുന്നതെന്ന് ചോദിച്ചു തന്നെ അവനാവട്ടെ ഹീറോയെ കളിയാക്കുന്നുണ്ട്. ശരിക്കും അത് ഹീറോയുടെ ഒരു കമ്പനിയായിരുന്നു. അവനാവട്ടെ അവനെ അറിയാവുന്ന കാര്യങ്ങളെ പറ്റിയെല്ലാം അവിടെ വെച്ച് പറയുകയും ചെയ്യുന്നുണ്ട്. അയ്യോ, ഇവൻ ഈ കമ്പനിയെ കുറിച്ചൊക്കെ എങ്ങനെ അറിയാം എന്നൊക്കെ ആലോചിച്ചിട്ട് ആ യുവാവിന് വല്ലാത്ത ഭയം തോന്നുന്നുണ്ട്.
ചിലപ്പോൾ താൻ ആ കമ്പനിയിൽ വർക്ക് ചെയ്യുന്നില്ല എന്നുള്ള സത്യം പോലും അവൻ കണ്ടുപിടിക്കുമെന്ന് ആ യുവാവ് വല്ലാതെ ഭയപ്പെട്ടു. ശരിക്കും അങ്ങനെ ഒരു ഡിപ്പാർട്ട്മെന്റും ഇല്ല, അവൻ ആ കമ്പനിയിൽ ജോലി ചെയ്യുന്നുമില്ല. അവിടെ ഒരു ജോലി ഉണ്ടെന്ന് പറഞ്ഞു പറ്റിക്കുകയായിരുന്നു തോന്നുന്നു. ഇവരോടൊക്കെ സംസാരിച്ചിട്ട് ഒരു കാര്യവുമില്ല എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ ധൃതിയിൽ ആ പെൺകുട്ടിയും കൂട്ടി അവരവിടം വിട്ട് പോകുന്നുണ്ട്. എൻ്റെ മുത്തശ്ശിയെ കാണാൻ പോകുമ്പോൾ തീർച്ചയായും ഞാൻ നിങ്ങളെ കൂടെ കൂട്ടുന്നതായിരിക്കും, എൻ്റെ കൂടെ വരണമെന്ന് ഹീറോ പറയുമ്പോൾ ഹീറോയിനും അതിന് സമ്മതം അറിയിക്കുന്നു. അങ്ങനെ ഹീറോ അവിടെ വിട്ട് പോകുന്നുണ്ട്. ഹീറോയിൻ്റെ കസിനും അവളുടെ ഫിയാൻസിയും അവിടെ വിട്ട് പോയിട്ടുണ്ടായിരുന്നില്ല. ഹീറോ കാറിലേക്ക് കയറി കാർ സ്റ്റാർട്ടാക്കാൻ നോക്കുന്നുണ്ടെങ്കിലും സ്റ്റാർട്ടാവുന്നുണ്ടായിരുന്നില്ല. നേരത്തെ അകത്ത് വെച്ച് ഏതാണ്ടൊക്കെയോ പ്രസംഗിക്കുന്ന കേട്ടായിരുന്നല്ലോ, ഇപ്പോൾ കാർ സ്റ്റാർട്ടാവുന്നില്ലേ എന്ന് ചോദിച്ച് അവർ കളിയാക്കുന്നുണ്ട്. പിന്നീട് അത് സ്റ്റാർട്ടാവുന്നുണ്ടെങ്കിലും വീണ്ടും അത് ഇടിച്ചു നിൽക്കുന്നുണ്ട്. ഇതൊക്കെ കണ്ടിട്ട് വീണ്ടും അവർ കളിയാക്കുന്നുണ്ട്. ആ അസിസ്റ്റന്റിനെ എൻ്റെ കയ്യിൽ കിട്ടിയാൽ അവനെ തീർച്ചയായും താനെന്ന് ശരിയാക്കുമെന്ന് തന്നെ ഹീറോ മനസ്സിൽ വിചാരിക്കുന്നുണ്ട്. അങ്ങനെ ഹീറോയിനെ മീറ്റ് ചെയ്യാനായി അവളുടെ ഫ്രണ്ട് വരുന്നുണ്ട്. അതിനുശേഷം അവൾ നടന്ന കാര്യങ്ങളെല്ലാം ഫ്രണ്ടിൻ്റെ കൂടെ തുറന്നു പറയുന്നു. കഴിയുമെങ്കിൽ 2 വർഷത്തിനകത്ത് തന്നെ ഞാൻ അവനെ വിളിച്ച് കുപ്പിയിലാക്കും, അത്രത്തോളം ഹാൻസം ആണവൻ. ദയവ് ചെയ്ത് നീ എന്തെങ്കിലും പ്രയോജനമുള്ള കാര്യത്തെപ്പറ്റി പറ. വെറുതെ ഇങ്ങനെ യാതൊരു പ്രയോജനമില്ലാത്ത കാര്യത്തെപ്പറ്റി പറഞ്ഞുകൊണ്ടിരിക്കാതെ നിനക്ക് തീർത്തും ഗുണം ചെയ്യില്ല എന്ന് പറഞ്ഞ് എന്നെ ഫ്രണ്ട് അവളെ വഴക്ക് പറയുന്നുണ്ട്. പിന്നീട് ഹീറോയിൻ്റെ അമ്മ അവളെ അർജന്റായി വീട്ടിലേക്ക് വിളിപ്പിക്കുന്നുണ്ട്. വേറൊന്നും അല്ലായിരുന്നു, ഹീറോയിന് ഒരു സഹോദരി ഉണ്ടായിരുന്നല്ലോ, അവളൊരു പയ്യനുമായി ഇഷ്ടത്തിലായിരുന്നു. ആ പയ്യൻ്റെ കൂടെ ഏതോ ഒരു നാട്ടിലേക്ക് അവൾ പോയിരിക്കുകയാണ്. ആ നാട്ടിൽ നിന്ന് ആ പെൺകുട്ടിക്ക് കോൾ ചെയ്യാൻ സാധിച്ചതുമില്ല. ഹീറോയിൻ്റെ അമ്മയ്ക്കാവട്ടെ അവളെ വിളിക്കാൻ സാധിച്ചതുമില്ല. ഒരു ഉൾപ്രദേശത്തേക്കാണ് ഹീറോയിൻ്റെ സഹോദരി പോയിരിക്കുന്നത്. അവളുടെ അമ്മയാവട്ടെ ഭയത്തോടെ തന്നെ ഹീറോയിൻ്റെ അടുത്ത് പറയുന്നുണ്ട്. അവളിപ്പോൾ എവിടെ പോയെന്നോ ആരോടൊപ്പം ആണെന്നോ ഉള്ളതൊന്നും തനിക്ക് അറിയില്ല, എന്താ ചെയ്യുകയെന്ന് അവർ ചോദിക്കുന്നുണ്ട്. താൻ ആ നഗരത്തിലേക്ക് പോവാമെന്നും ഹീറോയിൻ പറയുന്നുണ്ട്. എന്നാൽ നീ ഒരു പെൺകുട്ടി തനിച്ചെങ്ങനെയാണ് അവിടെ പോവുക? ഞാൻ വേണമെങ്കിൽ നിന്റെ സഹോദരിയുടെ ഹസ്ബൻഡിൻ്റെ അടുത്തും കൂടി പറയാം, അവനും കൂടി കൂടെ വരട്ടെ എന്ന് പറയുമ്പോൾ ആ സാധനത്തിനെ വിളിക്കുന്നതിലും നല്ലത് ഞാൻ തനിച്ച് തന്നെ പോകുന്നതാ, അയാൾ ഏത് സമയം വെള്ളമാണെന്ന് അമ്മയ്ക്ക് അറിയില്ലേ എന്ന് തന്നെ അവൾ ചോദിക്കുന്നുണ്ട്. ഇതേ സമയം തന്നെ ഹീറോ അവൾക്ക് കോൾ ചെയ്യുന്നുണ്ട്. നാളെ നമുക്ക് ഇരുവർക്കും എൻ്റെ മുത്തശ്ശിയെ മീറ്റ് ചെയ്യാൻ പോകാം, നീ റെഡിയായി നിൽക്കണമെന്ന് പറയുമ്പോൾ നാളെ എനിക്ക് വരാൻ സാധിക്കില്ല, അർജന്റായി ഇന്ന് നൈറ്റ് തന്നെ എനിക്കൊരു സ്ഥലം വരെ പോകണം, നാളെ രാവിലെ തിരിച്ചെത്തുമോന്ന് അറിയില്ല എന്ന് ഹീറോയിൻ പറയുന്നുണ്ട്. ഇത് കേട്ടതും ഹീറോയ്ക്ക് ദേഷ്യം വരുന്നുണ്ട്. നമ്മളിരുവരും ഒരു അണ്ടർസ്റ്റാൻഡിങ്ങിൽ തന്നെയല്ലേ വിവാഹിതരായത്, അപ്പോൾ നീ വരേണ്ടതല്ലേ എന്ന് ചോദിക്കുമ്പോൾ നിങ്ങൾ എന്നെ ദയവ് ചെയ്ത് മനസ്സിലാക്കണം, ഞാനൊരു എമർജൻസി സിറ്റുവേഷനിലാണ് ഉള്ളത്, നിങ്ങൾക്കിത് സെറ്റ് ആവുന്നില്ല എന്ന് തോന്നുന്നുണ്ടെങ്കിൽ തീർച്ചയായും ഞാൻ നിങ്ങൾക്ക് ഡിവോഴ്സ് നൽകാൻ വേണമെങ്കിൽ ഫൈൻ കൂടെ നൽകാമെന്നും അവൾ പറയുന്നുണ്ട്. തുടർന്ന് കോള് കട്ട് ചെയ്യുകയും ചെയ്യുന്നുണ്ട്. ഇവള് നല്ലൊരു പെൺകുട്ടിയാണെന്നാണ് ഞാൻ പോലും കരുതിയിരുന്നത്, പക്ഷെ എത്ര അഹങ്കാരത്തോടാണ് തന്നോട് സംസാരിച്ചത്. താൻ ഇനി എന്ത് ചെയ്യുമെന്ന് ആലോചിച്ച് തന്നെ ഹീറോ വല്ലാതെ ടെൻഷൻ ആവുന്നുണ്ട്. എന്താന്ന് വെച്ചാൽ മുത്തശ്ശിയെടുത്തവൻ ഇതിനോടൊക്കെ തന്നെ വിവാഹം കഴിഞ്ഞു എന്ന് പറഞ്ഞെന്ന് തോന്നുന്നു. കുറച്ച് സമയങ്ങൾക്ക് ശേഷം വീണ്ടും ഹീറോ അവളെ വിളിക്കുന്നുണ്ട്. നിനക്ക് എവിടെ പോകണ്ടേന്ന് വെച്ചാൽ പറ, ഞാൻ തന്നെ പിക്ക് ചെയ്ത് അവിടെ കൂട്ടിക്കൊണ്ട് ചെന്നാക്കാം, അതുമാത്രമല്ല നേരത്തെ വരുവാണെന്നുണ്ടെങ്കിൽ മുത്തശ്ശിയെ നാളെ മീറ്റ് ചെയ്യാമല്ലോ എന്നും അവൻ പറയുന്നുണ്ട്. അതിന് ഹീറോയിനാവട്ടെ ഇതെന്റെ പേഴ്സണൽ മാറ്ററാണ്, ഫാമിലി മാറ്ററാണെന്ന് അവനോട് പറയുന്നുണ്ട്. ഞാൻ ഈ വക കാര്യത്തിലൊന്നും തലയിടില്ല, പക്ഷെ നിന്നെ അവിടെ കൂട്ടിക്കൊണ്ട് ചെന്നാക്കാമെന്ന് അവൻ പറയുന്നുണ്ട്. ശരി, ഞാൻ ലൊക്കേഷൻ അയക്കാന്ന് പറഞ്ഞ് ഹീറോയിൻ അവളുടെ വീട്ടിന്റെ ലൊക്കേഷൻ അവൻ അയച്ചു കൊടുക്കുന്നുണ്ട്. ഹീറോയ്ക്ക് അവിടെ ഒരു കസിൻ ഉണ്ടായിരുന്നു. കല്യാണം കഴിച്ചു, അതൊരു റിയൽ ആയിട്ടുള്ള കല്യാണം വേണ്ടായിരുന്നോ കഴിക്കാൻ, എന്തിനാ ആവശ്യമില്ലാത്ത തലവേദനകളൊക്കെ എടുത്തു വെക്കുന്നതെന്ന് തന്നെ കസിൻ ചോദിക്കുന്നുണ്ട്. ആവശ്യമില്ലാതെ എൻ്റെ കാര്യത്തിൽ നീ തലയിടരുത്, ഞാൻ സീരിയസ് ആയിട്ട് തന്നെയാണ് ഈ പറയുന്നത്. ആ പെൺകുട്ടിയെ നിനക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിലും എന്താ, അവൾ നിന്നെ പറ്റിച്ചിട്ട് പോയാലും നിനക്ക് മറ്റൊരു വിവാഹം കഴിക്കാമെന്നതേ ഉള്ളൂ. എന്നിട്ട് പോലും ഈ രാത്രിയിൽ അവൾക്ക് എവിടെ പോകണമെന്ന് പറഞ്ഞു നിന്നപ്പോൾ നീ അവളെ സപ്പോർട്ട് ചെയ്ത് നിൽക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായും അവളുടെ മുമ്പിൽ നീ മൂക്കും കുത്തി വീണിട്ടുണ്ട്. നീ എന്തൊക്കെയാ പറയുന്നത്, ഞാൻ അവളുടെ മുമ്പിൽ മൂക്കും കുത്തി വീണെന്നോ, നിനക്ക് വിവരമെന്ന് പറയുന്ന കാര്യമേ ഇല്ല. അവൾ എന്തിനാണ് എന്നെ പറ്റിക്കുന്നത്, അതോർത്ത് ഞാൻ ഭയപ്പെടേണ്ട കാര്യം എന്താണ്, നീ ആവശ്യമില്ലാത്ത ഓരോന്ന് പറയരുത്, മാറി നിൽക്കെന്ന് പറഞ്ഞ് തന്നെ ഹീറോയിനെ പിക്ക് ചെയ്യാനായി പോകുന്നു. എന്താണ് നടന്ന കാര്യമെന്നും ശരിക്കും അവളുടെ പ്രശ്നം എന്താണെന്നൊക്കെ അവളെ ഹീറോ എടുത്ത് തുറന്നു പറയുന്നുണ്ട്. അതിന് ഹീറോയിൻ താൻ തന്നെയാണല്ലോ അവളെ കൂട്ടിക്കൊണ്ടു പോകുന്നത്, അവളിപ്പോൾ ഈ പറയുന്നത് കള്ളമാണെന്നുണ്ടെങ്കിൽ അവിടെ ചെല്ലുമ്പോൾ തീർച്ചയായും തനിക്ക് മനസ്സിലാവുന്നതായിരിക്കും, അതുകൊണ്ട് തന്നെ എന്തായാലും അവളെ കള്ളം പറയാൻ സാധ്യതയില്ലെന്ന് തന്നെ ഹീറോ മനസ്സിൽ വിചാരിച്ചുകൊണ്ട് തന്നെ അവളെ വിശ്വസിക്കുന്നുണ്ട്. കുറച്ച് സമയം ഡ്രൈവ് ചെയ്തപ്പോൾ തന്നെ ഹീറോ അവളുടെ സഹോദരിയുള്ള ആ സ്ഥലത്തേക്ക് എത്തുന്നുണ്ട്. ഹീറോയിനാവട്ടെ ഇതേ സമയം നല്ല ഉറക്കമായി കഴിഞ്ഞിരുന്നു. അവൻ ഒരുപാട് പ്രാവശ്യം വിളിച്ചിട്ട് മാത്രമാണ് അവൾ കണ്ണുകൾ തുറന്നത് പോലും, അത്രമാത്രം അവൾ ഉറങ്ങിപ്പോയിരുന്നു. അവനോട് അവിടെ വെയിറ്റ് ചെയ്യാൻ പറഞ്ഞിട്ട് അവിടെ ഉണ്ടായിരുന്ന കുറച്ച് വീടുകളുടെ അടുത്തേക്ക് അവൾ പോകുന്നുണ്ട്. അതിലേത് വീട്ടിലാണ് അവളുടെ സഹോദരി ഉള്ളതെന്ന് അവൾക്ക് അറിയില്ലല്ലോ. അതുകൊണ്ട് തന്നെ ഓരോ വീട്ടിൻ്റെ അടുത്ത് എത്തുമ്പോഴും ഹീറോയിനാവട്ടെ അവളുടെ സഹോദരിയുടെ പേര് വിളിച്ചിട്ടാണ് പോയിക്കൊണ്ടിരുന്നത്. അതേസമയം തന്നെ ആ പെൺകുട്ടിയാവട്ടെ ചേച്ചിയെന്ന് വിളിച്ചുകൊണ്ട് ഒരു വീട്ടിൽ നിന്ന് പെട്ടെന്ന് ഓടി ഹീറോയിൻ്റെ അടുത്തേക്ക് വരുന്നുണ്ട്. എന്താണ് കാര്യമെന്ന് വെച്ചാൽ ഈ പെൺകുട്ടി ഒരു പയ്യനെ സ്നേഹിച്ചിരുന്നല്ലോ, അവനാവട്ടെ വിവാഹമൊക്കെ കഴിഞ്ഞ് ഒരു കുട്ടിയും ഉണ്ടായിരുന്നു, ഡിവോഴ്സ്ഡ് ആണ്. ഈ സത്യങ്ങളൊക്കെ മറച്ചു വെച്ച് ആ യുവാവട്ടെ അവളെ കബളിപ്പിച്ച് വിവാഹം കഴിച്ചതിന് ശേഷം അവിടേക്ക് കൊണ്ടുവരികയായിരുന്നു. അവരവട്ടെ അവളെ വീട്ടു തടങ്കലിലാക്കുകയും പുറത്തേക്ക് പോരെന്ന് പറഞ്ഞ് അവളെ ഭീഷണിപ്പെടുത്തിയെന്നും ആ പെൺകുട്ടി കരഞ്ഞുകൊണ്ട് അവളോട് പറയുന്നുണ്ട്. ഇതേ സമയം തന്നെ ആ പയ്യൻ്റെ അമ്മ അവിടേക്ക് വരുന്നുണ്ട്. എടാ അവൾ ഓടിപ്പോകാൻ ശ്രമിക്കുന്നു, പെട്ടെന്ന് നമ്മുടെ ആളുകളെയും കൂട്ടിക്കൊണ്ട് വാ എന്ന് പറഞ്ഞ് അവർ പുറത്തേക്ക് ഇറങ്ങുന്നുണ്ട്. ഇതിനപ്പുറം തന്റെ സഹോദരിയെ തൊടാൻ ആരെയും അനുവദിക്കുന്നതല്ല, മര്യാദയ്ക്ക് മാറിപ്പൊക്കുമെന്ന് തന്നെ ഹീറോയിൻ അവരെ ഭീഷണിപ്പെടുത്തിക്കൊണ്ട് പറയുന്നുണ്ട്.
എന്ത് നിന്റെ സഹോദരിയെന്നോ? അവള് ഞങ്ങളുടെ വീട്ടിലെ മരുമകളാണ്, നിന്നോടൊപ്പം ഒന്നും അയക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞ് അവരും പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്. അങ്ങനെയൊന്നും എൻ്റെ സഹോദരി ആർക്കും വിവാഹം ചെയ്ത് കൊടുക്കാൻ സാധിക്കില്ല. അവളുടെ വിവാഹത്തെ പറ്റിയുള്ള തീരുമാനങ്ങൾ ഞങ്ങളുടെ അമ്മയാണ് എടുക്കേണ്ടത്. അതുമാത്രമല്ല എൻ്റെ സഹോദരിക്ക് നിങ്ങളുടെ മകനെ ഇഷ്ടമല്ല. അവൻ കള്ളങ്ങൾ പറഞ്ഞ് തൻ്റെ സഹോദരിയെ പറ്റിച്ചിരിക്കുകയാണെന്ന് മോൾ പറയുന്നുണ്ട്. ആ സ്ത്രീ കിടന്ന് ബഹളം വെക്കുന്നത് കേട്ടിട്ട് തന്നെ അവരുടെ ആളുകളൊക്കെ അവിടേക്ക് ഇറങ്ങി വരുന്നുണ്ട്. ഇത് എൻ്റെ മരുമകളുടെ ചേച്ചിയാണ്, 28 വയസ്സായി, ഇതുവരെ വിവാഹമൊന്നും നടന്നിട്ടില്ല, നിങ്ങൾക്ക് ആർക്കെങ്കിലും വേണമെങ്കിൽ എടുത്തോന്ന് തന്നെ ആ സ്ത്രീ പറയുന്നുണ്ട്. അവരുടെ ഈ സംസാരത്തിൽ ഹീറോയിന് ഭയങ്കരമായി ദേഷ്യം തോന്നുന്നുണ്ട്. ഹീറോയും തൻ്റെ കൂടെ വന്നിരുന്നല്ലോ, അവൻ എവിടെയെന്ന മട്ടിൽ തന്നെ അവൾ നോക്കുന്നുണ്ട്. പക്ഷേ ഹീറോ എവിടാണെന്ന് അവൾക്ക് കണ്ടെത്താൻ സാധിച്ചില്ല. അത്രത്തോളം ഉള്ളിലേക്ക് അവൾ കടന്നു കഴിഞ്ഞിരുന്നു. അവൾ എനിക്കാണ് ഫസ്റ്റ് എന്ന് പറഞ്ഞ് അവരുടെ ആളുകളാവട്ടെ തർക്കങ്ങൾ തന്നെ തുടങ്ങിയിരുന്നു. ഉടനടി ഹീറോയിൻ അവിടെ തൻ്റെ അടുത്തേക്ക് ആരെങ്കിലും വരുവാണെന്നുണ്ടെങ്കിൽ പോലീസിനെ വിളിക്കുമെന്ന് തന്നെ പറയുന്നു. പക്ഷെ അപ്പോഴേക്കും അവരവട്ടെ അവളുടെ ഫോൺ പിടിച്ചു വാങ്ങുകയും അവളുടെ കൈകൾ കെട്ടിവെക്കാനും തുടങ്ങുന്നുണ്ട്. കറക്റ്റായി ഇതേ സമയം തന്നെ ഹീറോ അവിടേക്ക് വരുന്നുണ്ട്. അവനെ കണ്ടപ്പോഴാണ് അവളുടെ മനസ്സിന് ശാന്തമായത്. നീ ആരാടാ, എന്റെ കയ്യിൽ നിന്ന് വിടടാ എന്ന് തന്നെ ആ സ്ത്രീ അലറി വിളിച്ചുകൊണ്ട് പറയുന്നുണ്ട്. ഹീറോയ്ക്കാണെങ്കിൽ വളരെയധികം ദേഷ്യം തോന്നുന്നുണ്ടായിരുന്നു. ധൈര്യം ഉണ്ടെങ്കിൽ ഇവിടെ ആരെങ്കിലും ഒന്ന് തൊട്ടു നോക്കുന്നതന്നെ അവൻ പറയുന്നുണ്ട്. പിന്നീടാണ് ഒരു കാര്യം മനസ്സിലാവുന്നത്. അവിടേക്ക് ഹീറോയുടെ അംഗരക്ഷകരെയെല്ലാം ഹീറോ ഇതിനോടകം തന്നെ വിളിച്ചു വരുത്തിയിട്ടുണ്ടായിരുന്നു. ഹീറോയ്ക്കാണെങ്കിൽ ഇപ്പോഴും ഹീറോയിന്റെ മേലിൽ ചെറിയ സംശയങ്ങൾ ഉണ്ടായിരുന്നല്ലോ. അതുകൊണ്ട് തന്നെ അവന്റെ ആളുകൾ അവനെ ഫോളോ ചെയ്തിരുന്നു. ഇത്രയും ആളുകളെയും കൂടെ കണ്ടപ്പോൾ തന്നെ ആ യുവാവും അവന്റെ അമ്മയും ആളുകളും ഒക്കെ പേടിച്ചു പോകുന്നുണ്ട്. പിന്നീട് ഹീറോയിനെയും കൂട്ടി അവിടെ വിട്ട് പോവുകയും ചെയ്യുന്നു. ഉടനടി തന്നെ അസിസ്റ്റന്റ് ആവട്ടെ, ബോസ് നിങ്ങൾ ഏത് കാറിലാണ് പോകുന്നതെന്ന് ചോദിക്കുന്നുണ്ട്. ബോസോ എന്ന മട്ടിൽ തന്നെ അവൾ അമ്പരപ്പോടെ ഹീറോയെ നോക്കുന്നുണ്ട്. നീ കാര്യങ്ങൾ കൂടുതൽ കുഴപ്പത്തിലാക്കിയാണല്ലോ എന്ന മട്ടിൽ തന്നെ ഹീറോ ആവട്ടെ അസിസ്റ്റന്റിനെ ദേഷ്യത്തോടെ നോക്കുന്നുണ്ട്. തുടർന്ന് അസിസ്റ്റന്റ് ആവട്ടെ, ഇല്ല ബോസ് നിങ്ങൾക്ക് വേണ്ടി കാർ അയച്ചിട്ടുണ്ട്, വേണമെങ്കിൽ അത് യൂസ് ചെയ്തോ എന്നാ ഞാൻ പറഞ്ഞെന്ന് പറഞ്ഞ് ഒരു വഴിയിൽ കൂടെ അവൻ ഹീറോയെ സമാധാനപ്പെടുത്തുന്നുണ്ട്. ഇപ്പോഴാണ് ഹീറോയിനും അവന്റെ ജോലി എന്താണെന്ന് അന്വേഷിക്കുന്നത്. അപ്പോഴാണ് ഹീറോയിൻ താൻ പി ഗ്രൂപ്പിൽ ഒരു സെക്യൂരിറ്റി ഏജൻസി വെച്ച് നടത്തുകയാണെന്ന് അവളോട് പറയുന്നത്. അതുകൊണ്ടാണ് താൻ വിളിച്ചപ്പോൾ തന്നെ ഇവിടേക്ക് തൻ്റെ ആളുകൾ എത്തിയെന്നും ഹീറോ പറയുന്നുണ്ട്. അങ്ങനെയാണോ? വെറുതെയല്ല നിങ്ങൾ ഇത്ര സ്ട്രോങ്ങും ഹാൻഡ്സമായി കാണപ്പെടുന്നതെന്ന് അവൾ അമ്പരപ്പോടെ തന്നെ പറയുന്നുണ്ട്. എന്താ പറഞ്ഞതെന്ന് ഹീറോ എടുത്തു ചോദിക്കുന്നുണ്ട്. ഇല്ല നിങ്ങൾ സ്ട്രോങ് ആണെന്ന് പറഞ്ഞേ ഉള്ളൂ എന്ന് പറഞ്ഞ് അവളെ തിരുത്തി പറയുന്നുണ്ട്. നല്ല കാര്യം, വായിൽ വന്നത് എന്തോ പറഞ്ഞ് അവളെ വിശ്വസിപ്പിക്കാൻ സാധിച്ചു. താൻ മറച്ചു വെച്ചിരുന്ന കാര്യങ്ങളൊക്കെ ഇപ്പോൾ പിടിക്കപ്പെടുമായിരുന്നെങ്കിൽ നിന്റെ കാര്യത്തിൽ ഒരു തീരുമാനമായേനെ എന്ന മട്ടിൽ തന്നെ ഒരു സോംബി ലുക്കിൽ തന്നെ അസിസ്റ്റന്റിനെ ഹീറോ നോക്കുന്നുണ്ട്. അതിനുശേഷം ഹീറോയിനെ സഹോദരിയെ അവളുടെ വീട്ടിൽ കൊണ്ടുചെന്നാക്കുകയും ചെയ്യുന്നു. പെട്ടെന്ന് വീട്ടിലേക്ക് മടങ്ങിയത് കൊണ്ട് തന്നെ നാളെ തന്നെ മുത്തശ്ശിയെ കാണാൻ പോകാമെന്ന് ഹീറോ എടുത്ത് അവൾ പറയുന്നുണ്ട്. ഹീറോയ്ക്ക് സന്തോഷമാവുന്നുണ്ട്. എങ്ങനെയെങ്കിലും നീ ഒന്ന് വരാൻ നോക്ക്, എന്റെ പ്രശ്നങ്ങൾ ഇതോടെ അങ്ങ് തീരുമല്ലോ എന്ന് തന്നെ അവൻ മനസ്സിൽ വിചാരിക്കുന്നുണ്ട്. അവളവട്ടെ മടിച്ചു തന്നെ അവനോട് താങ്ക്സ് പറയുന്നുണ്ട്. വേറൊന്നും കൊണ്ടല്ല, അവളുടെ പ്രൈവറ്റ് ലൈഫിൽ അവൻ ഹെൽപ്പ് ചെയ്തല്ലോ, അതുകൊണ്ട് തന്നെ അവൾ വളരെ സന്തോഷവതിയായിരുന്നു. സഹോദരിയാവട്ടെ, ചേച്ചി ഒന്നും മറക്കാതെ ഇനിയെങ്കിലും സത്യം പറ, ആരാണ് ഹാൻസം ബോയ്, ചേച്ചിയുടെ ബോയ് ഫ്രണ്ട് അല്ലേ എന്ന് എന്നെ ചോദിക്കുന്നുണ്ട്. അമ്മയുടെ വല്ലത് ഈ കാര്യം പറയാനാണ് നിന്റെ ഉദ്ദേശമെങ്കിൽ നിന്നെ ഞാൻ വെട്ടി പീസ് ആക്കുമെന്ന് പറഞ്ഞ് എന്നെ ഹീറോയിൻ അവളുടെ സഹോദരിയെ ഭീഷണിപ്പെടുത്തുന്നുണ്ട്. സഹോദരിയെ കണ്ടുകടഞ്ഞ തന്നെ അമ്മയാവട്ടെ അവളെ അടിക്കാനായി തുടങ്ങുന്നുണ്ടെങ്കിലും ഹീറോയിൻ അതിനിടയിലേക്ക് കയറുന്നു. അമ്മയുടെ കയ്യിൽ നിന്ന് അടി വാങ്ങാതിരിക്കാൻ വേണ്ടിയിട്ട് ആ പെൺകുട്ടിയാവട്ടെ ചേച്ചിക്ക് ഒരു ബോയ് ഫ്രണ്ട് ഉണ്ട്, അയാളാണ് ഞങ്ങളെ ഇവിടേക്ക് കൂട്ടിക്കൊണ്ടുവന്നേന്ന് വിളിച്ചു പോകുന്നുണ്ട്. ഇത് കേട്ടത് അവളുടെ അമ്മയാവട്ടെ വിഷമിച്ചുകൊണ്ട് തന്നെ അവളുടെ അടുത്ത് പറയുന്നുണ്ട്. ആരും നമുക്ക് വേണ്ട മോളെ, ഞാൻ തന്നെ നിനക്കൊരാളെ കണ്ടുപിടിച്ച് വിവാഹം ചെയ്തു തരുന്നതായിരിക്കും. ഇങ്ങനെ ഒരു റിസ്ക് ലൈഫിൽ നീ എടുക്കുകയും ചെയ്യരുത്. എല്ലാവരും നമുക്ക് വിശ്വസിക്കാൻ പറ്റുന്നവരായിരിക്കില്ല, ചതിക്കാൻ സാധ്യതയുണ്ടെന്ന് പറഞ്ഞ് പാവ അമ്മ കരയാൻ വരെ തുടങ്ങുന്നുണ്ട്. ഇല്ലമ്മ അങ്ങനൊന്നുമില്ല, ഇവള് ചുമ്മാ അവളുടെ തെറ്റ് മറയ്ക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഓരോന്ന് ചാടിക്കേറി പറയുന്നതാണ്. സത്യമായിട്ടും അവനെൻ്റെ ജസ്റ്റ് ഒരു ഫ്രണ്ട് മാത്രമാണ്. ഇവളാണെങ്കിൽ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിട്ടാണ് ഇവിടേക്ക് വന്നത്, അതൊക്കെ നമുക്ക് ശരിയാക്കണം. ഒന്ന് ശാന്തമായി തന്നെ അവിടേക്ക് പോയിരിക്കുന്നതന്നെ ഹീറോയിൻ അമ്മയെടുത്ത് പറയുന്നുണ്ട്. പിറ്റേ ദിവസം ഹീറോ അവിടെ ചിരിച്ചുകൊണ്ട് ഹീറോയിന് മെസ്സേജ് അയക്കുകയായിരുന്നു. മീറ്റിംഗ് ഹാളിലിരുന്ന് എല്ലാവരും ഹീറോയുടെ മുഖത്ത് തന്നെ നോക്കിയിരിക്കുകയായിരുന്നു. മുത്തശ്ശിയെ കാണാൻ വേണ്ടിയിട്ട് ഏത് ഡ്രസ്സിൽ റെഡിയായി വരണമെന്ന് അവൾ ചോദിക്കുമ്പോൾ ഹീറോയും അതിന് മറുപടി കൊടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു. കൂടാതെ അവൻ മുത്തശ്ശിയെ വിളിച്ചിട്ട് താൻ വിവാഹം കഴിച്ചുവെന്നും താൻ വലിയ പണക്കാരനാണെന്ന് അറിഞ്ഞാൽ ആ പെൺകുട്ടി ചിലപ്പോൾ ഫൈൻ ഓടിപ്പോകാൻ സാധ്യതയുണ്ട്, അതുകൊണ്ട് തന്നെ താൻ നമ്മുടെ കമ്പനിയിൽ ജോലി ചെയ്യുന്ന ഒരു ജീവനക്കാരനാണെന്നാണ് പറഞ്ഞിരിക്കുന്നത്, അത് തന്നെ നിങ്ങളും മെയിൻറ്റെയിൻ ചെയ്യണം. അതിന് മുത്തശ്ശിയാവട്ടെ നീ ഒന്നും ഭയപ്പെടേണ്ട, അവളെ ഇങ്ങനെ കൊണ്ടുവന്നാൽ മതി, ബാക്കി കാര്യങ്ങളൊക്കെ ഞാൻ നോക്കിക്കോളാമെന്ന് പറയുന്നുണ്ട്. തുടർന്ന് ഹീറോ ആവട്ടെ ഹീറോയിനെയും കൂട്ടി മുത്തശ്ശിയെ കാണാനായി എത്തുന്നുണ്ട്. മുത്തശ്ശിക്ക് ആവട്ടെ ആദ്യ കാഴ്ചയിൽ തന്നെ ഹീറോയിനെ ഇഷ്ടമാവുന്നുണ്ട്. നിങ്ങൾ വിവാഹം രജിസ്റ്റർ ചെയ്താലും നമ്മുടെ കുടുംബത്തിലെ കുറച്ച് സ്വന്തക്കാരൊക്കെ ഉണ്ട്, അവരെയൊക്കെ വിളിച്ച് വലിയ ഗ്രാൻഡായിട്ടൊന്നും നടത്തിയില്ലെങ്കിലും ചെറിയ രീതിയിലെങ്കിലും വിവാഹം നടത്തണമെന്ന് പറയുന്നുണ്ട്. അവളാവട്ടെ ഇതിന് മറുപടിയൊന്നും പറയാതെ സൈലന്റ് ആയിരുന്നെങ്കിലും ഹീറോ ആവട്ടെ നമുക്കതൊക്കെ ചെയ്യാമെന്ന് മുത്തശ്ശിയെടുത്ത് പറയുന്നുണ്ട്. നമ്മളെ കൊണ്ട് വലിയ രീതിയിലുള്ള മാരേജ് പ്രിപ്പറേഷൻസ് ഒന്നും ചെയ്യാൻ സാധിക്കില്ലല്ലോ, നമ്മൾ പാവങ്ങളല്ലേ, വലിയ വെഡിങ് ഒക്കെ നമുക്ക് സങ്കല്പങ്ങളിൽ മാത്രമേ ചിന്തിക്കാൻ സാധിക്കൂ. അതുകൊണ്ടൊരു ചെറിയ ബിൽഡിങ്ങിലും വാടകയ്ക്ക് എടുത്ത് അത്യാവശ്യം നല്ല രീതിയിൽ നിങ്ങളുടെ മാരേജ് നടത്തണമെന്ന് തന്നെ മുത്തശ്ശി പറയുന്നുണ്ട്. ഹീറോ ആവട്ടെ മുത്തശ്ശി ഇതാണോ നിങ്ങളുടെ അഭിനയം എന്ന മട്ടിൽ തന്നെ ദേഷിച്ചിരിക്കുന്നുണ്ട്. മോളെ എനിക്ക് വലിയ പണക്കാരെ പോലെ നിനക്കൊന്നും തരാൻ സാധിക്കില്ല, അതുകൊണ്ടാണ് നിനക്കിത് തരുന്നത്, ഈ ബ്രേസ്ലെറ്റ് നിനക്ക് വേണ്ടി ഞാൻ ഓർഡർ ചെയ്ത് വാങ്ങിയതാണ് എന്നും പറഞ്ഞ് ഹീറോയിന്റെ കയ്യിലേക്ക് കൊടുക്കുന്നുണ്ട്. അതാവട്ടെ വളരെ കോസ്റ്റ്ലി ആയിട്ടുള്ള ബ്രേസ്ലെറ്റ് തന്നെയായിരുന്നു. ഹീറോ
ഹീറോയിനവിടെ മുത്തശ്ശി ഇതെന്റെ കയ്യിൽ തരികയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായും എന്റെ പക്കൽ നിന്നത് ഉടഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. ഇതൊന്നും തന്നെ കൊണ്ട് സൂക്ഷിക്കാൻ പറ്റില്ല എന്ന് ഹീറോയിൻ പറയുമ്പോൾ തന്നെ ഇതൊടഞ്ഞു പോയാൽ എന്താ, നിനക്ക് 100 ഞാൻ വാങ്ങി തരുന്നതായിരിക്കുമെന്ന് അവർ പറയുന്നുണ്ട്. എന്തോന്ന് 100 വാങ്ങിക്കൊടുക്കുമെന്നോ? ഈ മുത്തശ്ശിയാവട്ടെ എന്നെ നാണം കെടുത്തിക്കൊണ്ടിരിക്കുകയാണല്ലോ എന്ന് തന്നെ ഹീറോ നിസ്സഹായതോടെ തന്നെ മുത്തശ്ശിയുടെ മുഖത്തേക്ക് നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇനി ഒരാഴ്ചക്കകം തന്നെ താൻ ഡിസ്ചാർജ് ആവും, അതിനുശേഷം നിങ്ങളുടെ വീട്ടിലേക്ക് വന്ന് ഒരാഴ്ച താമസിക്കാമെന്നാണ് വിചാരിക്കുന്നതെന്ന് മുത്തശ്ശി പറയുന്നുണ്ട്. ഇത് കേട്ടപ്പോൾ അവരിരുവർക്കും എന്ത് ചെയ്യണമെന്നറിയില്ലായിരുന്നു. അവിടെ നിന്ന് പുറത്തേക്ക് വന്നപ്പോൾ തന്നെ ഹീറോയിൻ്റെ അടുത്ത് ഹീറോ പറയുന്നുണ്ട്, ബോസിന് ഒരുപാട് വീടുകളുണ്ട്, അതിലൊരെണ്ണം ഞാൻ റെന്റിനെടുക്കാം 3-4 മാസത്തേക്ക്. ആ വീട്ടിലൊരു ഫാമിലിയുടെ സെറ്റപ്പൊക്കെ അറേഞ്ച് ചെയ്യുകയും ചെയ്യാം. മുത്തശ്ശിയെ പറ്റിക്കുക അത്ര എളുപ്പമുള്ള കാര്യമല്ല. മുത്തശ്ശി നമ്മളോടൊപ്പം ഉള്ള ടൈം വരെ നമ്മൾ നടിച്ചേ മതിയാവും എന്ന് തന്നെ ഹീറോ വ്യക്തമാക്കുന്നുണ്ട്. വീട് വാങ്ങിയാൽ മാത്രം പോരല്ലോ, അവർ രണ്ടുപേരും യൂസ് ചെയ്ത സാധനങ്ങളൊക്കെ അവിടെ കാണണ്ടേ, അതുകൊണ്ട് തന്നെ ഇരുവരും ഷോപ്പിങ്ങിന് വരുന്നുണ്ട്. അതേസമയം തന്നെ സൂപ്പർ മാർക്കറ്റിലേക്ക് ഹീറോയിന്റെ കസിനും വരുന്നുണ്ട്. നീ എന്താ ഇവനുമായി ലിവിൻ ടുഗദറിലാണോ? ഒരുപാട് സാധനങ്ങളൊക്കെ വാങ്ങിക്കൂട്ടുന്നുണ്ടല്ലോ, നിന്റെ അമ്മ അറിഞ്ഞു കഴിഞ്ഞാൽ എന്തുമാത്രം നാണക്കേട് അനുഭവിക്കേണ്ടി വരുമെന്നൊക്കെ ഹീറോയിന്റെ അടുത്ത് പറയുന്നുണ്ട്. അതിന് ഹീറോയിനാവട്ടെ, എനിക്ക് 28 വയസ്സ് കഴിഞ്ഞു, എന്റെ ജീവിതത്തിൽ തീരുമാനങ്ങൾ എടുക്കാൻ എനിക്ക് നല്ലപോലെ അറിയാം, തൻ്റെ ജീവിതത്തിൽ നല്ലതും ചീത്തയും തിരഞ്ഞെടുക്കാനും അറിയാം. മറ്റുള്ളവർ ഇതുപോലെ തന്നെ കുറിച്ച് മോശം പറയുമ്പോൾ ഈ 28ാമത്തെ വയസ്സിലും ആവശ്യമില്ലാത്ത ഒരു കാര്യത്തിനും ഹോസ്പിറ്റലിൽ കയറി ഇറങ്ങേണ്ട ഗതിയൊന്നും തനിക്ക് വന്നിട്ടില്ല എന്ന് പറയുന്നുണ്ട്. നീ ഇത് എന്നെ ഉദ്ദേശിച്ച് തന്നെയല്ലേ പറഞ്ഞത്? 23 വയസ്സിൽ ഞാൻ അബോർഷൻ ചെയ്തെന്നാണോ നീ പറഞ്ഞു വരുന്നതെന്ന് അവൾ ചോദിക്കുന്നുണ്ട്. അതിന് ഞാനൊന്നും പറഞ്ഞില്ലല്ലോ, നീ തന്നെ നിന്റെ വായാലെ ഓരോന്ന് പറയുന്നില്ലേ എന്ന് ഹീറോയിൻ തിരിച്ചടിക്കുന്നുണ്ട്. ഇവളോടൊന്നും ഞാനൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ ഹീറോയിൻ ആവട്ടെ ഹീറോയിൻ കുട്ടി അവിടെ നിന്ന് പോകുന്നുണ്ട്. ഹീറോ ആവട്ടെ മനഃപൂർവ്വം അവളെ ട്രോളിയൊക്കെ ഇടിച്ചു തള്ളിയിട്ടാണ് അവിടെ നിന്ന് പോകുന്നത്. അവളെന്തായാലും ഇനി ചുമ്മാതിരിക്കില്ലല്ലോ, ഉടനടി തന്നെ അവളുടെ പേരൻസിനെ വിളിച്ച് വിവരങ്ങളൊക്കെ ധരിപ്പിക്കുന്നുണ്ട്. ഹീറോ ആവട്ടെ ഹീറോയിനും ഒരു മുറി നൽകുന്നുണ്ട്. എന്നിരുന്നാലും അവരിരുവരും ഒരു മുറിയിലാണ് താമസിപ്പിക്കുന്നതെന്ന് മുത്തശ്ശിയെ ധരിപ്പിക്കണമല്ലോ. അതുകൊണ്ട് തന്നെ മുത്തശ്ശി വരുമ്പോൾ ഇരുവരും അങ്ങനെ അഭിനയിക്കണമെന്ന് തന്നെ ഹീറോയിൻ്റെ അടുത്ത് പറയുന്നുണ്ട്. അവൾക്ക് വേണ്ടി വലിയൊരു ഡോള് പോലും അവൻ വാങ്ങി നൽകുന്നുണ്ട്. എന്തിനാ ഇത്ര വലിയ ഡോള് വാങ്ങിയെന്ന് അവൾ ചോദിക്കുമ്പോൾ സാധാരണ പെൺകുട്ടികൾക്കെല്ലാം ഇങ്ങനെയുള്ള ഡോളുകൾ ഇഷ്ടമാണല്ലോ, അതുകൊണ്ടാണ് വാങ്ങിയെന്ന് ഹീറോ പറയുന്നുണ്ട്. ഇരുവരും ചേർന്ന് വീടുകളൊക്കെ ഡെക്കറേറ്റ് ചെയ്യുകയും ചെയ്യുന്നു. പതിയെ ഹീറോയ്ക്കും അവളുടെ മേലിൽ ഇൻട്രസ്റ്റ് തോന്നുന്നുണ്ട്. അവനവിടെ കണ്ണെടുക്കാതെ അവളെ നോക്കിക്കൊണ്ട് നിൽക്കുന്നു. ഇതേസമയം മുത്തശ്ശി കൊടുത്ത ബ്രേസ്ലെറ്റും അവൾ തിരികെ നൽകുന്നുണ്ട്. ഇത് വളരെ കോസ്റ്റ്ലിയാണ്, തനിക്കിത് വേണ്ട എന്ന് പറയുമ്പോൾ ഇത് നിനക്ക് മുത്തശ്ശി നൽകിയതാണ്, ദയവ് ചെയ്ത് നീ ഇതെനിക്ക് തിരിച്ചു നൽകാതെ നീ തന്നെ സൂക്ഷിച്ചോ എന്നവൻ പറയുന്നുണ്ട്. എങ്കിൽ ശരി, 2 വർഷം കഴിയുമ്പോൾ ഞാനത് തിരികെ നൽകാം, ഇപ്പോൾ ഞാൻ പോവുകയാണ്, മുത്തശ്ശി വരുമ്പോഴത്തേക്കും വരാമെന്ന് പറഞ്ഞ് തന്നെ ഹീറോയിൻ അവിടം വിട്ട് പോകുന്നു. ഹീറോയ്ക്കാണെങ്കിൽ അവളുടെ മേലിൽ വല്ലാത്തൊരു ഇൻട്രസ്റ്റ് തോന്നി തുടങ്ങിയിട്ടുണ്ടായിരുന്നല്ലോ. അവളുടെ ബിഹേവിയറിൽ പ്രത്യേകിച്ച് കുഴപ്പമൊന്നുമില്ല, അവൾ തന്നെ സ്കാം ചെയ്യാൻ ശ്രമിക്കുന്നതൊന്നുമില്ല, അവളുടെ ബിഹേവിയർ ഇങ്ങനെ തന്നെയാണെന്ന് തന്നെ ഹീറോ മനസ്സിൽ വിചാരിക്കുന്നുണ്ട്. വീട്ടിലേക്ക് ചെന്നപ്പോൾ ഹീറോയിൻ്റെ അമ്മയാവട്ടെ ആകെ മൂഡ് ഓഫ് ആയിരുന്നു. എന്താണ് കാര്യമെന്ന് അന്വേഷിച്ചപ്പോൾ നിന്റെ അച്ഛൻ്റെ സഹോദരൻ വിളിച്ചിരുന്നു എന്നും നീ ഒരു പയ്യനോടൊപ്പം ചേർന്ന് ഒരു വീട്ടിലേക്ക് വേണ്ട സാധനങ്ങളൊക്കെ വാങ്ങിയെന്ന് അയാളുടെ മകൾ വീട്ടിൽ ചെന്ന് പറഞ്ഞു പോലും. നീ ശരിക്കും ആരുമായിട്ടെങ്കിലും റിലേഷൻഷിപ്പിലാണോ ലിവിൻ ടുഗദറിലാണോ എന്നൊക്കെ അമ്മ തിരക്കുന്നുണ്ട്. ഇതിനപ്പുറം അമ്മയോടൊന്നും മറച്ചു പിടിക്കാൻ സാധിക്കില്ലെന്ന് തന്നെ അവൾക്ക് മനസ്സിലാവുന്നുണ്ട്. അമ്മ, ഞാനും അവനും ലിവിൻ ടുഗദറിലൊന്നും അല്ല, നിങ്ങളെ ഞാൻ തെറ്റിദ്ധരിക്കരുത്, എനിക്കൊരു ബോയ് ഫ്രണ്ട് ഉണ്ടെന്നുള്ളത് സത്യമാണ്, പക്ഷെ അതിനപ്പുറം വേറൊന്നുമില്ല, പരസ്പരം മനസ്സിലാക്കുന്നവരെ വേറെന്തിനെയും കുറിച്ച് ഞങ്ങൾ ചിന്തിക്കില്ല എന്ന് പോലും അവൾ അമ്മയെടുത്ത് പറയുന്നുണ്ട്. അവൻ നല്ലവനാണോ മോളെ, ഞാൻ നേരിൽ കാണുന്നത് വരെ നീ ഒന്നും ഡിസൈഡ് ചെയ്യരുതെന്ന് തന്നെ അവളുടെ അമ്മ അവളുടെ അടുത്ത് തുറന്ന് പറയുന്നുണ്ട്. അവനെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുവരാനും അവളുടെ അമ്മ ആവശ്യപ്പെടുന്നുണ്ട്. അമ്മയുടെ പരിഭ്രാന്തി കണ്ടിട്ട് തന്നെ ഹീറോയിനാവട്ടെ തീർച്ചയായും അമ്മയുടെ അടുത്ത് കൂട്ടിക്കൊണ്ട് വന്നിട്ട് മാത്രമേ ജീവിതത്തിൽ ഒരു തീരുമാനം എടുക്കത്തുള്ളൂ എന്ന് പോലും അവർക്ക് വാക്ക് നൽകുന്നുണ്ട്. അന്ന് നൈറ്റ് ഹീറോയിനാവട്ടെ ഹീറോയ്ക്ക് കോൾ ചെയ്തിട്ട് നിങ്ങൾ നാളത്തെ ദിവസം ഫ്രീ ആണെന്നുണ്ടെങ്കിൽ എൻ്റെ വീട്ടിലേക്ക് ഡിന്നറിന് വരാമോ എന്ന് ചോദിച്ച് ക്ഷണിക്കുന്നുണ്ട്. കസിനാവട്ടെ അവരെ ഇരുവരെ ഒരുമിച്ച് കണ്ട കാര്യം വീട്ടിൽ അറിയിച്ചു എന്നും അങ്ങനെ തുടർന്നുണ്ടായ കാര്യങ്ങളൊക്കെ ഹീറോയിൻ അവനെ ധരിപ്പിക്കുന്നുണ്ട്. എൻ്റെ അമ്മ വിശ്വസിക്കുന്ന പോലെ എന്നോട് കെയറുള്ള രീതിയിലും സ്നേഹത്തോടെയും പെരുമാറിയാൽ മാത്രം മതിയെന്ന് അവൾ അവനോട് പറയുന്നുണ്ട്. അവൻ ഇതിനൊന്നും സമ്മതിക്കില്ല എന്ന് വിചാരിച്ചുകൊണ്ട് തന്നെയാണ് എല്ലാ കാര്യങ്ങളും അവനോട് അവൾ തുറന്നു പറഞ്ഞത്. എന്നിരുന്നാലും ഹീറോ ആവട്ടെ എതിർപ്പൊന്നും പ്രകടിപ്പിക്കാതെ തന്നെ എല്ലാത്തിനും സമ്മതം അറിയിക്കുന്നു. എങ്ങനെ എക്സൈറ്റഡ് ആവാതെ ക്യൂട്ട് കപ്പിൾസായി അഭിനയിക്കാമെന്ന് തന്നെ ഹീറോ ആലോചിക്കുന്നുണ്ട്. പിറ്റേ ദിവസം അവൻ്റെ ഓഫീസിലേക്ക് അവനെ കാണാനായി അവൻ്റെ കസിൻ എത്തുന്നു. എന്താടാ മൂഡ് ഓഫ് ആയിരിക്കുന്നതെന്ന് തന്നെ കസിൻ അവനോട് തിരക്കുന്നുണ്ട്. അതൊന്നുമില്ലടാ, നീയും നിന്റെ ഗേൾഫ്രണ്ടും വളരെ ക്ലോസ് ആയിരുന്നല്ലോ, അവളെ സന്തോഷപ്പെടുത്താൻ വേണ്ടി നീ എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്തിട്ടുള്ളതെന്ന് അവൻ അന്വേഷിക്കുന്നുണ്ട്. അതിനവൻ പറയുന്നത് എന്താ വെച്ചാൽ പെൺകുട്ടികൾക്ക് കോസ്റ്റ്ലി ആയിട്ടുള്ള ഗിഫ്റ്റുകൾ വാങ്ങിക്കൊടുത്താൽ മതി, അതിൽ പര സന്തോഷം വേറെ ഒന്നും ഇല്ല എന്ന് കേട്ടപ്പോൾ തന്നെ ഹീറോ പറയുന്നുണ്ട്, എല്ലാ പെൺകുട്ടികളും നീ കരുതുന്ന പോലെയല്ല, നിന്റെ ഗേൾഫ്രണ്ടിന് കോസ്റ്റ്ലി ഉള്ള ഗിഫ്റ്റുകളാണ് ഇഷ്ടമെന്നുണ്ടെങ്കിൽ എല്ലാ പെൺകുട്ടികളും അങ്ങനെ ആയിരിക്കില്ല എന്ന് പറഞ്ഞ് ഹീറോ തർക്കിക്കുന്നുണ്ട്. ഈ ഒരു കാര്യത്തിന് ഇവനെതിരെ തന്നോട് ദേഷ്യപ്പെടുന്നതെന്ന് തന്നെ കസിന് മനസ്സിൽ വിചാരിക്കുന്നുണ്ട്. ഒരു കാര്യം ചെയ്യും, പെൺകുട്ടികൾക്ക് അവരുടെ കൈ പിടിച്ച് നടക്കുന്നത് വളരെ ഇഷ്ടമുള്ള കാര്യമാണെന്ന് കസിൻ പറയുന്നുണ്ട്. നീ അവളുടെ കൈ പിടിച്ച് നടക്കുകയും കൂടാതെ അവൾക്ക് ഭക്ഷണമൊക്കെ പാകം ചെയ്ത് കൊടുക്കുകയും നല്ല കരുതലോട് പെരുമാറി നോക്ക്, ഇതൊക്കെ അവർക്ക് ഒരുപാട് ഇഷ്ടപ്പെടുമെന്ന് തന്നെ കസിൻ പറയുന്നുണ്ട്. പിറ്റേ ദിവസം വളരെ ഹാൻസം ആൻഡ് ക്യൂട്ടായി തന്നെ ഹീറോ റെഡിയായി അവളുടെ അടുത്ത് ചെല്ലുന്നുണ്ട്. അവിടെ ചെന്നിടഞ്ഞ തന്നെ ഹീറോ അവിടെ തന്നെ പേര് ചൊല്ലി വിളിക്കരുതെന്നും ഹണിയെന്ന് വേണം വിളിക്കാനെന്നും
വേണമെന്ന് പറയുന്നുണ്ട്. എന്തിനാണെന്ന് ചോദിച്ചാൽ നമ്മൾ ഇരുവർക്കും നല്ല അടുപ്പമുള്ളതുപോലെ നിന്റെ അമ്മയ്ക്ക് തോന്നും, അതാണ് ഫസ്റ്റ് റൂളെന്ന് ഹീറോ അവളുടെ അടുത്ത് പറയുന്നുണ്ട്. ഓ, ഇവനെല്ലാം ഓൺലൈനിൽ നിന്ന് പഠിച്ചിട്ടാ വന്നേന്ന് തോന്നുന്നു എന്ന് ഹീറോയിൻ വിചാരിക്കുന്നുണ്ട്. അവളുടെ അമ്മയ്ക്ക് അവിടെ ഹീറോയെ കണ്ടപ്പോൾ തന്നെ ഇഷ്ടമാവുന്നുണ്ട്. വാ നിങ്ങൾ രണ്ടുപേരും വന്നിരിക്കുക. നിങ്ങൾ സംസാരിച്ചിരിക്കുന്ന നേരത്ത് ഞാൻ ഭക്ഷണം പാകം ചെയ്തിട്ട് വരാമെന്ന് പറഞ്ഞ് അമ്മ കിച്ചണിലേക്ക് പോകുന്നുണ്ട്. നീ ഇങ്ങനെ നെർവസ് ആവേണ്ട കാര്യമൊന്നുമില്ല എൻ്റെ അമ്മ, നീ ഉദ്ദേശിക്കുന്ന പോലെ കുഴപ്പക്കാരിയൊന്നുമല്ല, ഭയപ്പെടേണ്ട കാര്യമൊന്നുമില്ല എന്ന് ഹീറോ എടുത്ത് പറയുന്നുണ്ട്. അപ്പോഴേക്കും ഹീറോയിന്റെ സഹോദരി എവിടെ വരുന്നുണ്ട്. ചേച്ചിയുടെ ഹസ്ബൻഡ് എപ്പോൾ വന്നു എന്ന് തന്നെ അവൾ ചോദിക്കുന്നുണ്ട്. കുടിച്ചോണ്ടിരുന്ന ചായ പോലും ഹീറോ ആ സമയത്ത് തുപ്പുന്നുണ്ട്. അത് കേട്ടിട്ട് കുറച്ച് നാളത്തേക്കെല്ലാം മറച്ചു വെക്കണമെന്നാണ് താൻ കരുതിയിരുന്നത്. ഇതെല്ലാം നീ കാരണമാണ് സംഭവിച്ചിരിക്കുന്നത്. ദയവ് ചെയ്ത് വായടച്ചു വെച്ച് അകത്തെങ്ങാണം പോയിരിക്കുക. ദേഷ്യം വന്നാൽ ഞാൻ എന്ത് ചെയ്യുന്നു എനിക്ക് തന്നെ അറിയില്ല എന്ന് പറഞ്ഞ് ഹീറോയിൻ അവിടെ അവളുടെ സഹോദരിയെ വരട്ടുന്നുണ്ട്. ഹീറോയിന്റെ മൂത്ത സഹോദരിയും ഭർത്താവും അവിടേക്ക് വരുന്നുണ്ട്. അയാളാണെങ്കിൽ ഒരു മദ്യപാനിയായിരുന്നല്ലോ, തീരെ ബോധമില്ലാതെയാണ് അവിടേക്ക് കടന്നു വരുന്നത് പോലും. സഹോദരി പറഞ്ഞിട്ട് പോലും അയാൾ കേൾക്കുന്ന മട്ടൊന്നുമില്ലായിരുന്നു. വളരെ മോശമായാണ് അയാൾ അവിടേക്ക് പെരുമാറിക്കൊണ്ടിരുന്നത്. അവർ രണ്ടുപേർക്കും ഒരു മകനുണ്ടല്ലോ, ആ പയ്യൻ അവിടെ ഹീറോയുമായി വല്ലാതെ ക്ലോസ് ആവുന്നുണ്ട്. അയ്യോ അമ്മേ, ഞാൻ വിചാരിച്ചത് ഞാൻ മാത്രമാണ് പെട്ടുപോയെന്നാണ്. ഇപ്പോൾ മറ്റൊരു മണ്ടനെയും കൂടി നിങ്ങൾക്ക് കിട്ടിയോ എന്ന് ചോദിച്ചുകൊണ്ട് തന്നെ അവരെക്കുറിച്ച് മോശമായി അയാൾ സംസാരിക്കുന്നുണ്ട്. ഇവരുടെ വീട്ടിൽ നിന്ന് ഒരു പെണ്ണിനെ കല്യാണം കഴിച്ചാൽ തീർച്ചയായും നമ്മൾ ഒന്നുമില്ലാതെ നാശമായി പോകുന്നതായിരിക്കും. ഇവരുടെ വീട്ടിലും ഒന്നുമില്ല, തലയിലും യാതൊന്നുമില്ല. ഇവിടെ ഇരിക്കുന്നതെല്ലാം വാടകയ്ക്ക് എടുത്തിയാണെന്ന് പറഞ്ഞ് അവരെ പരിഹസിച്ച് അയാൾ സംസാരിക്കുന്നു. ഹീറോ ആവട്ടെ അയാൾ ദേഷ്യം പഠിപ്പിക്കുന്ന രീതിയിൽ സംസാരിച്ചിട്ട് പോലും സംയമനം പാലിച്ചിരിക്കുകയായിരുന്നു. ഹീറോയിന്റെ മൂത്ത സഹോദരി ആവട്ടെ അയാൾക്കൊരു കിഴക്കം കൊടുക്കുന്നുണ്ട്. എന്നാൽ അയാളാവട്ടെ അടങ്ങിയിരിക്കുന്ന മട്ടും ഭാവമൊന്നും ഉണ്ടായിരുന്നില്ല. അവരെ നാണം കെടുത്തുന്ന രീതിയിൽ തന്നെ വീണ്ടും അവനവന്റെ സംസാരം തുടരുന്നുണ്ട്. നിങ്ങൾ എല്ലാവരും ഞാൻ പറയുന്ന കാര്യങ്ങളൊക്കെ തെറ്റായേ വിചാരിക്കാറുള്ളൂ. ഒരിക്കലും ഞാൻ പറയുന്ന കാര്യങ്ങളൊന്നും മനസ്സിലാക്കാറേയില്ല. നിങ്ങളുടെ വീട്ടിൽ നിന്ന് ഞാനൊരു പെണ്ണിനെ എടുത്തു. 36,000 രൂപ സ്ത്രീധനം തന്നിട്ടാണ് നിങ്ങളുടെ ഈ ഒരു മകളെ ഞാൻ വിവാഹം കഴിച്ചത്. ആരെങ്കിലും നിങ്ങളെപ്പോലൊരു കുടുംബത്തിലേക്ക് അത്രയും രൂപ തരുമോ എന്ന് തന്നെ അവൻ ചോദിക്കുന്നുണ്ട്. ഇവനും നിങ്ങൾക്ക് 5 രൂപ പോലും തരാൻ പോകുന്നില്ല. അല്ലെങ്കിൽ നിങ്ങളുടെ കുടുംബത്തിലെ പെണ്ണുങ്ങൾക്ക് വേണ്ടി ആരെങ്കിലും പണം കൊടുക്കുമെന്ന് തന്നെ ഹീറോയും അധിക്ഷേപിച്ച് അയാൾ സംസാരിക്കുന്നുണ്ട്. പക്ഷേ ഹീറോ മുൻകൂർ ഇതിനൊക്കെ റെഡിയായി തന്നെയായിരുന്നു അവിടേക്ക് വന്നത്. അവനവിടെ ഒരു കാർഡ് എടുത്ത് ടേബിളിന്റെ പുറത്തേക്ക് ഹീറോയിന്റെ അമ്മയുടെ അടുത്തേക്ക് വെച്ചിട്ട് ഇതിൽ 10 ലക്ഷം രൂപയുണ്ട്, ഇതെല്ലാം എൻ്റെ വൈഫിന് വേണ്ടിയിട്ടുള്ളതാണ്, എൻ്റെ ഇത്രയും നാളത്തെ സമ്പാദ്യമാണെന്ന് പറഞ്ഞു കൊടുക്കുമ്പോൾ എനിക്കെന്തോ ഇവനൊരു ഫ്രോഡ് പയ്യനാണെന്ന് തോന്നുന്നു, അതിൽ പണമൊന്നും കാണില്ല എന്ന് പറഞ്ഞ് അയാളെ വീണ്ടും ഹീറോയെ അപമാനിക്കുന്നുണ്ട്. ഞാൻ ഇവളെ ജീവനുള്ളിൽ സ്നേഹിക്കുന്നുണ്ട്, ഇവളെ മാത്രമേ വിവാഹം കഴിക്കൂ, ഞാൻ ഇവളെ നല്ലപോലെ തന്നെ നോക്കുമെന്ന് പറയുമ്പോൾ സഹോദരി പറയുന്നുണ്ട്, നന്നായി തന്നെ നീ ഇതൊക്കെ കേട്ടോ, നീ ഇത്രയും വർഷമായി വിവാഹം കഴിച്ചിട്ട് എന്നിട്ട് നിന്റെ ഭാര്യയോ മകനെ പോലും നിനക്ക് നേരെ ചൊവ്വേ നോക്കാൻ വയ്യ. നിന്റെ കുട്ടി നല്ല രീതിയിൽ ഭക്ഷണം കഴിക്കുന്നത് പോലും എൻ്റെ ചേച്ചിമാരെ അധ്വാനിച്ച പണത്തിലാണെന്ന് പോലും അവൾ പറയുന്നുണ്ട്. നീയൊക്കെ ആള് കൊള്ളാലോ, ഇപ്പോൾ പുതിയതായി ഒരുത്തം വന്നപ്പോൾ എന്നെ നാണം കെടുത്തുകയാണോ എന്ന് ചോദിച്ചുകൊണ്ട് തന്നെ ഒരുപാട് മദ്യപിച്ച് അവനാവട്ടെ ബോധമില്ലാതെ അതും ഇതുമൊക്കെ വിളിച്ചു പോകുന്നുണ്ട്. ഹീറോയെ അയാൾ ഒരുപാട് ഇൻസൾട്ട് ചെയ്യുന്നു മനസ്സിലാക്കിയ ഹീറോയിൻ ദേഷ്യത്തോടെ തന്നെ കസേരയിൽ നിന്ന് എഴുന്നേറ്റിട്ട്, അമ്മേ ഞാനൊരു തീരുമാനം എടുത്തിരുന്നു, ഞാൻ ഇദ്ദേഹത്തെ വിവാഹം കഴിച്ചിരിക്കുന്നു, എൻ്റെ ഹസ്ബൻഡിനോട് ഇങ്ങനെ മോശമായി പെരുമാറരുന്ന് തന്നെ പറയാൻ ഹീറോയിൻ ദേഷ്യത്തോടെ പറയുന്നുണ്ട്. എന്താ കല്യാണം കഴിഞ്ഞാന്ന് ചോദിച്ചുകൊണ്ട് തന്നെ അവളുടെ അമ്മ വല്ലാതെ ഷോക്ക് ആവുന്നുണ്ട്. എന്നിരുന്നാലും അവളുടെ അമ്മ പറയുന്നതെന്ന് വെച്ചാൽ ഇതെല്ലാം എൻ്റെ തന്നെ തെറ്റാണ്, കല്യാണം നടത്തേണ്ട സമയത്ത് തന്നെ കല്യാണം നടത്തേണ്ടതായിരുന്നു, അല്ലാതെ എൻ്റെ കുടുംബം നോക്കണമെന്ന് പറഞ്ഞ് നിന്നെ എൻ്റെ കൂടെ തന്നെ നിർത്തി, അത് വലിയൊരു തെറ്റ് തന്നെയാണ്, നീ ചെയ്തത് ശരിയാണ്, നിന്നെ കുറ്റം പറയാൻ സാധിക്കില്ല, നിങ്ങളിരുവരും സന്തോഷത്തോടെ ഇരുന്നാൽ മതി എന്നും പറഞ്ഞ് അവൾ കൊണ്ടുവരുന്ന ശമ്പളത്തിലെ പണത്തിൽ നിന്ന് കുറച്ച് തുക അവൾക്ക് വേണ്ടി ഇവർ മാറ്റി വെച്ചിരുന്നു. അതും അവൾക്ക് അവർ തിരികെ നൽകുന്നുണ്ട്. ആന്റി, ഞാൻ വിവാഹം കഴിച്ചപ്പോൾ നിങ്ങൾ അറിഞ്ഞില്ലായിരുന്നോ, നിങ്ങൾ എനിക്ക് ഒരു പണവും സൂക്ഷിച്ചു വെച്ചിരുന്ന് തന്നില്ലല്ലോ എന്ന് ചോദിക്കുമ്പോൾ വൈഫ് ആവട്ടെ അവന്റെ കാത് പിടിച്ച് തിരിച്ചിട്ട്, എടാ നായെ, നീ തന്നെയല്ലേ വിവാഹത്തിന് മുമ്പ് എന്റെ പണം മുഴുവൻ ചെലവാക്കിയിരുന്നത്, എന്നിട്ടിപ്പോൾ നിനക്ക് വേറെ പണം സേവ് ചെയ്ത് തരണമെന്ന് ചോദിച്ചുകൊണ്ട് തന്നെ അവന്റെ കാതിന് പിടിച്ചവർ പുറത്തേക്ക് കൊണ്ടുപോകുന്നു. ഹീറോയിനാവട്ടെ അവൻ നൽകിയ ബാങ്ക് കാർഡ് തിരിച്ചു നൽകുന്നുണ്ട്. ഈ പണം ഞാൻ നിനക്ക് തരാനുള്ള പണം തന്നെയാണ്, ഇപ്പോൾ എനിക്കിതുകൊണ്ട് യാതൊരു ആവശ്യവുമില്ല, ഇത് നിന്റെ അമ്മയുടെ പക്കൽ തന്നെ സൂക്ഷിച്ചു വെച്ചോളാൻ അവൻ പറയുന്നുണ്ട്. ഇല്ല, ഇത് താൻ വാങ്ങുന്നത് വളരെ വലിയ തെറ്റ് തന്നെയാണെന്ന് ഹീറോയിൻ പറയുന്നുണ്ട്. എന്നാൽ ഹീറോയാവട്ടെ ഇതിനോടകം തന്നെ വല്ലാത്തൊരു ഇൻട്രസ്റ്റ് അവളുടെ മേലിൽ തോന്നി തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അതിന് കാരണം തന്നെ അവളുടെ സത്യസന്ധതയും അവളുടെ ഉള്ളിലെ നന്മയും തന്നെയാണ്. മുത്തശ്ശി നാളെ ഡിസ്ചാർജായി വീട്ടിലേക്ക് വരികയാണ്, നീ കൂടെ നാളെ വീട്ടിലേക്ക് വന്നിരുന്നെങ്കിൽ നന്നായിരുന്നു എന്ന് പറയുമ്പോൾ ഹീറോയിൻ വരാമെന്ന് സമ്മതിക്കുന്നുണ്ട്. വീട്ടിലേക്ക് എത്തിയ ഉടനെ തന്നെ മുത്തശ്ശിയുടെ കോള് ഹീറോയ്ക്ക് ലഭിക്കുന്നുണ്ട്. ഒരുപാട് നാൾ അവളോടിങ്ങനെ കള്ളങ്ങൾ പറയരുത്, കള്ളങ്ങൾ ഇങ്ങനെ മുന്നോട്ട് കൊണ്ടുപോയാൽ ബന്ധങ്ങളിൽ വിള്ളൽ വീഴാൻ സാധ്യതയുണ്ട്, അതുകൊണ്ട് എത്രയും പെട്ടെന്ന് അവളോട് സത്യങ്ങൾ തുറന്നു പറയണം. ഹീറോയ്ക്കാണെങ്കിൽ എങ്ങനെ അവളോട് സത്യങ്ങൾ തുറന്നു പറയുന്ന ആലോചിച്ചിട്ട് ഇപ്പോഴവിടെ ഭയം വരെ തോന്നി തുടങ്ങിയിരുന്നു. അങ്ങനെ ഹീറോയുടെ വീട്ടിലേക്ക് ഹീറോയിൻ വന്നെത്തുന്നുണ്ട്. ഇത്രയും വലിയൊരു വീട് നിങ്ങൾക്ക് എങ്ങനെ ബോസ് തന്നെയെന്ന് ഹീറോയിൻ സംശയത്തോടെ തന്നെ അവനോട് ചോദിക്കുന്നുണ്ട്. ഇത് ഞാൻ സ്വന്തമായി വാങ്ങിയതൊന്നുമല്ല, റെന്റിന് വാങ്ങിയതാണെന്ന് പറഞ്ഞ് അവളെ വിശ്വസിപ്പിക്കാൻ അവൻ ശ്രമിക്കുന്നുണ്ട്. ഹീറോയിൻ്റെ അമ്മയോട്ടെ ഒരുപാട് ഭക്ഷണങ്ങൾ തന്നെ തയ്യാറാക്കി കൊടുത്തു വിട്ടിട്ടുണ്ടായിരുന്നു, ഇതെന്താ ഇത്രയും ഭക്ഷണവും കൂടി കൊണ്ടുവന്നിരിക്കുന്നത്, ഞാൻ നിനക്ക് കഴിക്കാൻ പോലും ഒന്നും തരില്ലെന്ന് കരുതിയിട്ടാണോ എന്ന് ചോദിക്കുമ്പോൾ അത്
ഞാൻ കഴിക്കുമെന്ന് അമ്മയ്ക്കറിയാം. അവസാനം ഞാനെല്ലാം കഴിച്ചിട്ട് നിങ്ങൾ പട്ടിണിയാവുമല്ലോ എന്ന് ഓർത്തിട്ട് നിങ്ങൾക്ക് വേണ്ടി കൊടുത്തു വിട്ടയാണെന്ന് അവൾ പറയുന്നുണ്ട്. ഫ്രഷായി ബാത്റൂമിൽ നിന്ന് പുറത്തേക്ക് വരുന്ന ഹീറോയിനാവട്ടെ തലചുറ്റൽ അനുഭവപ്പെട്ടു. അവള് നടന്നു വരുന്ന വഴിക്ക് തന്നെ എതിർവശത്തൂടെ വരുന്ന ഹീറോയുടെ ദേഹത്തേക്ക് വീഴുകയും ചെയ്യുന്നുണ്ട്. ഹീറോ ആവട്ടെ വല്ലാതെ നെർവസ് ആവുന്നുണ്ട്. ഞാനൊന്നും കണ്ടിട്ടില്ല, ഇവിടുന്ന് പൊക്കോന്ന് തന്നെ ഹീറോ പരിഭ്രാന്തിയോടെ അവളുടെ അടുത്ത് പറയുന്നുണ്ട്. അയ്യോ മാനമേ പോയല്ലോ എന്ന് വിചാരിച്ചുകൊണ്ട് തന്നെ ഹീറോയിൻ പെട്ടെന്ന് അവിടെ നിന്ന് ഓടിപ്പോകുന്നു. സത്യമായിട്ട് ഞാനൊന്നും കണ്ടിട്ടില്ല എന്ന് തന്നെ ഹീറോ വിളിച്ചു പറയുന്നുണ്ട്. പിറ്റേന്ന് രാവിലെ തന്നെ മുത്തശ്ശി അവരുടെ വീട്ടിലേക്ക് വന്നിട്ട് വാതിൽ തട്ടുന്നുണ്ട്. ഹീറോയിനാവട്ടെ നെർവസായി തന്നെ ഹീറോയുടെ റൂമിന്റെ വെളിയിൽ ചെന്ന് വാതിൽ തുറക്കുക, നിന്റെ മുത്തശ്ശി പുറത്തു വന്ന് നിൽക്കുന്നുണ്ടെന്ന് പറഞ്ഞ് വാതിൽ തട്ടുന്നുണ്ട്. കുറെ നേരം തട്ടിട്ടാണ് ഹീറോ വാതിൽ തുറക്കുന്നത്. നീ പോയി അവരോട് സംസാരിച്ച് കുറച്ചു നേരം ഇരിക്കുക, അപ്പോഴത്തേക്കും ഞാൻ ബെഡ്റൂമൊക്കെ സെറ്റ് ചെയ്യാന്ന് അവൾ പറയുന്നുണ്ട്. വേറൊന്നുമില്ല, രണ്ടുപേരും രണ്ട് റൂമിലാണല്ലോ ഉറങ്ങുന്നത്, അതുകൊണ്ട് തന്നെ ഒരു റൂമിൽ ഉറങ്ങുന്നത് പോലെ തന്നെ കാണിക്കണമല്ലോ, അതിനു വേണ്ടിയിട്ട് വന്നയുടനെ ഹീറോയിൻ്റെ അടുത്ത് നിങ്ങളുടെ വീട് എനിക്കൊന്ന് കാണണമെന്നും നിങ്ങളുടെ ബെഡ്റൂമൊക്കെ കാണണമെന്നും മുത്തശ്ശി പറയുന്നുണ്ട്. ഇതെന്താ രണ്ടുപേരും രണ്ട് ബെഡ്ഷീറ്റാണോ യൂസ് ചെയ്യുന്നത്, ഒരു ബെഡ്ഷീറ്റ് യൂസ് ചെയ്തൂടെ എന്ന് തന്നെ മുത്തശ്ശി അവരുടെ അടുത്ത് ചോദിക്കുന്നുണ്ട്. രണ്ടുപേരും എന്ത് മറുപടി പറയണമെന്ന് അറിയാതെ തന്നെ അന്താളിച്ച് പരസ്പരം നോക്കുന്നുണ്ട്. മുത്തശ്ശി എനിക്ക് അത്യാവശ്യമായി ഷോപ്പ് വരെ ഒന്ന് പോകണം, ഒരു മുഖ്യമായിട്ടുള്ള ക്ലയൻറ്റ് വന്നിട്ടുണ്ട്, പോയിട്ട് വന്നിട്ട് നൈറ്റ് നമുക്ക് സംസാരിക്കാമെന്ന് പറഞ്ഞ് ഹീറോയിൻ എസ്കേപ്പ് ആവുന്നുണ്ട്. മുത്തശ്ശി അവിടെ ഹീറോ എടുത്ത് ദേഷ്യപ്പെടുന്നുണ്ട്. നീ ഒരു വേസ്റ്റ് തന്നെയാണ്, ഇത്രയും നാളായിട്ടും അവളോട് സത്യങ്ങൾ തുറന്നു പറയാൻ നിനക്ക് സാധിച്ചില്ലല്ലോ. നീ തന്നെ ഒന്ന് ആലോചിച്ച് നോക്ക്, അവള് ജോലിക്ക് വേണ്ടിയിട്ട് ഇവിടെ നിന്ന് ധൃതിയിലല്ലേ ഇപ്പോൾ ഓടിപ്പോയത്, നിന്നെ കൊണ്ടൊന്ന് ഡ്രോപ്പ് ചെയ്യാൻ പോലും പറ്റുന്നില്ല, നിനക്ക് അത്ര പോലും ലക്കില്ല. നല്ല ഭംഗിയുള്ള ഒരു പെൺകുട്ടിയാണ്, ആരെങ്കിലും അവളോട് സ്നേഹത്തോടെ പെരുമാറി സംസാരിച്ചാൽ അവസാനം നിന്നെ ഇഷ്ടപ്പെടാതെ പോകും. നീ കുറച്ചും കൂടി അവളുടെ കാര്യത്തിൽ കെയർ നൽകണം. അവൾക്ക് വേണ്ടി ഞാൻ ഭക്ഷണം തയ്യാറാക്കി തരാം, അതെങ്കിലും അവളുടെ ഷോപ്പിൽ കൊണ്ടുചെന്ന് കൊടുക്കുന്നത് തന്നെ മുത്തശ്ശി അവനോട് പറയുന്നുണ്ട്. ഹീറോയും അതിന് ഓക്കെ പറയുന്നുണ്ട്. ഹീറോയിനാവട്ടെ ഒരു മെയിൽ കസ്റ്റമറിനാണ് ഹെയർ ഡ്രസ്സിങ് ചെയ്തുകൊണ്ടിരുന്നത്. ആ യുവാവട്ടെ മീഡിയയിലാണ്ട് വർക്ക് ചെയ്യുകയായിരുന്നു. ഹീറോ അവിടേക്ക് വന്നിട്ട് പോലും ഹീറോയിൻ അവനെ ഗവനിച്ചത് പോലുമില്ല. ഭക്ഷണം അവിടെ വെച്ചിട്ട് പോകുന്ന പോലെ അവൻ കാണിക്കുകയും ചെയ്യുന്നുണ്ട്. ഇതേ സമയം തന്നെ അവൻ മനസ്സിൽ വിചാരിക്കുന്നു, മുത്തശ്ശി പറഞ്ഞ പോലെ തന്നെയാണല്ലോ കാര്യങ്ങൾ നടക്കുന്നത്, അവന്റെ തലയിൽ എന്താ എത്ര നോക്കാനായിട്ട്, അതിന് മാത്രം അതിനകത്ത് പേൻ വല്ലതും ഉണ്ടോ എന്ന് അവൻ ദേഷ്യത്തോടെ തന്നെ മനസ്സിൽ വിചാരിക്കുന്നു. മുത്തശ്ശി പറഞ്ഞതൊക്കെ ഓർത്ത് വളരെയധികം ദേഷ്യത്തോടെ തന്നെ ആ യുവാവിനെ ഹീറോ നോക്കുന്നുണ്ട്. ആ യുവാവട്ടെ അവന്റെ സ്റ്റുഡിയോയിൽ ഒരു പ്രോഗ്രാം ഉണ്ടെന്നും അതിനുവേണ്ടി ഹീറോയിൻ മേക്കപ്പ് ചെയ്യണമെന്നും ഒരു 10-15 പേർക്കെങ്കിലും മേക്കപ്പ് ചെയ്യേണ്ടതുണ്ട്, അതുകൊണ്ട് അന്നത്തെ നൈറ്റ് അവൾക്ക് ഡിന്നർ വാങ്ങി നൽകാമെന്നും പറഞ്ഞ് അന്നത്തെ ദിവസം ബുക്ക് ചെയ്യുന്നുണ്ട്. ഹസ്ബൻഡ് ഇരിക്കുമ്പോൾ തന്നെ തൻ്റെ വൈഫിനെ ഡേറ്റിനെ വിളിക്കുന്നു. ഇവനൊന്നും തീരെ നാണമില്ലെന്ന് തന്നെ അവൻ മനസ്സിൽ വിചാരിക്കുന്നുണ്ടെങ്കിലും അവനെ കുറ്റം പറയാൻ പറ്റില്ല, തങ്ങൾ ഇരുവരുടെ വിവാഹം കഴിഞ്ഞ കാര്യം ആർക്കും അറിയില്ലല്ലോ എന്ന് തന്നെ അവൻ മനസ്സിൽ വിചാരിക്കുന്നു. അങ്ങനെ ഹീറോയിൻ ഫുഡ് കഴിക്കാൻ വന്നിരിക്കുമ്പോൾ നീ ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും എല്ലാം മേക്കപ്പ് ചെയ്യുമെന്ന് ഹീറോ ചോദിക്കുന്നുണ്ട്. അതെ മേക്കപ്പ് ചെയ്യുമല്ലോ, നീ ബോർഡ് കണ്ടില്ലായിരുന്നോ, ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും എല്ലാം ഞാൻ മേക്കപ്പ് ചെയ്യുന്നതായിരിക്കും, അതിലിപ്പോൾ നിനക്കെന്താ പ്രശ്നമെന്ന് തന്നെ അവൾ ചോദിക്കുന്നുണ്ട്. നമ്മുടെ കല്യാണം തന്നെ ഫേക്ക് അല്ലേ എന്ന് അവൾ കൂട്ടിച്ചേർക്കുന്നുണ്ട്. ശരിയാണ്, തന്നെ കൊണ്ട് ഇവളോട് മറുത്തൊന്നും പറയാൻ സാധിക്കുന്നില്ലല്ലോ എന്നോർത്തിട്ട് തന്നെ ഹീറോയ്ക്ക് വല്ലാതെ വിഷമമാവുന്നുണ്ട്. ഇതുവരെയുള്ള അവൻ്റെ പെരുമാറ്റത്തിൽ നിന്ന് വളരെ വ്യത്യസ്തമായിട്ടാണ് ഇപ്പോൾ അവൻ പെരുമാറുന്നതെന്ന് തന്നെ ഹീറോയിന് തോന്നുന്നു. അങ്ങനെ ഹീറോയിനും അവളുടെ ഫ്രണ്ടും ആവട്ടെ ഒരുപാട് പേർക്ക് മേക്കപ്പ് ചെയ്യാനായി ഒരു കമ്പനിയിലേക്ക് പോകുന്നുണ്ട്. അവിടെ എന്തോ ഈ ആനുവൽ ഫംഗ്ഷൻ പോലെ മറ്റെന്തോ നടക്കുകയാണ്. ആ കമ്പനി ആവട്ടെ പി ഗ്രൂപ്പ് എന്ന് പറയുന്ന ഹീറോയുടെ കമ്പനി തന്നെയായിരുന്നു. അവൾ അകത്തേക്ക് കയറി അവളുടെ ജോലിയുടെ കാര്യങ്ങൾ നോക്കിക്കൊണ്ടിരിക്കുമ്പോഴായിരുന്നു ഒരു കൂട്ടം പെൺകുട്ടികളെ ഇപ്പോഴാണ് പ്രസിഡന്റ് ഇവിടേക്ക് വരാൻ പോകുന്നതെന്ന് പറഞ്ഞ് അയാളെ സൈറ്റ് അടിക്കാൻ വേണ്ടി കൂട്ടം കൂടി നിന്നിരുന്നത്. ഹീറോയിൻ്റെ ഫ്രണ്ടും ഒന്ന് കാണാൻ സാധിച്ചിരുന്നെങ്കിൽ കൊള്ളാമായിരുന്നു എന്ന് പറഞ്ഞ് കയറി ചെന്ന് നിൽക്കുന്നുണ്ട്. എന്നാൽ അവിടുത്തെ സ്റ്റാഫുകളാവട്ടെ നീയൊക്കെ എന്ത് ജോലിക്കാണ് ഇവിടേക്ക് വന്നത്, അത് ചെയ്യാതെ കൊണ്ട് ഇവിടെയൊക്കെ കറങ്ങിയിടയ്ക്കെന്ന് ചോദിച്ച് അവളെ വഴക്ക് പറഞ്ഞ് ഇവിടെ ഒന്ന് പറഞ്ഞയക്കുന്നു. ഹീറോയിൻ കമ്പനിയിലെത്തിയ വിവരം ഇതിനോടകം തന്നെ ഹീറോ അറിഞ്ഞിരുന്നു. അതുകൊണ്ട് തന്നെ മേക്കപ്പ് ഒന്നും ആരും ചെയ്യണ്ട, ഇപ്പോൾ തന്നെ എല്ലാത്തിനും ഇവിടെ നിന്ന് പറഞ്ഞു വിട്ടോണമെന്ന് അവൻ പറയുകയും ചെയ്യുന്നു. കാരണം അവൻ വെളിയിലേക്ക് പോകുന്നതിന് മുമ്പ് തന്നെ ഹീറോയിൻ അവിടെ നിന്ന് പോകണമെന്ന് അവൻ വിചാരിക്കുന്നുണ്ട്. എന്നാൽ അവരുടെ ബേസ് എമൗണ്ട് എന്താണോ അത് കൊടുത്തു വേണം വിട്ടേക്കാൻ, അവർക്ക് യാതൊരു തരത്തിലുള്ള നഷ്ടവും ഉണ്ടാവാൻ പാടില്ല. ഇത് കേട്ടപ്പോൾ അസിസ്റ്റന്റ് ആവട്ടെ അതൊക്കെ ഞങ്ങൾക്കറിയാമല്ലോ സാർ, ഞങ്ങളതെല്ലാം വേണ്ട വിധം തന്നെ ചെയ്തോളാമെന്ന് ചിരിച്ചുകൊണ്ട് തന്നെ പറയുന്നു. ഹീറോ പറഞ്ഞതനുസരിച്ച് ഹീറോയിൻ മേക്കപ്പ് ചെയ്യുന്നിടത്തേക്ക് തന്നെ അസിസ്റ്റന്റ് വരുന്നുണ്ട്. ഹീറോയിൻ്റെ ഫ്രണ്ട് ആവട്ടെ ആദ്യമായി അവൻ്റെ അസിസ്റ്റന്റിനെ കാണുന്നു. അവളാവട്ടെ അവനെ കണ്ണെടുക്കാതെ നോക്കുകയും ചെയ്യുന്നു. കമ്പനിയിലെ ചെറിയ ചെറിയ പ്രോഗ്രാംസിനൊക്കെ ഇങ്ങനെ ആളെ കൂട്ടി മേക്കപ്പ് ചെയ്താൽ എങ്ങനെയാണ് ശരിയാവുന്നത്, അവർക്ക് പണം കൊടുത്ത് ഇപ്പോൾ തന്നെ പറഞ്ഞയക്കണമെന്ന് പറഞ്ഞ് അവൻ ദേഷ്യപ്പെടുന്നുണ്ട്. ഹീറോയിനാവട്ടെ ജോലിയൊന്നും ചെയ്യേണ്ടിയും വന്നില്ല, അമിതമായി പണം ലഭിക്കുകയും ചെയ്തു, അതിലവൾ വളരെ സന്തോഷവതിയായിരുന്നു. അവിടെയുള്ള പെൺകുട്ടികളെല്ലാം അസിസ്റ്റന്റിനെ അവൻ കേൾക്കാത്ത രീതിയിൽ ചീത്ത പറഞ്ഞുകൊണ്ട് തന്നെ അവിടെ നിന്ന് പോവുകയും ചെയ്യുന്നു. സാർ നിങ്ങൾ സിഇഒയുടെ സെക്യൂരിറ്റി ഡിപ്പാർട്ട്മെന്റിലെ വർക്ക് ചെയ്യുന്നതെന്ന് ചോദിക്കുമ്പോൾ അയാൾ അതേ എന്ന് പറയുമ്പോൾ തന്നെ ഇപ്പോൾ ഇവരെല്ലാം നിങ്ങൾ സെക്രട്ടറി എന്ന് പറഞ്ഞുകൊണ്ടാണല്ലോ പോയെന്ന് ചോദിക്കുന്നുണ്ട്. അത് പിന്നെ ഞാൻ ശരിക്കും സിഇഒയുടെ സെക്രട്ടറി തന്നെയാണ്, പക്ഷെ അന്നൊരു ദിവസത്തേക്ക് ഞാൻ സെക്യൂരിറ്റി ഡിപ്പാർട്ട്മെന്റിലാണെന്നൊക്കെ പറഞ്ഞ് അവൻ തടി തപ്പുന്നുണ്ട്. ഫ്രണ്ട് ആവട്ടെ ഇന്ന് നമുക്ക് ഇരുവർക്കും കൂടി ഡിന്നറിന് പോകാമെന്ന് ഹീറോയിൻ്റെ അടുത്ത് പറയുന്നുണ്ട്. അത് ശരിയാടി, എന്തായാലും ജോലി ചെയ്ത സാലറി കിട്ടിയതല്ലേ, അത് തീർച്ചയായും സെലിബ്രേറ്റ് ചെയ്യണമെന്ന് അവൾ സന്തോഷത്തോടെ പറയുന്നുണ്ട്. ഹീറോ ആവട്ടെ നൈറ്റ് ഡിന്നറിന് വേണ്ടിയിട്ട് എന്ത് വേണമെന്ന് ചോദിക്കുമ്പോൾ തന്നെ ഹീറോയിനാവട്ടെ ഞാൻ എൻ്റെ ഫ്രണ്ടുമായിട്ട് ഡേറ്റിന് പോകാമെന്ന് മെസ്സേജ് അയക്കുന്നുണ്ട്. ഇത് കണ്ടതും ഹീറോ വല്ലാതെ ടെൻഷൻ ആവുന്നുണ്ട്. അതെന്താണെന്ന് വെച്ചാൽ ഹീറോയിൻ്റെ ഫ്രണ്ട് ഒരു പെൺകുട്ടിയാണെന്നുള്ള വിവരം അവനറിയില്ലല്ലോ.
ഹീറോയിന്റെ ഫ്രണ്ട് അവിടെ അവളെ വിടാതെ ടോർച്ചർ ചെയ്യുകയായിരുന്നു. നിനക്കും അവനും തമ്മിൽ എന്തെങ്കിലും ഇതുവരെ നടന്നിട്ടുണ്ടോ എന്നൊക്കെ തുടരെ ചോദ്യങ്ങൾ ചോദിച്ച് അവളെ ശല്യപ്പെടുത്തുകയായിരുന്നു. നീ ഒന്നും മിണ്ടാതെ വായടച്ചു വെക്കോ, എന്തിനാ ഇങ്ങനെ ടോർച്ചർ ചെയ്യുന്നത്? ഞങ്ങൾക്കിടയിൽ യാതൊന്നും സംഭവിച്ചിട്ടില്ല എന്ന് ഹീറോയിൻ പറയുന്നെങ്കിൽ പോലും അതൊന്നും വിശ്വസിക്കാൻ അവളുടെ ഫ്രണ്ട് തയ്യാറായിരുന്നില്ല. ഇതേ സമയം ഹീറോ അവിടെ ഒരു ക്ലബ്ബിലിരുന്ന് ഒരുപാട് മദ്യപിക്കുകയായിരുന്നു. ഇത് കണ്ടിട്ട് അവന്റെ കസിൻ അടുത്ത് വന്നിരുന്നിട്ട് എന്താടാ നിനക്ക് പറ്റി, എന്തിനാ ഇങ്ങനെ മദ്യപിക്കുന്നതെന്ന് ചോദിക്കുന്നുണ്ട്. ഇല്ലടാ, എനിക്ക് അവളുടെ കാര്യത്തിൽ യാതൊരു ജലസിയും തോന്നുന്നില്ല. അവള് ആരുടെ കൂടെ പോയാലും എനിക്കെന്താ, ഞങ്ങളൊരു ഫേക്ക് മാരേജ് അല്ലേ ചെയ്തിരിക്കുന്നത്. എങ്ങനെയായാലും മറ്റൊരുത്തനൊപ്പം ഡിന്നറിന് പോകുന്നു അവൾക്ക് എൻ്റെ അടുത്ത് എങ്ങനെ പറയാൻ ധൈര്യം വന്നു? ഇത് കേട്ടപ്പോൾ കസിനാവട്ടെ, നിനക്കല്ലേ അവളുടെ മേൽ യാതൊരു ഇൻട്രസ്റ്റും ഇല്ലാതെ, പിന്നെന്താ കുഴപ്പമൊന്നും എന്നെ തിരിച്ചു ചോദിക്കുന്നുണ്ട്. അതെ ഇൻട്രസ്റ്റ് ഇല്ലാതെ സത്യം തന്നെയാണ്. പക്ഷെ എന്നാലും അവൾക്കത് എന്നോട് എങ്ങനെ പറയാൻ തോന്നി? അത് തെറ്റ് തന്നെയല്ലേ? സർട്ടിഫിക്കറ്റിൽ ഞാൻ അവളുടെ ഹസ്ബൻഡ് തന്നെയല്ലേ എന്ന് അവൻ ചോദിക്കുന്നുണ്ട്. കസിൻ അവിടെ ചിരിച്ചുകൊണ്ട് തന്നെ എന്നെ മറുപടി നൽകുന്നുണ്ട്. എനിക്ക് മനസ്സിലാവുന്നുണ്ട് നിനക്ക് അവളുടെ മേലിൽ ഇൻട്രസ്റ്റ് ഉണ്ട്. പക്ഷെ ഇതെങ്ങനെ പറയണമെന്ന് എനിക്കറിയില്ല. നീ എന്തിനാണ് വീണ്ടും വീണ്ടും ഇത് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? അവൾക്ക് എന്നെ ഇഷ്ടമാണോ അല്ലയോ എന്ന് എനിക്ക് അറിയുക പോലുമില്ല. എന്തെന്ന് വെച്ചാൽ അവൾക്ക് ഏത് സമയം പണം എന്നൊരു ചിന്തയേ ഉള്ളൂ. അവളുടെ അമ്മയ്ക്ക് വീട് വെക്കണം, അത് ചെയ്യണം, ഇത് ചെയ്യണം എന്നൊരു സ്വപ്നം മാത്രമേ അവൾക്കുള്ളൂ. കേട്ടില്ലേ, ഇപ്പോൾ പോലും നീ അവൾക്ക് ഇഷ്ടമാണോ അല്ലയോ എന്ന് അറിയത്തില്ലെന്നല്ലേ പറഞ്ഞത്? പക്ഷെ നിനക്ക് അവളെ ഇഷ്ടമായിട്ടുണ്ട്. നീയാണ് ഈ കാര്യങ്ങൾ കൂടുതൽ കോംപ്ലിക്കേറ്റഡ് ആക്കുന്നതെന്നും കസിൻ പറയുന്നുണ്ട്. ഹീറോയിൻ വീട്ടിലേക്ക് വരുമ്പോഴായിരുന്നു ഹീറോയുടെ കോൾ വരുന്നത്. ഇതെന്താ ഈ അർദ്ധരാത്രിയിൽ ഇവൻ വിളിക്കുന്നതെന്ന് വിചാരിച്ചുകൊണ്ട് തന്നെ അവൾ കോൾ അറ്റൻഡ് ചെയ്യുന്നുണ്ട്. പക്ഷെ ഹീറോ അല്ലായിരുന്നു, അവൻ്റെ കസിനായിരുന്നു. നിന്റെ വീട്ടിലുള്ള ഒരാളാവട്ടെ ഇവിടെ മദ്യപിച്ച് കിടപ്പുണ്ട്, ഒന്ന് വീട്ടിലേക്ക് വന്ന് കൂട്ടിക്കൊണ്ട് പോകാമോ എന്ന് അവളടുത്ത് അവൻ ചോദിക്കുന്നുണ്ട്. ഹീറോ അവിടെ ഓവറായിട്ട് ഡ്രിങ്ക്സ് കഴിച്ച് ഒരു വല്ലാത്ത അവസ്ഥയിൽ തന്നെ എത്തിയിരുന്നു. കസിനാവട്ടെ അവരോട് പറയുന്നുണ്ട്, എന്നെ കൊണ്ട് പറ്റുന്ന ഞാൻ ചെയ്തിട്ടുണ്ട്, ബാക്കിയൊക്കെ നിന്റെ കയ്യിലാണ്, ഇനിയൊക്കെ നിന്റെ ടാലന്റ് പോലെ ഇരിക്കും, ബാക്കിയൊക്കെ നീ ചെയ്തോണോ എന്ന് അവൻ പറയുന്നുണ്ട്. ഹീറോൻ അവിടെ ഒരു ടാക്സിയും പിടിച്ച് അവിടെ ചെല്ലുന്നുണ്ട്. ഉടനടി തന്നെ കസിനാവട്ടെ, നീ അവിടെ തന്നെ ഇരുന്നാൽ മതി എന്ന് പറഞ്ഞ് ഹീറോയെ കയറ്റി അവളുടെ മടിയിലേക്ക് തന്നെ കിടത്തുന്നുണ്ട്. പാവം എന്തോ നല്ല വിഷമത്തിലാണെന്ന് തോന്നുന്നു, അവനെ ഒന്ന് നോക്കിക്കോണേ എന്ന് ഹീറോയിൻ്റെ അടുത്ത് അവൻ വിളിച്ചു പറയുന്നുണ്ട്. ഇന്നെന്തെങ്കിലും അവനെ കൊണ്ട് ചെയ്യാൻ പറ്റിയാൽ നടന്ന്, അല്ലെങ്കിൽ പിന്നീട് ഒന്നിനും സാധിക്കില്ല എന്ന് തന്നെ അവൻ മനസ്സിൽ വിചാരിക്കുന്നുണ്ട്. ഇവൻ കാണാൻ എത്രയോ ഹാൻസമാണ്. ഇത്രയും അടുത്ത് കണ്ടിട്ട് അവൻ ഒരുപാട് ഹാൻസമായി തോന്നുന്നു തന്നെ മനസ്സിൽ വിചാരിച്ചുകൊണ്ട് തന്നെ കണ്ണെടുക്കാതെ അവളവനെ നോക്കുന്നു. ഹീറോയ്ക്കാണെങ്കിൽ തീരെ ബോധമില്ലായിരുന്നു എന്ന് വേണം പറയാൻ. അവളാവട്ടെ ഒരുപാട് കഷ്ടപ്പെട്ടാണ് അവനെ നടത്തിക്കൊണ്ടു പോകുന്നത്. അവസാനം ബാലൻസ് ആയിട്ട് വീഴേണ്ടതായിരുന്നെങ്കിൽ പോലും ഹീറോയിനാവട്ടെ അവനെ വല്ല ജാതി ഒരു തിട്ടപ്പുറത്തേക്ക് കയറ്റി ഇരുത്തുന്നുണ്ട്. അതേസമയം തന്നെ ഹീറോയുടെ ബോഡി ഗാർഡ്സ് ആവട്ടെ അവൻ എന്ത് ചെയ്യുന്നു, എന്തൊക്കെ എടുക്കുന്നു അവന്റെ പിന്നാലെ തന്നെ നടന്ന് അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ. ഈ കാഴ്ച കണ്ട് അവരാവട്ടെ തങ്ങൾ വേണമെങ്കിൽ ഹെൽപ്പ് ചെയ്യാന്ന് പറഞ്ഞ് ഹീറോയിന്റെ അടുത്തേക്ക് ചെല്ലുകയും ആരോ രണ്ടുപേര് അവനെ ഹെൽപ്പ് ചെയ്യുന്ന മാതിരി എടുത്തുകൊണ്ട് പോകുന്നു എന്നുള്ള രീതിയിൽ തന്നെയായിരുന്നു ഈ കാഴ്ചകളൊക്കെ അവളും കണ്ടുകൊണ്ടിരുന്നത്. അവരിരുവരും നല്ലവരായിട്ട് തന്നെ ഹെൽപ്പ് ചെയ്തു, അല്ലാന്നുണ്ടെങ്കിൽ അവനെ എങ്ങനെ മുറിയിലേക്ക് എത്തിച്ചേനെന്ന് തന്നെ അവൾ വിചാരിക്കുന്നുണ്ട്. ഹീറോയുടെ ബോഡി ഗാർഡ്സ് അവിടെ അവനെ ബെഡ്റൂമിലേക്ക് കൊണ്ടുചെന്ന് കിടത്തുന്നുണ്ട്. ഹീറോയിനാവട്ടെ ബെഡ്ഷീറ്റൊക്കെ അവനെ പുതപ്പിച്ചു കൊടുക്കുന്നു. ഈ സമയം ഹീറോ ആവട്ടെ ബോധമില്ലാതിരിക്കുന്നത് കൊണ്ട് തന്നെ അവളെ ചേർത്ത് പിടിച്ച് കിസ് ചെയ്യുന്നുണ്ട്. അവളാവട്ടെ അലറി വിളിച്ച് അവിടെ നിന്ന് പുറത്തേക്കും വരുന്നു. ഉടനെ ഇങ്ങനെ ചാടിക്കറി വരണ്ടായിരുന്നു, കുറച്ചു നേരം കഴിഞ്ഞിട്ട് വന്നാൽ മതിയെന്ന് വിചാരിച്ചുകൊണ്ട് തന്നെ അവൾ പുറത്ത് നിന്ന് ഫീൽ ചെയ്യുന്നുണ്ട്. പിന്നീട് വീണ്ടും ഹീറോയിനും കിസ് ചെയ്യുന്നതായി കാണിക്കുന്നുണ്ട്. എന്താണ് കാര്യം എന്ന് വെച്ചാൽ അങ്ങനെ ഒരു സ്വപ്നം കണ്ടുകൊണ്ടാണ് ഹീറോ എഴുന്നേൽക്കുന്നത്. എന്തൊക്കെയാണ് നടക്കുന്നതെന്ന് വിചാരിച്ചുകൊണ്ട് തന്നെ അവൻ ചാടി എഴുന്നേൽക്കുന്നുണ്ട്. താൻ എങ്ങനെ ഇവിടെ എത്തിയെന്നും ആലോചിച്ചുകൊണ്ട് വല്ലാതെ കുഴപ്പത്തിലാവുന്നു. പിന്നീട് ഹീറോയിനെ കാണാൻ അവളുടെ ഫ്രണ്ട് വരുന്നുണ്ട്. നൈറ്റൊക്കെ കോൾ ചെയ്തിരുന്നല്ലോ, എന്താ നീ കോൾ അറ്റൻഡ് ചെയ്യാൻ ചോദിക്കുമ്പോൾ അതെങ്ങനെയാണ് എടുക്കുന്നത്? നൈറ്റ് ഞാൻ ഉറങ്ങിയതേ ഇല്ല എന്ന് അവൾ പറയുന്നുണ്ട്. പിടിച്ചു വലിച്ചാണല്ലോ ഇന്നലെ ഹീറോയെ ബെഡിലൊക്കെ കൊണ്ട് കിടത്തിയത്, അതുകൊണ്ട് തന്നെ ഷോൾഡർ വേദന അവന് അനുഭവപ്പെട്ടിരുന്നു. അങ്ങനെ ഷോൾഡറിൽ കൈവച്ചുകൊണ്ടാണ് അവൻ താഴേക്ക് ഇറങ്ങി വന്നത്. ഇതാണോ നിന്റെ ഹസ്ബൻഡ്, എത്ര ഹാൻസമാണ്, ഇപ്പോൾ അവൻ വീട്ടിലുണ്ടായിരുന്നു എന്ന് ചോദിച്ചുകൊണ്ട് തന്നെ ഫ്രണ്ട് ആവട്ടെ, സോറി ഇന്നലെ നൈറ്റ് ഞങ്ങൾ ഇരുവരും ഡിന്നറിന് പോയതിനു ശേഷം പിന്നീട് ഇവളെ വിളിച്ചിട്ട് കോൾ അറ്റൻഡ് ചെയ്തില്ല, അതുകൊണ്ട് അവൾക്ക് എന്ത് പറ്റിയെന്ന് അറിയാൻ വേണ്ടിയിട്ട് വന്നതാണെന്ന് പറയുന്നുണ്ട്. തുടർന്ന് ഹീറോയിന്റെ എല്ലാ കാര്യങ്ങളും വിളിച്ചു പറയുകയും ചെയ്യുന്നു. അപ്പോഴാണ് ഹീറോയിൻ ഇന്നലെ അവളോടൊപ്പമാണ് ഡിന്നറിന് പോയെന്നും അവന് മനസ്സിലാവുന്നത്. ഫ്രണ്ട് പോയതിനു ശേഷം തന്റെ ഷോൾഡറിന് നല്ല വേദന അനുഭവപ്പെടുന്നുണ്ടെന്ന് തന്നെ ഹീറോയിന്റെ അടുത്ത് അവൻ പറയുന്നുണ്ട്. അത് പിന്നെ ഇന്നലെ നിങ്ങളെ വീട്ടിലേക്ക് കൊണ്ടുവരാൻ ഞാൻ ഒരുപാട് ബുദ്ധിമുട്ടിയിരുന്നു, അബദ്ധവശാൽ എന്റെ കൈവിട്ടൊന്ന് പോയി എന്ന് പറയുമ്പോൾ നീ എന്നെ താഴെ തള്ളിയിട്ടോ എന്ന് തന്നെ അവൻ ചോദിക്കുന്നുണ്ട്. അതേസമയം തന്നെ ഹീറോയിന്റെ അമ്മ അവളെ വിളിച്ചിട്ട് ഇരുവരെയും കൂടി ഡിന്നറിന് ക്ഷണിക്കുന്നു. ഹീറോയ്ക്ക് ടൈമില്ല എന്ന് പറഞ്ഞ് അവൾ ഒഴിഞ്ഞു മാറാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും പെട്ടെന്ന് ഫോൺ വാങ്ങിയിട്ട് ഹീറോ ആവട്ടെ ഞാൻ തീർച്ചയായും ഡിന്നറിന് വരും ആൻറ്റി എന്ന് പറഞ്ഞ് ഉറപ്പ് നൽകുന്നു. വീട്ടിലേക്ക് ചെന്ന ഉടനെ തന്നെ അവളുടെ അമ്മയാവട്ടെ ആ സൂപ്പ് കൂടി ഈ സൂപ്പ് കൂടി എന്ന് പറഞ്ഞ് ഹീറോയിനെ നിർബന്ധിക്കുകയായിരുന്നു. ഹീറോയിൻ വരെ ഇത് കുടിച്ചിട്ട് അതത്ര നല്ലതല്ല, കഴിക്കുന്നുണ്ടെന്ന് വരെ പറയുന്നുണ്ട്. ഇത് കേട്ടപ്പോൾ അവളുടെ അമ്മ വല്ലാതെ ടെൻഷൻ ആവുന്നുണ്ട്. എന്നാൽ അവരെ ഇംപ്രസ് ചെയ്യാൻ വേണ്ടിയിട്ട് തന്നെ ഹീറോ ആവട്ടെ ആ സൂപ്പ് മുഴുവൻ ഒറ്റ വലിക്കാൻ കുടിക്കുന്നുണ്ട്. ഹീറോയിനാവട്ടെ ചെറിയ രൂക്ഷമായി തന്നെ അവനെ നോക്കുന്നുണ്ട്. ശരിക്കും ഒരു നല്ലതായിരുന്നു, എന്തിനാ അത് കുടിച്ചു എന്ന് ചോദിച്ച് അവനെ വഴക്ക് പറയുകയും ചെയ്യുന്നുണ്ട്. അങ്ങനെ ഹീറോയിൻ പാത്രം കഴുകാൻ പോയപ്പോൾ ഹീറോ പിന്നാലെ ചെന്ന് താൻ കഴുകിക്കൊള്ളാമെന്ന് പറയുകയും
വീണ്ടും അവളുടെ അമ്മ അവരിരുവർക്കും വേണ്ടി ഒരുപാട് ഫുഡൊക്കെ പ്രിപ്പയർ ചെയ്ത് നൽകുകയും ചെയ്യുന്നുണ്ട്. പിന്നീട് ഹീറോ ആവട്ടെ തന്റെ സാലറി കാർഡാണിത്, വീട്ടു ചിലവൾക്ക് ഉപയോഗിച്ചു എന്ന് പറഞ്ഞ് അവളുടെ കയ്യിലേക്ക് ആ കാർഡ് നൽകുന്നുണ്ട്. അയ്യോ ഇതൊന്നും വേണ്ട നമ്മൾ പറയുന്നുണ്ടെങ്കിലും അതൊന്നും പറ്റില്ല, ഇനി മുതൽ ഈ വീട് നീയാണ് നോക്കി നടത്തേണ്ടതെന്ന് പറഞ്ഞ് ഫോഴ്സ് ചെയ്ത് തന്നെ അവളുടെ കയ്യിലേക്ക് ആ കാർഡ് വെച്ചു കൊടുക്കുന്നുണ്ട്. നിങ്ങളുടെ ബോസിന്റെ അസിസ്റ്റന്റ് ഉണ്ടല്ലോ, അയാളെ പറ്റി നിങ്ങളുടെ അഭിപ്രായം എന്താ, ആളെങ്ങനെയാണെന്നൊക്കെ തുടരെ തുടരെ ഹീറോ എടുത്ത് സെക്രട്ടറി പറ്റി ഹീറോയിൻ ചോദിക്കുന്നുണ്ട്. ഇപ്പോൾ നീ അവനെ പറ്റി പറയുന്നതിന് അവനൊരു മണ്ടനാണെന്ന് ഹീറോ പറയുമ്പോൾ അങ്ങനെയൊന്നുമില്ല, പെൺകുട്ടികൾക്കെല്ലാം അയാളെ വലിയ ഇഷ്ടമാണ്. നിങ്ങൾ തന്നെ ഒന്ന് ആലോചിച്ച് നോക്ക്, വലിയ കമ്പനിയിലെ ജോലിയാണ്, വളരെ ഹാൻസം ആണ്, നല്ല സാലറി ഉണ്ട്, അപ്പൊ പിന്നെ പെൺകുട്ടികൾക്ക് ഇഷ്ടപ്പെടാതിരിക്കുമെന്ന് ചോദിക്കുമ്പോൾ സാലറി, ഹാൻസം, മണ്ണാങ്കട്ട, അപ്പോൾ സിംഗിൾ ആയിരുന്നെങ്കിൽ നീ അവനെ വിവാഹം കഴിക്കുമോ എന്ന് മനസ്സിൽ ദേഷ്യത്തോടെ വിചാരിച്ചുകൊണ്ട് തന്നെ തനിക്ക് വിശപ്പില്ല എന്ന് പറഞ്ഞ് ഹീറോ അവിടെ നിന്ന് എഴുന്നേറ്റ് പോകുന്നുണ്ട്. താൻ എന്ത് പറഞ്ഞിട്ടാണ് ഇവൻ ഇത്ര ദേഷ്യപ്പെട്ട് കഴിക്കാതെ എഴുന്നേറ്റ് പോയത്, ഇനി ഭക്ഷണം കൊള്ളില്ലായിരുന്നു എന്ന് തന്നെ അവൾ വിചാരിച്ച് അവന്റെ പാത്രത്തിലേക്ക് നോക്കുന്നുണ്ട്. പിറ്റേ ദിവസം ഹീറോയിൻ അവിടെ അമ്മയെ കാണാൻ പോകുമ്പോൾ ഹീറോയിന്റെ അമ്മയ്ക്ക് വേണ്ടി അവൻ അവിടെ ഒരു ഡിഷ് വാഷർ വരെ വാങ്ങി നൽകിയിരിക്കുന്നു എന്ന് മനസ്സിലാക്കുന്നു. ഹീറോ തന്നെ അയച്ചുകയാണെന്ന് ഹീറോയിൻ എടുത്തു ചോദിക്കുന്നുണ്ട് വിശ്വാസം വരാത്ത പോലെ. അതെ, അത് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ആള് വരെ വന്നിട്ടുണ്ടെന്ന് അമ്മ പറയുന്നുണ്ട്. ഹീറോയിന് ഇതിലൊക്കെ സന്തോഷമുണ്ടെങ്കിൽ പോലും ഇതിനൊക്കെ താൻ കടപ്പെട്ടിരിക്കുമല്ലോ എന്ന് ഓർക്കുന്നുണ്ട്. ഹീറോ അവിടെ ഇതേ സമയം അസിസ്റ്റന്റിനെ ചുറ്റി ചുറ്റി നടന്നു നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. അയ്യോ ഈ പിള്ളേരിങ്ങനെ ചുറ്റുന്ന പോലെ എൻ്റെ പിന്നാലെ ഇങ്ങനെ ചുറ്റുന്ന എന്തിനാണെന്ന് അയാൾ വിചാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഹീറോ അവിടെ അവൻ്റെ ഷോൾഡറിൽ പിടിച്ചിട്ട് നിനക്ക് ഗേൾ ഫ്രണ്ട് ഉണ്ടോ എന്ന് ചോദിക്കുന്നുണ്ട്. എൻ്റെ പൊന്ന് സാറേ, 24/7 ഞാൻ നിങ്ങളുടെ പിന്നാലെ ചുറ്റിക്കൊണ്ടിരിക്കുകയല്ലേ, പിന്നെ എങ്ങനെ എനിക്ക് ഗേൾ ഫ്രണ്ട് ഉണ്ടാവുന്നത്? ഇതുവരെ അങ്ങനെയൊന്നും ഇല്ല എന്ന് പറഞ്ഞപ്പോൾ ഇനിയും അങ്ങനെയൊന്നും ഉണ്ടാവാൻ പാടില്ല, ഒരു പെൺകുട്ടിയോടൊപ്പം നിന്നെ ഇനി കാണാനും പാടില്ല, വേണമെങ്കിൽ ഞാൻ നിനക്കൊരു പെർമിഷൻ തരാം, വേണമെങ്കിൽ നീ ഒരു ഗേ അയക്കോ എന്ന് പറയുന്നുണ്ട്. സമനില തെറ്റി ഇയാൾ എന്തൊക്കെയായി പറഞ്ഞിട്ട് പോയത്, ഓൾറെഡി എനിക്ക് ലീവ് പോലുമില്ല, അതിൻ്റെ കൂടെ ഇതും കൂടി എന്ന് വിചാരിച്ചുകൊണ്ട് ആ പാവമാവട്ടെ വല്ലാതെ ഫീൽ ചെയ്യുന്നുണ്ട്. നൈറ്റ് ഹീറോയിനും ഫുഡൊക്കെ കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഹീറോ ആവട്ടെ എൻ്റെ അച്ഛനും അമ്മയും നിന്നെ കാണാനായി വരുന്നുണ്ട്, നിന്റെ അമ്മയടുത്തും കൂടി വിവരം ധരിപ്പിക്ക്, ഒരു ഹോട്ടലിൽ നമുക്കെല്ലാവർക്കും കൂടി മീറ്റ് ചെയ്ത് ഫുഡൊക്കെ കഴിക്കാമെന്ന് അവളടുത്ത് പറയുന്നുണ്ട്. അവൻ ബുക്ക് ചെയ്ത ഹോട്ടലാവട്ടെ വളരെ കോസ്റ്റ്ലി ആയിരുന്നു, അവിടെ ഒരുപാട് പണം ചിലവുമല്ലോ, എന്തിനാ അവിടെ പോയി ബുക്ക് ചെയ്തതെന്ന് തന്നെ ഹീറോയിൻ അവനോട് ചോദിക്കുന്നുണ്ട്. അതൊന്നും കുഴപ്പമില്ല, അതെന്റെ ബോസിന്റെ ഹോട്ടലാണ്, 40% ഡിസ്കൗണ്ട് ലഭിക്കുമെന്ന് തന്നെ ഹീറോ കള്ളം പറയുന്നുണ്ട്. ഞാൻ ബോസിനോട് സെക്രട്ടറിയോട് കാര്യങ്ങൾ ധരിപ്പിച്ചിരുന്നു എന്ന് പറയുമ്പോൾ സെക്രട്ടറിയോട് എന്ത് കാര്യമോ പറഞ്ഞു തന്നെ ഹീറോയിൻ ആകാംക്ഷയോടെ ചോദിക്കുന്നുണ്ട്. ഇത് കേട്ടപ്പോൾ തന്നെ ഹീറോയ്ക്ക് ദേഷ്യമാവുന്നുണ്ട്. ഇവന്റെ കാര്യം കേൾക്കുമ്പോൾ ഇവളിങ്ങനെ ആകാംക്ഷ പ്രകടിപ്പിക്കുന്നത് എന്തിനാ, ഇതെന്നെ വല്ലാതെ ടെൻഷൻ ആക്കുന്നു എന്ന് തന്നെ അവൻ ദേഷ്യത്തോടെ മനസ്സിൽ വിചാരിക്കുന്നു. ആ സെക്രട്ടറി ഇപ്പോഴും സിംഗിൾ അല്ലേ എന്ന് ഹീറോയിൻ ചോദിക്കുമ്പോൾ അതെ സിംഗിൾ തന്നെയാണ്, അവൻ ഒരിക്കലും പെണ്ണ് കിട്ടാൻ പോകുന്നില്ല എന്ന് തന്നെ ഹീറോ ദേഷ്യത്തോടെ പറയുന്നുണ്ട്. പിറ്റേ ദിവസം സെക്രട്ടറി സിംഗിൾ ആണെന്നുള്ള കാര്യം ഫ്രണ്ടിന്റെ അടുത്ത് പറയുകയും ഹീറോ എന്തിനാണ് ഇങ്ങനെ ദേഷ്യപ്പെടുന്നതെന്ന് ആലോചിച്ച് അവൾ താടിക്ക് കൈയും കൊടുത്തിരിക്കുകയും ചെയ്യുന്നുണ്ട്. സെക്രട്ടറിയുടെ കാര്യങ്ങൾ നീ തിരക്കിയപ്പോൾ എനിക്ക് വേണ്ടിയിട്ടാണെന്ന് നീ ആദ്യമേ പറഞ്ഞിരുന്നോ എന്ന് ഫ്രണ്ട് അവളോട് അന്വേഷിക്കുന്നുണ്ട്. എനിക്ക് തോന്നുന്നത് എൻ്റെ ഹസ്ബൻഡ് ആവട്ടെ നീ സെക്രട്ടറിയുടെ മേലിൽ ഇൻട്രസ്റ്റഡ് ആണെന്നും നിനക്ക് വേണ്ടിയിട്ടാണ് അവനെ പറ്റിയുള്ള കാര്യങ്ങൾ തിരക്കുന്നതെന്ന് കരുതിയിട്ടാവാം നിന്നോട് നിന്റെ ഹസ്ബൻഡ് ഇങ്ങനെ ദേഷ്യപ്പെടുന്നതെന്ന് തോന്നുന്നതെന്ന് അവളുടെ ഫ്രണ്ട് പറയുന്നുണ്ട്. അതിനൊന്നും ചാൻസ് ഇല്ല, മറ്റെന്തെങ്കിലും തെറ്റ് തന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായതുകൊണ്ടായിരിക്കും അവൻ തന്നോട് ഈ ദേഷ്യം കാണിക്കുന്നതെന്ന് തന്നെ അവൾ മനസ്സിൽ വിചാരിക്കുന്നു. അന്ന് നൈറ്റ് ഹീറോ താമസിച്ചാണ് വീട്ടിലേക്ക് വന്നത്. നീ ഫുഡ് കഴിച്ചു എന്ന് ഹീറോയിൻ ചോദിക്കുമ്പോൾ ഇല്ല എന്ന് പറയുന്നുണ്ട്. ഞാനും കഴിച്ചിട്ടില്ല, വേണമെങ്കിൽ ഞാൻ കുക്ക് ചെയ്യാൻ, നമുക്ക് ഇരുവർക്കും ഒരുമിച്ച് കഴിക്കാമെന്ന് ഹീറോയിൻ പറയുന്നുണ്ട്. ഹീറോ കേട്ട് ഇത് കേട്ടിട്ട് വല്ലാതെ സന്തോഷമാവുന്നുണ്ട്. ഇരുവരെ ഒരുമിച്ച് ഭക്ഷണം കഴിച്ചുകൊണ്ടിരുന്നപ്പോൾ ഫ്രണ്ട് പറഞ്ഞത് സത്യമാണെന്നുണ്ടെങ്കിൽ താൻ സത്യങ്ങളൊക്കെ തുറന്നു പറയുന്നതായിരിക്കും നല്ലതെന്ന് കരുതിക്കൊണ്ട് തന്നെ തന്റെ ഫ്രണ്ടിന് വേണ്ടിയിട്ടാണ് സെക്രട്ടറിയുടെ കാര്യങ്ങൾ തിരക്കിയെന്ന് ഹീറോയിൻ പറയുന്നുണ്ട്. എന്ത്, നിന്റെ ഫ്രണ്ടിനൊന്ന് ചോദിച്ച് അമ്പരപ്പോടെ തന്നെ ഹീറോ അവളെ നോക്കുന്നുണ്ട്. പിറ്റേന്ന് പേരൻസിനെ മീറ്റ് ചെയ്യാനായിട്ട് ഹോട്ടലിലേക്ക് ഹീറോയിനെയും കൂട്ടി അവൻ പോകുന്നുണ്ട്. അതേസമയം ഹോട്ടൽ മാനേജർ ആവട്ടെ ഹീറോയുടെ പിന്നാലെ ചുറ്റിക്കൊണ്ടിരിക്കുകയായിരുന്നു. യാതൊരു കുഴപ്പമില്ല, എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ വിളിച്ചോളാന്ന് ഹീറോ പറയുമ്പോൾ യെസ് ബോസ് എന്ന് പറഞ്ഞിട്ട് തന്നെ അയാൾ അവിടെ വിട്ട് പോകുന്നുണ്ട്. അവരുടെയൊക്കെ മുമ്പിൽ നേരത്തെ നടിക്കുന്നത് പോലെ തന്നെ ഹീറോയിനെ ചേർത്ത് പിടിച്ച് തന്നെയാണ് ഹീറോ സംസാരിക്കുന്നതും. ഹീറോയുടെ മുത്തശ്ശനും മുത്തശ്ശിയും അച്ഛനും അമ്മയൊക്കെ അവിടെ എത്തിയിട്ടുണ്ടായിരുന്നു. ഭാഗ്യവശാൽ ഹീറോയിന്റെ അമ്മയാവട്ടെ മൂത്ത മരുമകനെ വീട്ടിൽ തന്നെ ഇട്ടിട്ടാണ് വന്നിരിക്കുന്നത്. ഹീറോയുടെ വീട്ടുകാർ വളരെ സ്നേഹത്തോടെയും കരുതലോടെയും ഹീറോയിന്റെ അടുത്ത് സംസാരിക്കുന്നത് കണ്ടുകൊണ്ടാണ് അവർ മൂന്നുപേരും അവിടോട്ട് കയറി വന്നത് തന്നെ. പിന്നീട് ഹീറോയിനും അവളുടെ അമ്മയുടെ വീട്ടിൽ സംസാരിക്കുന്നതാണ് കാണിക്കുന്നത്. നിന്റെ അച്ഛനും അമ്മയും മുത്തച്ഛിയൊക്കെ വളരെ നല്ല ആൾക്കാർ തന്നെയാണ്, അവരെ കണ്ടപ്പോൾ തന്നെ വളരെയധികം സന്തോഷവും വിശ്വാസവും എനിക്ക് തോന്നി. എന്നാൽ എൻ്റെ ഫാമിലി സൈഡിൽ നിന്ന് എല്ലാവരെയും വിളിച്ച് നീയാണ് എൻ്റെ മരുമകൻ എന്ന് പറഞ്ഞ് എനിക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യണമായിരുന്നു. നിങ്ങൾ ഇരുവരും വിവാഹം രജിസ്ട്രേഷൻ മാത്രമല്ലേ ചെയ്തിട്ടുള്ളൂ, ഒരു ഗ്രാൻഡ് ആയിട്ടുള്ള വെഡ്ഡിംഗ് എങ്കിലും നടത്തണമെന്ന് അവളുടെ അമ്മ വല്ലാതെ ആഗ്രഹിച്ചിരുന്നു. എന്ന് നടത്തണമെന്നൊരു വാക്ക് പറഞ്ഞാൽ മതി, അതിനു വേണ്ടിയിട്ടുള്ള എല്ലാ അറേഞ്ച്മെന്റ്സും താൻ തന്നെ ചെയ്തോളാമെന്ന് പൂർണ്ണ സമ്മതത്തോടെ തന്നെ ഹീറോ പറയുന്നുണ്ട്. ഹീറോയിനാവട്ടെ ഇവൻ എന്തിനാ ഇങ്ങനെ ചാടിക്കയറി ഓരോന്ന് പറയുന്നതെന്നുള്ള ആശയക്കുഴപ്പത്തിലായിരുന്നു. ശരി, ഇന്ന് ഒരുപാട് ലേറ്റ് ആയില്ലേ, നിങ്ങളിന്ന് വീട്ടിലേക്ക് മടങ്ങി പോകണ്ട, ഇവിടെ തന്നെ റെസ്റ്റ് എടുക്കുന്നത് തന്നെ അവളുടെ അമ്മ പറയുന്നുണ്ട്. വീട്ടിലേക്ക് പോയാൽ രണ്ടുപേരും 2 ബെഡ്റൂമിലാണല്ലോ താമസിക്കുന്നത്, അതുകൊണ്ട് തന്നെ ഹീറോ ആവട്ടെ ചാടിക്കയറി സമ്മതവും അറിയിക്കുന്നുണ്ട്. അതെങ്ങനെ ശരിയോ, നിനക്കല്ലേ ജോലി ഉണ്ടെന്ന് പറഞ്ഞ് നാളെ ഒരു അത്യാവശ്യ ജോലി ഉണ്ടെന്ന് പറഞ്ഞില്ലേ എന്ന് ഹീറോയിൻ പറയുമ്പോൾ അതൊന്നും യാതൊരു കുഴപ്പമില്ല, ഞാൻ കുളിച്ചിട്ട് വരാമെന്ന് പറഞ്ഞ് തന്നെ ഹീറോ അകത്തേക്ക് പോകുന്നു. കുളിച്ചിട്ട് ഒരു ബോഡി ബിൽഡർ മാതിരി തന്നെ ഹീറോയിൻ്റെ അടുത്തേക്ക് അവൻ നടന്നു വരുന്നുണ്ട്. ഇതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്
ഈ നൈറ്റ് ഡ്രസ്സ് അതും ഇതൊന്നും നിനക്ക് സെറ്റ് ആവത്തില്ല, അതുകൊണ്ടാണ് നിന്നോട് വീട്ടിലേക്ക് പോകാൻ പറഞ്ഞത്. നീ എന്തായാലും പോകാൻ നോക്കുക, എൻ്റെ ബെഡ് വരെ വളരെ ചെറുതാണെന്ന് അവൻ്റെ അടുത്ത് അവൾ പറയുന്നുണ്ട്. അതൊന്നും പറ്റില്ല, നിന്റെ അമ്മ ചോദിച്ചാൽ ഞാനെന്ത് മറുപടി നൽകും? തുടർന്ന് രാത്രിയിൽ എങ്ങനെയും അഡ്ജസ്റ്റ് ചെയ്താലേ മതിയാവും, അതുകൊണ്ട് രണ്ടുപേരും ഉറങ്ങാനായി കിടക്കുന്നുണ്ട്. എന്നാൽ രണ്ടുപേർക്കും ഉറക്കവും വരുന്നില്ലായിരുന്നു, രണ്ടുപേർക്കും അഡ്ജസ്റ്റ് ചെയ്ത് കിടക്കാനുള്ള സ്ഥലവും ഇല്ലായിരുന്നു. ഇതേ സമയം തന്നെ ഹീറോയ്ക്ക് അവൻ്റെ അമ്മ മെസ്സേജ് അയക്കുന്നുണ്ട്. നീ ആ പെൺകുട്ടിയുമായി വളരെ സന്തോഷകരമായ ഒരു ജീവിതമാണ് നയിക്കുന്നതെന്ന് ഞങ്ങൾക്ക് മനസ്സിലായി. ഞങ്ങളുടെ മരുമകളെ ഞങ്ങൾക്ക് ഒരുപാട് ഇഷ്ടമായി. പക്ഷേ ദയവ് ചെയ്ത് അവളോട് നീ കള്ളങ്ങൾ പറയാതിരിക്കുക. കള്ളങ്ങൾ പറഞ്ഞൊരു റിലേഷൻഷിപ്പ് സ്റ്റാർട്ട് ചെയ്യുന്നത് ശരിയല്ല എന്ന് തന്നെ പറയുന്നുണ്ട്. ഇപ്പോൾ തന്നെ അവളോട് തുറന്ന് സംസാരിക്കാമെന്ന് വിചാരിച്ച് ഹീറോ തിരിഞ്ഞു നോക്കുമ്പോഴാവട്ടെ ഹീറോയിൻ നല്ല കൂർക്കം വലിച്ചുറങ്ങുകയായിരുന്നു. പിറ്റേ ദിവസം ഹീറോ ജോലി കഴിഞ്ഞെത്തുന്നതിന് മുമ്പേ ഹീറോയിൻ വീട്ടിലേക്ക് എത്തി അവന് വേണ്ടുന്ന എല്ലാ ഡിഷസും പ്രിപ്പയർ ചെയ്ത് വെച്ചിരുന്നു. രണ്ടുപേരും ഒരുമിച്ച് ഡ്രിങ്ക്സ് കഴിക്കാന്നൊരു പദ്ധതിയിലായിരുന്നു ഹീറോയിൻ. അങ്ങനെ ഇരുവരും കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഒരുപാട് ഡ്രിങ്ക്സ് ഒക്കെ കുടിക്കുന്നുണ്ട്. ഇതേസമയം ഹീറോ പറയുന്നുണ്ട്, നീ എന്തിനാണ് ആണുങ്ങൾക്ക് മേക്കപ്പ് ചെയ്യുന്നത്, ഫീമെയിൽസിന് മാത്രം ചെയ്താൽ പോരെ എന്ന് ചോദിക്കുന്നുണ്ട്. ചാൻസേ ഇല്ല, അതെന്തായാലും എന്നെ കൊണ്ട് ചെയ്യാൻ സാധിക്കില്ല, അവരൊക്കെ എന്നെ വിശ്വസിച്ചാണ് ഇരിക്കുന്നത്, അതുകൊണ്ട് തന്നെ എൻ്റെ ക്ലയൻസിനെ എനിക്ക് നിരാശപ്പെടുത്താൻ സാധിക്കില്ല എന്നവൾ പറയുന്നുണ്ട്. എനിക്ക് നല്ലപോലെ അറിയാം നിന്റെ അമ്മയ്ക്ക് എന്നെ ഒരുപാട് ഇഷ്ടമായെന്ന്, അപ്പോൾ നിനക്കോ എന്ന് അവൻ ചോദിക്കുമ്പോൾ ഹീറോയിൻ ആവട്ടെ കണ്ണെടുക്കാതെ അവൻ്റെ മുഖത്തേക്ക് നോക്കുന്നു. പെട്ടെന്ന് തന്നെ അവളുടെ തനിനിറം പുറത്തേക്ക് വരുന്നുണ്ട്. ഏതെങ്കിലും ഒരു പെൺകുട്ടി നിന്നെ ഇഷ്ടമല്ലെന്ന് പറയൂ, ഏതെങ്കിലും ഒരു പെണ്ണ് നിന്നെ ഇഷ്ടമല്ലെന്ന് പറഞ്ഞാൽ അവൾ പെണ്ണേ ആയിരിക്കില്ല. നീ എത്ര ഹാൻസം ആണെന്നറിയാമോ, വളരെ സുന്ദരനാണ് നീ. അതുമാത്രമല്ല ഇതുപോലെ കോട്ടും സൂട്ടും ഒക്കെ ധരിക്കുമ്പോൾ നീ എക്സ്ട്രാ ഹാൻസം ആണെന്ന് തന്നെ അവൾ പറയുന്നുണ്ട്. നീ എന്താ ഒരുപാട് ഡ്രിങ്ക്സ് കഴിച്ചോ, തീരെ ബോധമില്ലാത്ത രീതിയിൽ തന്നെയാണല്ലോ സംസാരിക്കുന്നതെന്ന് അവളുടെ അവൻ ചോദിക്കുന്നുണ്ട്. ബോധമില്ലാതിരുന്നാൽ എന്തൊക്കെയാ ചെയ്യുന്നതെന്ന് അറിയാമോ എന്ന് ചോദിച്ചുകൊണ്ട് ഹീറോയിൻ ആവട്ടെ ഹീറോയെ കിസ് ചെയ്യാൻ തുടങ്ങുന്നുണ്ട്. അന്നത്തെ നൈറ്റ് അവരിരുവരും ഒരുമിച്ച് സ്പെൻഡ് ചെയ്യുകയും ചെയ്യുന്നു. പിറ്റേ ദിവസം എഴുന്നേറ്റ് ഹീറോയിൻ ആവട്ടെ നീ എന്താ എന്നെ ചെയ്തത്, നീ എന്നെ എന്തോ ചെയ്തു എന്ന് പറഞ്ഞ് അതും ഇതുവൾ പറയുന്നുണ്ട്. എനിക്ക് നന്നായി അറിയാൻ രാവിലെ എഴുന്നേൽക്കുമ്പോൾ നീ ഇത് തന്നെ പറയുമെന്ന്, അതുകൊണ്ട് തന്നെ ഞാൻ റെക്കോർഡ് ചെയ്ത് വെച്ചിട്ടുണ്ടെന്ന് പറഞ്ഞ് അവൻ ഫോൺ എടുക്കുന്നുണ്ട്. മഹാഭാബി ഇതൊക്കെ റെക്കോർഡ് ചെയ്ത് വെച്ചിരിക്കുകയാണോ എന്ന് അവൾ ചോദിക്കുമ്പോൾ നീയല്ലേ എല്ലാം ആരംഭിച്ചത്, ഇപ്പോൾ എൻ്റെ മണ്ടയിൽ പഴിചാരുകയാണല്ലോ എന്ന് അവൻ തിരിച്ചു ചോദിക്കുന്നുണ്ട്. എന്തിനാ നീ ഇതൊക്കെ റെക്കോർഡ് ചെയ്തതെന്ന് അവൾ ചെറിയ ദേഷ്യത്തോടെ തന്നെ അവൻ്റെ അടുത്ത് ചോദിക്കുന്നുണ്ട്. അങ്ങനെയൊന്നും ഞാൻ ചെയ്തിട്ടില്ല, അതിനെ നൈറ്റ് ചെയ്യാനുള്ളതൊക്കെ ചെയ്തു കൂട്ടിയിട്ട് ഇപ്പോൾ ഞാനൊന്നും ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞ് നീ അങ്ങ് എസ്കേപ്പ് ആയാൽ എങ്ങനെയാണെന്ന് തന്നെ അവൻ തിരിച്ചു ചോദിക്കുന്നു. ഇപ്പോഴെങ്കിലും അവളോട് സത്യങ്ങൾ പറയാമെന്ന് ഹീറോ വിചാരിക്കുന്നുണ്ടെങ്കിലും തനിക്ക് ജോലിക്ക് പോകാൻ ടൈമായിരുന്നു. ഹീറോയിൻ ധൃതിയിൽ അവിടെ നിന്ന് എഴുന്നേറ്റ് പോകുന്നു. മൂത്ത സഹോദരിയിൽ നിന്ന് ഇതേസമയം ഹീറോയിന് കോൾ ലഭിക്കുന്നുണ്ട്. പെട്ടെന്ന് തന്നെ വീട്ടിലേക്ക് വാ, വീട്ടിലൊരു പ്രശ്നം നടക്കുകയാണെന്ന്. എന്താണെന്ന് വെച്ചാൽ ഹീറോയിന്റെ അച്ഛന്റെ സഹോദരനും വൈഫും അതുപോലെ അവളുടെ ആ കസിനും അവളുടെ ഹസ്ബൻഡ് ആവാൻ പോകുന്ന ആ പയ്യനും അവിടെ വന്നിട്ടുണ്ടായിരുന്നു. അവരുടെ പ്രശ്നം എന്തെന്ന് വെച്ചാൽ ഹീറോയിൻ ലിവിങ് ടുഗദറിൽ ഇരിക്കുന്നു എന്നതായിരുന്നു. നമ്മുടെ കുടുംബത്തിനൊരു മാനവും മര്യാദയൊക്കെ ഉണ്ട്, അതൊക്കെ നീയായിട്ട് തന്നെ നശിപ്പിച്ചു കളഞ്ഞു. വീട്ടിൽ ആണുങ്ങളില്ലെങ്കിൽ പെണ്ണുങ്ങൾ എങ്ങനെ ജീവിക്കുന്നുള്ളത് നീയൊക്കെ തെളിയിച്ചു എന്നൊക്കെ പറഞ്ഞ് ഹീറോയിനെ അവളുടെ വീട്ടിലുള്ളവരെയും കുറിച്ച് അവളുടെ അച്ഛൻ്റെ സഹോദരൻ മോശമായി സംസാരിക്കുന്നുണ്ട്. ആണുങ്ങളില്ലെങ്കിലും എന്താ, തൻ്റെ മക്കളെ നന്നായി തന്നെയാണ് താൻ വളർത്തിക്കൊണ്ടുവന്നേ, ഇങ്ങനെയൊന്നും സംസാരിക്കരുതെന്ന് പറഞ്ഞ് ഹീറോയിൻ്റെ അമ്മ അയാളെ താക്കീത് ചെയ്യുന്നുണ്ട്. അവിടെ എത്തിയ ഹീറോയിനാവട്ടെ തൻ്റെ അച്ഛൻ ചെറുപ്പത്തിൽ തന്നെ മരിച്ചു പോയതാണ്, അന്ന് മുതൽ നിങ്ങളിൽ നിന്ന് യാതൊരു സഹായവും ഞങ്ങൾക്ക് ലഭിച്ചിട്ടില്ല, എന്നിട്ടിപ്പോൾ ഇത് ചോദിക്കാനാണോ കയറി വന്നിരിക്കുന്നതെന്ന് ചോദിക്കുമ്പോൾ അതേ ചോദിക്കും, പോകുന്നത് ഞങ്ങളുടെ കുടുംബത്തിൻ്റെ മാനമല്ലേ എന്ന് അയാൾ തിരിച്ചു ചോദിക്കുന്നുണ്ട്. കുടുംബത്തിൻ്റെ മാനത്തെക്കുറിച്ച് ഓർത്ത് നിങ്ങൾ വല്ലാതെ ടെൻഷൻ അടിക്കുന്നുണ്ടല്ലോ, ഇത്രയും നാൾ ഞങ്ങൾ എങ്ങനെ ജീവിച്ചെന്ന് നിങ്ങൾ ഓർത്തിരുന്നോ, അതുകൊണ്ട് തന്നെ ഇത്രയും നാൾ നിങ്ങൾ എങ്ങനെ ചെയ്തോ അങ്ങനെ തന്നെ അങ്ങ് മുന്നോട്ട് പോയാൽ മതിയെന്ന് അവൾ പറയുന്നുണ്ട്. മക്കളെ എത്ര അഹങ്കാരത്തോടെ ഇവൾ വളർത്തി വെച്ചിരിക്കുന്നതെന്ന് കണ്ടില്ലേ, 28 വയസ്സ് കഴിഞ്ഞു, ഇതുവരെ ഇവൾക്ക് വിവാഹം പോലും ആയില്ല, ഏതോ ഒരുത്തനുമായിട്ട് ലിവിൻ ടുഗദറിലാണ്. മൂത്ത മകളാണെങ്കിൽ തികഞ്ഞൊരു മദ്യപാനെ തന്നെ സ്നേഹിച്ച് വിവാഹം കഴിച്ചിരിക്കുകയാണ്. ഇളയവളാണെങ്കിൽ ഏതോ ഒരുത്തനോടൊപ്പം ഒളിച്ചോടി പോന്നെങ്കിലാണെങ്കിൽ പോലും നിങ്ങൾ തിരിച്ചു പിടിച്ചുകൊണ്ട് വന്നില്ലേ എന്നൊക്കെ പറഞ്ഞ് എല്ലാവരെയും കുറിച്ച് മോശമായി ആ സ്ത്രീ സംസാരിക്കുന്നുണ്ട്. നിങ്ങൾ ഇത്രയൊക്കെ പറയുന്നുണ്ടല്ലോ, നിങ്ങളുടെ മകൾ ഇത്രയും നാളും എങ്ങനെയാ ജീവിച്ചതെന്ന് നിങ്ങൾക്ക് അറിയാമോ എന്ന് ഹീറോയിൻ തിരിച്ചടിക്കുന്നുണ്ട്. 21ാമത്തെ വയസ്സിൽ നിങ്ങൾ അവൾക്ക് ദൂരെയുള്ളൊരു കോളേജിൽ അഡ്മിഷൻ എടുത്തില്ലായിരുന്നു, അവിടെ ഒരു പയ്യനുമായി ഇവൾ ലിവിങ് ടുഗദർ ആയിരുന്നു, പിന്നീട് ഹോസ്പിറ്റലിൽ പോയൊരു കുഞ്ഞിനെ അബോർട്ട് വരെ ചെയ്തിരിക്കുന്നു, എന്നിട്ട് എന്നെ വിവാഹം കഴിക്കാൻ വേണ്ടി വന്ന ഒരു പയ്യനെയും അവൾ തട്ടിയെടുത്തിരിക്കുകയാണ്. ഇവള് നല്ലവളാണോ എന്ന് ചോദിക്കുമ്പോൾ അമ്മ നിങ്ങളിതൊന്നും വിശ്വസിക്കില്ല, ഇവള് കള്ളങ്ങളായി പറയുന്നതെന്ന് ആ പെൺകുട്ടി ചാടിക്കേറി പറയുന്നുണ്ട്. ആ സ്ത്രീ ആവട്ടെ ഇതിനപ്പുറം നിങ്ങളുടെ കുടുംബത്തിൽ ആരും സമാധാനമായി ജീവിക്കാൻ പോകുന്നില്ല, ഞങ്ങളുടെ ഫാമിലിയിൽ നിന്ന് തന്നെ നിങ്ങളെ പുറത്താക്കാൻ പോവുകയാണെന്ന് പറഞ്ഞ് ആ സ്ത്രീയും അവരുടെ ഭർത്താവും വളരെ ദേഷ്യത്തോടെ തന്നെ സംസാരിക്കുന്നു. തന്റെ കുടുംബത്തെക്കുറിച്ച് ഇനി എന്തെങ്കിലും മോശമായൊരു വാക്ക് ആരെങ്കിലും ഉച്ചരിച്ചാൽ ഇവിടെ ആരും ജീവനോടെ കാണില്ല എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ ഹീറോ അവിടേക്ക് വരുന്നുണ്ട്. ചെന്ന ഉടനെ തന്നെ ഹീറോയിന്റെ അമ്മയെടുത്ത് ഇരിക്കാനായി ഹീറോ പറയുന്നുണ്ട്. തുടർന്ന് അവർ ഇരിക്കുകയും ചെയ്യുന്നു. ഓ നീയാണോ ഇവളുടെ താമസിക്കുന്ന ആ നാണമില്ലാത്തവൻ, നിനക്ക് ഞങ്ങളുടെ ഫാമിലി എത്ര വലുതാണെന്ന് അറിയാമോ, ഞങ്ങളുടെ കുടുംബത്തിലുള്ളവരെല്ലാം മാനവ മര്യാദയ്ക്ക് ജീവിക്കുന്നവരാണെന്നും അവർ പറയുന്നുണ്ട്. നീ പി ഗ്രൂപ്പിലല്ലേ വർക്ക് ചെയ്യുന്നെന്ന് പറഞ്ഞ് അവിടെയുള്ള ആരെങ്കിലും വിളിച്ചിട്ട് എന്റെ എതിർത്ത് നിൽക്കാൻ ആർക്കെങ്കിലും ധൈര്യം ഉണ്ടോ എന്ന് ചോദിച്ചു നോക്കാനായിട്ട് തന്നെ ഹീറോ വെല്ലുവിളിയോടെ കസിന്റെ ഹസ്ബൻഡ് ആവാൻ പോകുന്നവനോട് പറയുന്നുണ്ട്. ഉടനടി തന്നെ അവൻ അവൻ്റെ ഒരു അങ്കിളിനെ വിളിക്കുന്നുണ്ട്. അങ്കിൾ ആ കമ്പനിയിലാണ് ജോലി ചെയ്യുന്നത്, പക്ഷെ അവൻ അവിടെ കയറിയിട്ട് പോലും ഇല്ല ഇതുവരെ. ഹീറോയുടെ രൂപത്തെക്കുറിച്ചൊക്കെ അയാളടുത്ത് പറഞ്ഞപ്പോൾ നീ ഇനിയൊരു അക്ഷരം പോലും അദ്ദേഹത്തോട് മറുത്തു പറയരുത്, കമ്പനിയുടെ പ്രസിഡന്റ് ആണ് അവിടെ വന്ന് നിൽക്കുന്നതെന്ന് അവന്റെ അങ്കിള് പറയുന്നുണ്ട്. സൈലന്റ് ആയിരുന്നില്ലെങ്കിൽ ജീവൻ തന്നെ പോകുമെന്നും പറഞ്ഞ് അവന്റെ അങ്കിൾ അവനെ താക്കീതും ചെയ്തിരുന്നു. അതുകൊണ്ട് തന്നെ ചിരിച്ചുകൊണ്ട് തന്നെ അങ്ങനെ നിന്നതേ ഉള്ളൂ ആ യുവാവ്.
വീട്ടിലേക്ക് ആക്രമിച്ചു കയറുകയും വീട്ടിലുള്ള സ്ത്രീകളോട് മോശമായി സംസാരിക്കുകയും ചെയ്ത സ്ഥിതിക്ക് ഇവരുടെ പേരിൽ കേസ് ഫയൽ ചെയ്യണമെന്ന് അസിസ്റ്റന്റിനോട് ഹീറോ പറയുന്നുണ്ട്. തുടർന്ന് ബോഡി ഗാർഡ്സ് ആവട്ടെ അവരെ എല്ലാവരെയും പിടിച്ചു വലിച്ചുകൊണ്ട് അവിടെ നിന്ന് പോവുകയും ചെയ്യുന്നു. ഇതേസമയം മണ്ടയിൽ ഇടി വീണതുപോലെ തന്നെ ഹീറോയിൻ അവിടേക്ക് ഇരിക്കുന്നുണ്ട്. നീ എന്നോട് ക്ഷമിക്കണം, സ്റ്റാർട്ടിങ്ങിലെ എല്ലാ സത്യങ്ങളും നിന്നോട് പറയേണ്ടതായിരുന്നു. സ്റ്റാർട്ടിങ്ങിൽ നിന്നോട് ഞാൻ കള്ളം പറഞ്ഞു എന്തെന്ന് വെച്ചാൽ നീ എൻ്റെ കയ്യിൽ നിന്ന് പണം തട്ടിയെടുക്കാൻ വേണ്ടിയിട്ടാണ് തന്നെ വിവാഹം കഴിച്ചതെന്ന് വിചാരിച്ചിട്ടാണ്. പിന്നീടുള്ള സന്ദർഭങ്ങളിൽ കള്ളം പറയേണ്ടി വന്നത് നീ എന്നെ വിട്ടിട്ട് പോകുമോ എന്ന ഭയത്തിലാണ്. എൻ്റെ മുത്തശ്ശിയോടും അമ്മയോടും ഒക്കെ ഇതിനു മുമ്പ് തന്നെ ഞാൻ കാര്യങ്ങൾ പറഞ്ഞിരുന്നു. അവരെന്നോട് പെട്ടെന്ന് തന്നെ നിന്നോട് സത്യങ്ങൾ തുറന്നു പറയണമെന്ന് പറഞ്ഞിരിക്കുകയായിരുന്നു. പക്ഷെ നീ എന്നെ വിട്ടിട്ട് പോകുമോ എന്നുള്ള ഭയം ഉള്ളിലുള്ളത് കൊണ്ട് തന്നെ എനിക്കിതുവരെ പറയാൻ സാധിച്ചില്ല എന്ന് തന്നെ ഹീറോ വ്യക്തമാക്കുന്നുണ്ട്. ഇതേസമയം തന്നെ അസിസ്റ്റന്റ് ആവട്ടെ അവരുടെ അടുത്തേക്ക് ഒരു ഫയൽ കൊണ്ടുവന്ന് വെച്ചിട്ട് അവിടെ നിന്ന് പോകുന്നുണ്ട്. സാർ എല്ലാം ഇപ്പോൾ തന്നെ സോൾവ് ചെയ്തേക്കൂ, എല്ലാ പ്രശ്നങ്ങളും ഇതോടെ ഓക്കെ ആവുമെന്ന് പറഞ്ഞ് കയ്യും കാണിക്കുന്നുണ്ട്. ഹീറോ ആവട്ടെ അവന്റെ പേരിലുള്ള സ്വത്തുക്കളുടെ പാതി ഇതിനോടകം തന്നെ അവളുടെ പേരിലേക്ക് മാറ്റി എഴുതിയിട്ടുണ്ടായിരുന്നു. പക്ഷേ ഭയങ്കരമായ ദേഷ്യത്തിലായിരുന്നതുകൊണ്ട് തന്നെ ഹീറോയിനാവട്ടെ തന്നെ കൊണ്ട് ഇതൊന്നും അംഗീകരിക്കാനാവത്തില്ല എന്ന് തന്നെ പറയുന്നുണ്ട്. ദയവ് ചെയ്ത് എന്നെ വിട്ടിട്ട് പോകരുത്, തന്റെ ഭയത്തെ സത്യമാക്കരുതെന്ന് തന്നെ ഹീറോ പറയുമ്പോഴാണ് ഹീറോയിൻ ഒരു കാര്യം പറയുന്നത്. ഞാനിപ്പോൾ നിന്നെ ലവ് ചെയ്യുന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്വത്തുക്കളെല്ലാം എൻ്റെ പേരിലാക്കിയത് കൊണ്ട് പറഞ്ഞതാണെന്ന് തോന്നും. പക്ഷേ സ്റ്റാർട്ടിങ്ങിൽ ഇരുന്ന് തന്നെ ഞാൻ നിന്നെ ഒരുപാട് ലവ് ചെയ്തിരുന്നു എന്ന് ഹീറോയിൻ വെളിപ്പെടുത്തുന്നുണ്ട്. ഹീറോയ്ക്ക് ഇതിൽ പരം ഒരു സന്തോഷമില്ലായിരുന്നു. നീ ഏതൊരവസ്ഥയിൽ പറഞ്ഞാൽ പോലും ഞാനത് വിശ്വസിക്കും. ഈ ഒരു വാക്കിന് വേണ്ടിയിട്ടാണ് ഞാൻ വെയിറ്റ് ചെയ്തുകൊണ്ടിരുന്നത്. ഓരോരോ കള്ളങ്ങൾ പറഞ്ഞ് നിന്റെ അടുത്ത് വരുമ്പോൾ ഞാൻ എത്രത്തോളം കഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നെന്ന് അറിയാമോ എന്ന് പറഞ്ഞ് ഹീറോ ഫീൽ ചെയ്യുന്നുണ്ട്. അപ്പോഴാണ് ഹീറോയിനും ഞാനും നിന്നെ ലവ് ചെയ്യുന്നുണ്ട് എന്ന് പറയുന്നത്. തുടർന്ന് ഹീറോയും ഐ ലവ് യു എന്ന് പറഞ്ഞിട്ട് തന്നെ അവളെ കിസ് ചെയ്യുന്നു. പിന്നീട് മാസങ്ങൾക്ക് ശേഷമുള്ള കാര്യങ്ങളാണ് കാണിക്കുന്നത്. ഹീറോയിൻ്റെ വയറിലാവട്ടെ ഹീറോ ചെവികൾ അമർത്തി പിടിച്ചിരിക്കുകയായിരുന്നു. അങ്ങനെ അവരുടെ ജീവിതത്തിലേക്ക് പുതിയൊരു അതിഥിയും കൂടി വരാൻ പോവുകയാണ്. ഡെലിവറി ടൈം വരുന്നുണ്ട്. ഹീറോ ആവട്ടെ വല്ലാതെ ടെൻഷൻ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുകയാണ്. എല്ലാവരും അവനോട് ടെൻഷൻ ആവണ്ട, അവളും കുഞ്ഞും ഹെൽത്തി ആയിരിക്കും എന്ന് പറയുന്നുണ്ട്. തുടർന്ന് ഹീറോയിന് ഒരു പെൺകുഞ്ഞു ജനിച്ചു എന്ന് പറഞ്ഞ് കുഞ്ഞിനെ കൊണ്ടുവന്ന് സിസ്റ്റർ ഏൽപ്പിക്കുന്നുണ്ട്. ഹീറോ ആവട്ടെ ഹീറോയിൻ്റെ അടുത്ത് നിന്ന് വല്ലാതെ ഫീൽ ചെയ്ത് കരയുന്നുണ്ട്. നീ എന്തിനാ കരയുന്നത്, ഞാനല്ലേ ഇത്രയും നേരം വേദനിച്ചെന്ന് അവളെ ചിരിച്ചുകൊണ്ട് ചോദിക്കുന്നുണ്ട്. പിന്നീട് അവരുടെ മകളും കുറച്ച് വലുതാവുന്നുണ്ട്. അപ്പോഴും ഹീറോയിനാവട്ടെ തനിക്കൊരു ക്ലയൻറ്റ് വന്ന് നിൽപ്പുണ്ട്, പോണമെന്ന് ധൃതി കൂട്ടിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഹീറോ ആവട്ടെ അന്നത്തെ പോലെ തന്നെ ക്ലയൻറ്റ് പയ്യനാണോ അതോ പെണ്ണാണോ എന്ന് ചോദിക്കുന്നുണ്ട്. ഇതെന്തായാലും കൊള്ളാം, നിനക്ക് എത്ര വയസ്സായി, നമ്മുടെ മകൾക്ക് എത്ര വയസ്സായി, ഇപ്പോഴും അസൂയപ്പെട്ടുകൊണ്ടിരിക്കുകയാണോ, ഇത്രയും കൂടി ലോജിക്കായിട്ടൊന്ന് ചിന്തിച്ചു നോക്ക്. ഇത്രയും വയസ്സായ ഞാൻ നിന്നെ വിട്ടിട്ട് ഒരു പയ്യൻ്റെയും പിറകെ പോകില്ല എന്ന് അവൾ പറയുമ്പോൾ തന്നെ നിന്നെ ആർക്കും വിട്ടുകൊടുക്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ ഹീറോയും അവരെ ചേർത്ത് പിടിക്കുന്നുണ്ട്. ഇങ്ങനെ ഒരു ഹാപ്പി എൻഡിങ്ങിൽ തന്നെ നമ്മുടെ ഡ്രാമ അവസാനിച്ചിരിക്കുകയാണ്. ഈ ഒരു ഡ്രാമ ആയിരുന്നില്ല ഞാൻ ചെയ്യാൻ ഉദ്ദേശിച്ചിരുന്നത്, മറ്റൊരെണ്ണമായിരുന്നു. പക്ഷേ എന്തുകൊണ്ടോ ഇത് തന്നെ ചെയ്യണമെന്ന് എനിക്ക് തോന്നി. ഈ ഒരു ഡ്രാമ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ ഇല്ലയോ എന്ന് തീർച്ചയായും കമൻറ്റ് ചെയ്യണം. ഡ്രാമയിൽ കുറച്ച് കൂട്ടുകാർ എന്നോട് പേര് പറയാൻ ആവശ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു. ഹായ് അസ്ഫിറ, ഇസ, ശിവദ, മഹേഷ്, അൻഷ. നിങ്ങൾക്കെല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. തീർച്ചയായും ഡ്രാമ കണ്ടാൽ കമൻറ്റ് ചെയ്യാൻ മറക്കണ്ട. നമ്മുടെ ചാനൽ ആദ്യമായി കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ അവരെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഹൈപ്പ് ഓപ്ഷൻ കൊടുക്കാനും മറക്കണ്ട. അതുപോലെ തന്നെ എക്സ്പ്ലനേഷൻ എങ്ങനെ ഉണ്ടായിരുന്നെന്ന് കൂടെ പറയുക. പുതിയൊരു ഡ്രാമയുമായി ഉടനടി തന്നെ കാണാം. വീണ്ടും കാണും വരെ ബൈ ബൈ.